പുതിയ ആളുകൾ എല്ലാവരും അവരുടെ പേര്, അവരുടെ ജില്ല ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജില്ല ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, യൂട്യൂബിലുള്ള ആള് അതിനകത്ത് കമന്റ് ചെയ്താൽ മതി. യൂട്യൂബിലുള്ള ആളുകൾ അതിനകത്ത് കമന്റ് ചെയ്യാൻ ഞാൻ ഇവിടുന്ന് നോക്കുന്നുണ്ട്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജില്ല, ഏതൊക്കെ ജില്ലക്കാരാണ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. മലപ്പുറം, എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ, കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി. ഓക്കെ, വെരി ഗുഡ്. മലപ്പുറം ഒരുപാട് ആളുകളുണ്ടല്ലോ. തൃശ്ശൂർ, എറണാകുളം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വയനാട്. അപ്പൊ എല്ലാ ജില്ലക്കാരും ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, എല്ലാ ജില്ലക്കാരും ഉണ്ട്. സന്തോഷം. അതുകൊണ്ട് മൈക്ക് എപ്പോഴും മ്യൂട്ടാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ആർക്കെങ്കിലും ജോയിൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടിരുന്നോ? ചാറ്റ് ബോക്സിലാണ് നിങ്ങൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യേണ്ടത്. ചാറ്റ് ബോക്സിലാണ് നിങ്ങൾ കൂടുതൽ സമയം നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ? ഓക്കെ, വെരി ഗുഡ്. സോ നിർദ്ദേശങ്ങൾ ആദ്യം തന്നെ തരാം. എങ്ങനെയായിരിക്കും നമ്മുടെ സെഷൻ മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളതിനെ കുറിച്ചാണ്. സ്ക്രീനിൽ കാണുന്ന ഈ സാധനങ്ങൾ സൂമിലുള്ള ആളുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. സൂമിലുള്ള ആളുകൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. അല്ലാത്ത ആളുകൾ ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഹെഡ്സെറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കാം ആയിട്ടുള്ള സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓഫീസിലൊക്കെ ഇരിക്കുന്നത് പോലെ ഇരുന്നിട്ട് വേണം നിങ്ങൾ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബെഡിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പേന, ഡയറി, കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള ഡിജിറ്റൽ നോട്ട്സുകൾ നിർബന്ധമായിട്ടും കരുതുക. വീഡിയോയിലായിരിക്കാം. ഇത്രയും കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഈ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പ്രൊസീഡ് ചെയ്യാം. വീഡിയോയിൽ വരാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ നേരെ യൂട്യൂബിനകത്ത് വിട്ടോളൂ. അവിടെ പ്രശ്നമില്ല. വീഡിയോയിൽ വരാൻ താല്പര്യമുള്ള ആളുകൾ ഇതിനകത്ത് കയറിക്കോളും. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ആളുകളെയും ഞാൻ വെൽക്കം ചെയ്യാണ്. നമ്മളൊരു 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ജേണിയാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണത്. 6 മാസം നീണ്ടു നിൽക്കുന്ന ഈ ജേണിയിൽ നമ്മളൊരു കോളേജ് ലൈഫിൽ എങ്ങനെയാണോ നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തി പോയത്, ആ രീതിയിലായിരിക്കും നമ്മൾ മുമ്പോട്ടേക്ക് പോവാം. 2.5 മണിക്കൂർ ലൈവ് സെഷൻ ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. ഇതിന്റെ പ്രാക്ടിക്കൽ വർക്കുകളൊക്കെ ഓൺ അക്കാഡമിയുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തരും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇതിന്റെയൊക്കെ ബേസിലായിരിക്കും. അതുകൊണ്ട് ഓൺ അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് ആ ഒരു സെഷൻ നിങ്ങൾ എടുക്കുക. അതിനകത്താണ് നമ്മുടെ പ്രാക്ടിക്കൽ വർക്കുകളൊക്കെ തന്നെ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാം, വളരെ ആത്മാർത്ഥത്തോട് കൂടിയിട്ട് നിങ്ങൾ ഈ സെഷനിൽ അറ്റൻഡ് ചെയ്യാം. കാരണം നിങ്ങൾ എന്തായാലും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കാരണം ഈ ഒരു സമയം ഒരുപാട് ആളുകൾ പല രീതിയിൽ എൻഗേജ്ഡ് ആണല്ലേ. ചില ആളുകൾ ട്രിപ്പിലാണ്, ചില ആളുകൾ എൻജോയ്മെന്റിലാണ്, ചില ആളുകൾ യാത്രയിലാണ്. നിങ്ങൾക്ക് ടൂർ പോകാം. ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു നിങ്ങളുടെ മുമ്പിൽ, ഇല്ലേ? ശരിയല്ലേ? നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ടൂർ പോകാം, ഫിലിം കണ്ടിരിക്കാം, ടൗണിൽ ആളുകളുടെ കൂടെ ഇരിക്കാം, അവിടുന്ന് അങ്ങനെ സ്വറ പറഞ്ഞ് സംസാരിച്ചിരിക്കാം, കല്യാണങ്ങളുണ്ട്, പല പരിപാടികളുണ്ട്. അതെല്ലാം നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഇപ്പം ഒറ്റ ടൈമിൽ 600-ഓളം ആളുകൾ ഒരേ ഫ്രെയിമിനകത്ത് ഇരിക്കുന്നതിന്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമുള്ളൂ, ഈ ഒരു സംഭവം അങ്ങ് മുഴുവനായിട്ടും തലക്കകത്ത് കയറ്റുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ സ്ലോലി ആയിരിക്കും നമ്മൾ പോകുന്നത്. ഈവൻ SSLC കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഇതിനകത്ത് അറ്റൻഡ് ചെയ്യാം. SSLC കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഇതിനകത്ത് അറ്റൻഡ് ചെയ്യാം. അത്രയും ബേസ് മുതലാണ് തുടങ്ങാം. ഓൾറെഡി കുറച്ചൊക്കെ എക്സ്പേർട്ട് ആയ ആളുകൾ ഉണ്ടാവും. അവർക്ക് തുടക്കത്തിലൊക്കെ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ ഇതെന്താണ് വീണ്ടും ഇങ്ങനെ തന്നെയാണോ കേൾക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഒരു ബ്ലാങ്ക് പേപ്പർ ആവാതെ ശ്രമിക്കാം. ബി എ ബ്ലാങ്ക് പേപ്പർ. നിങ്ങളൊരു ബ്ലാങ്ക് പേപ്പർ ആയിരിക്കാം. ഒരുപാട് നോളജും കാര്യങ്ങളൊക്കെ വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സാധനങ്ങളെ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു ബ്ലാങ്ക് പേപ്പറിൽ ആവാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ മൈൻഡ് മൊത്തം ഒരു ബ്ലാങ്ക് പേപ്പർ ആയിരിക്കും.
രണ്ടാമത്തത് ഒരു സ്റ്റുഡന്റ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വേണം നിങ്ങൾ സെഷൻ അറ്റൻഡ് ചെയ്യാനും. ഭയങ്കര സംഭവമായിട്ടൊന്നും അറ്റൻഡ് ചെയ്യരുത്. ഒരു സ്റ്റുഡന്റ് മൈൻഡ് സെറ്റോട് കൂടി അറ്റൻഡ് ചെയ്യണം. ഓ, ഞാൻ MBA ആണ്, ഞാൻ ഡോക്ടറേറ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന പ്രൊഫഷണലാണ്, ഈ രീതിയിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത്. ഒരു സ്റ്റുഡന്റ് ആറ്റിറ്റ്യൂഡിൽ വേണം ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്യാം. പിന്നെ സെഷന്റെ അവസാനം വരെ പങ്കെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഏറ്റവും ലാസ്റ്റ് വരെ പങ്കെടുക്കുക എന്നുള്ളതാണ്. പങ്കെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നും കൂടി നമ്മൾ ആ ഗ്രൂപ്പിനകത്ത് ചാൻസൽ യൂട്യൂബിനകത്ത് ഒരുപാട് ആളുകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് പല ആളുകളും ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ ഒരു സംഭവം കിട്ടും. അപ്പോൾ റെഡിയാണോ? തുടങ്ങാലോ? എല്ലാവരും സ്റ്റുഡന്റ് മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ മൈക്ക് കൺവേർട്ട് ചെയ്യാൻ പെർമിഷൻ തരാം. സ്റ്റുഡന്റ് മൈൻഡ് സെറ്റോട് തന്നെയാണ് ഇരിക്കുന്നത്. അല്ല, ഭയങ്കര പ്രതീക്ഷയോട് കൂടി നമ്മൾ ഭയങ്കര സംഭവം ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ്. തെറ്റാണോ? ആരെങ്കിലും 1-2 ആളുകൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചേ. പൊളിയല്ലേ? തുടങ്ങാം. സെറ്റ്. ഓക്കെ, താങ്ക് യു. സോ നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അക്കൗണ്ടിങ്, പ്രൊഫഷണൽ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് CSR 2024 2024 CSRന്റെ ഒരു ബാച്ചാണ് നിങ്ങളുള്ളത്. ഇതിനകത്ത് നിലവിൽ കോഴ്സ് ആക്സസ് ചെയ്തിരിക്കുന്നത് 500 ആളുകൾക്കായിരുന്നു നമ്മൾ ആക്സസ് കൊടുത്തിരുന്നത്. നിലവിൽ 1800ഓളം ആളുകൾ ഇത് ആക്സസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരെയും ലിമിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ 2 ദിവസം കൂടി മൊത്തത്തിൽ ലിമിറ്റ് ചെയ്യും. ഇനി ആളുകൾക്ക് വരാൻ പറ്റത്തില്ല. അപ്പൊ ഇതിലുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും നമുക്ക് ചാൻസ് കിട്ടുക. ഇപ്പൊ യൂട്യൂബിനകത്ത് പുറത്തുള്ള ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അവർക്ക് നമുക്ക് ഇതിനകത്ത് ആക്സസ് കൊടുക്കാം. അല്ലാത്ത ആളുകൾക്ക് ഇനി കിട്ടത്തില്ല. ഇനി ഇതിന് നിങ്ങൾ ഇത് കോഴ്സ് ചേരണമെന്നുണ്ടെങ്കിൽ 20,000 റുപ്പീസ് തന്നെ പേയ്മെന്റ് ചെയ്യണതായിട്ട് വരും. ഇനി ആരാണോ ഇതിലേക്ക് വരുന്നത് അവർ 20,000 റുപ്പീസ് എന്ത് ചെയ്യണം? പേയ്മെന്റ് ചെയ്യണം. ഇപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം? ഈ സംഭവം, ഈ ഒരു കോഴ്സ് എടുക്കാം. അപ്പൊ നമ്മൾ തുടങ്ങാണ്. വാട്ട് ഈസ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് എന്താണ്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് 1-2 ആളുകൾക്ക് ഒന്ന് സംസാരിക്കാം. നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ള അക്കൗണ്ട്സ്, സാധാരണക്കാർക്ക് സംസാരിക്കാം, പ്രൊഫഷണൽസ് സംസാരിക്കാം. എന്താണ് അക്കൗണ്ടിങ്? എന്തിനാണ് അക്കൗണ്ടിങ്? എന്തുകൊണ്ട്? ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ബുക്സ് ഓഫ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന ആക്ടിവിറ്റി. ക്ലിയർ ആയില്ല. എന്തായിരുന്നു? പറഞ്ഞോളി. Accounting is the art of recording, summarizing, classifying. ഓക്കെ, അക്കൗണ്ടിങ് ഇസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. ഇതല്ലാതെ മലയാളത്തിൽ ആർക്കെങ്കിലും? നമുക്കുള്ള വരവുകളും നമുക്കുള്ള വരവുകളും ചെലവുകളും എഴുതി തിട്ടപ്പെടുത്തുന്നത്. വരവും ചെലവുകളും രേഖപ്പെടുത്തുന്ന പരിപാടി, അങ്ങനെയാണോ? ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, യൂട്യൂബിലുള്ള ആളുകൾക്ക് ചാറ്റ് ബോക്സ് കമന്റ് ഇട്ടുണ്ടോ? ഞാൻ ഇവിടെ നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബിസിനസ് ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയാം. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ യെസ്, പണമിടപാടുകൾ റെക്കോർഡ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള കമന്റ് ചെയ്യുന്നുണ്ട്. നമുക്കത് ഷോർട്ട് ചെയ്ത് പറയാം. അക്കൗണ്ട്സിന്റെ ഉദ്ദേശം ഇതാണ്. നമുക്ക് നമ്മുടെ ബിസിനസിന്റെ എല്ലാ എക്സ്പെൻസുകളും എല്ലാ വരവുകളും ഒക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് നമ്മുടെ കമ്പനി നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്നറിയണം. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, അല്ലെ? നമ്മുടെ കമ്പനി നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്ന് കൃത്യമായിട്ട് നമുക്കറിയണം. അതിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ട്സ് ഉപയോഗിക്കുന്നത്. അക്കൗണ്ട്സ് അതിനാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ അക്കാഡമിക് തലങ്ങളിൽ ഒരുപാട് ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഡെഫിനിഷൻസ് ആണ് പലപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആ ഒരു ഡെഫിനിഷനാണ് അക്കൗണ്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത്, അല്ലെ? എല്ലാവരും മനസ്സിലകത്തുള്ള അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവമാണ് എന്നുള്ളതാണ് മനസ്സിനകത്തുള്ളത്. പക്ഷെ ഇതിനെ നമുക്കൊന്ന് പൊളിച്ചെഴുതാം. ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കിയിട്ട് എഴുതാം. അപ്പൊ അക്കൗണ്ടിങ് ഈസ്, ഇവിടെ സ്ക്രീനിൽ നോക്കുന്ന അതേപോലത്തെ സംഭവം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻറ്റ്സ് which are at least of financial character and interpreting the result thereof. ഇത് അനങ്ങി പറയും, എല്ലാവരും പറയും, ഇതെല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിനൊന്ന് പൊളിച്ചെഴുതണം. ഇതിന്റെ പൊളിച്ചെഴുത്താണ് നമ്മൾ ഈ ഒരു സെഷനിൽ മൊത്തത്തിൽ പഠിക്കാൻ വേണ്ടി. അതായത് ഈ ഒരു പേജിൽ കാണുന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട്. ഇവിടുന്ന് തുടങ്ങാം. അക്കൗണ്ട് ഈസ് എൻ ആർട്ട്. ആദ്യത്തെ ലൈനിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട്, അല്ലെ? ഇതെന്താ? അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട്. എങ്ങനെ പറഞ്ഞാല് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു കലയാണ്. അതോടുകൂടി തന്നെ അക്കൗണ്ടിങ് ഈസ് എ സയൻസ്. രണ്ടുമാണ്. അക്കൗണ്ടിങ് എന്താണ്? സയൻസും കൂടിയാണ്. അപ്പൊ എന്താണ് ആർട്ട്, എന്താണ് സയൻസ്? നമുക്കറിയാം, ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്പെഷ്യലൈസ്ഡ് സ്കില്ലും വേണം, നോളജും വേണം. ആർട്ട് എന്ന് പറയുമ്പോൾ അതിന് സ്പെഷ്യൽ സ്കില്ലും വേണം, നോളജും വേണം. സയൻസ് ആവുമ്പോഴെന്താ അതിന്റെ പ്രത്യേകത? എന്താ? ബാക്ക്ഡ് ബൈ എവിഡൻസ് വേണം. അതിനൊരു അല്ലെ, ഒരു എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് സയൻസ് എപ്പോഴും പറയാം. അതിന് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, അതിനൊരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, ഇല്ലേ? ഏതെങ്കിലും ഒരു ബോഡിയുടെ കീഴിലായിരിക്കും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇസ് എൻ ആർട്ട് ആൻഡ് സയൻസ്. ആർട്ടും ആണ് സയൻസും ആണ്. അതിൽ സ്പെഷ്യലൈസ്ഡ് സ്കില്ലും നോളജും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ അക്കൗണ്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അതിനെ അക്കൗണ്ടിങ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ സയൻസ് എന്ന് പറയുമ്പോൾ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സംഭവം അങ്ങനെ കുറെ ഡെബിറ്റും കുറെ ക്രെഡിറ്റും കുറെ കാര്യങ്ങൾ അങ്ങ് എഴുതി പോകുന്ന ഒരു രീതിയും അല്ല. അതിന് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യണം, ലെഡ്ജറുകൾ ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത്, ട്രയൽ ബാലൻസ് ഇങ്ങനെ രീതിയിൽ ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ട് ഇങ്ങനെ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇങ്ങനെ ചെയ്യണം, ഫണ്ട് ഫോളിയോ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ചെയ്യണം, ക്യാഷ് ഫോളിയോ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ചെയ്യണം, റേഷ്യോ അനാലിസിസ് ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഈ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത് പ്രോപ്പർ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെയുള്ള റിസൾട്ട് ആയിരിക്കില്ല ഇത് കിട്ടുക. അതായത് സയൻസ് ഈസ് ആൻ അക്കൗണ്ട്സ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തണമെങ്കിൽ ഈ രീതിയിൽ ചെയ്യണം. ഇങ്ങനെ ചെയ്താലേ ഒരു കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പൊ പല ആളുകൾ പേഴ്സണലി ചോദിക്കുന്ന ചോദ്യങ്ങൾ, സാറേ സാലറി കുറവാ, മിക്കവാറും അക്കൗണ്ട്സ് മേഖലയിലുള്ള ആളുകൾ സാലറി കുറവാ, എങ്ങനെ പഠിച്ചാലും സാറേ ഒരു 12 മുതൽ 20 ഉറുപ്പിക വരെ കിട്ടും, അല്ലെ? ഇങ്ങനെ പറയുന്ന കുറച്ച് ആളുകളുണ്ട്. അവ ഒരു ക്വാളിറ്റി ഉള്ള ഒരു അക്കൗണ്ടന്റ് ആയിട്ട് മാറണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്കിൽ സെറ്റുകൾ ആവശ്യമുണ്ട്. അത് നമ്മൾ പോകുന്ന വഴിക്ക് എൻ്റെ സെഷനിൽ നമ്മൾ പഠിക്കും. 6 മാസം ഏതെങ്കിലും ഒരു ഒരു വർഷത്തിനടുത്ത് നമ്മൾ 6 മാസത്തിന് നമ്മൾ ഓടുന്നുണ്ടല്ലോ, ഇതിനകത്ത് നമുക്ക് സ്കില്ലുകളൊക്കെ പഠിക്കും. അക്കൗണ്ട്സിൽ ആദ്യം വേണ്ട സ്കില്ല് ബേസിക് ആയിട്ടുള്ള എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്കിൽ ആവശ്യമാണ്. രണ്ടാമത് ടാക്സേഷൻ ലോസിനെ കുറിച്ച് കൃത്യമായിട്ട് നോളജ് ഉണ്ടായിരിക്കണം. ടാക്സേഷൻ ലോസ്, GST, ഇൻകം ടാക്സ്, TDS, TCS. നിങ്ങൾ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ്, വാറ്റ്, പിന്നെ ആന്റി മണി ലോണ്ടറിങ് ആക്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ലോസ് ആൻഡ് റെഗുലേഷൻസ്. ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളാണ്. ഈ നിയമങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് ഡോക്യുമെന്റ് പ്രിപ്പറേഷനിൽ നല്ല നോളജ് ഉണ്ടാവണം. ആദ്യത്തെ അക്കൗണ്ട്സിനെ കുറിച്ച് നല്ല തറവായിട്ടുള്ള നോളജ്, രണ്ടാമത് ടാക്സ് സിസ്റ്റങ്ങളെ കുറിച്ചുള്ള തറവായിട്ടുള്ള നോളജ്, മൂന്നാമത് ഡോക്യുമെന്റ് പ്രിപ്പറേഷനെ കുറിച്ച്. എന്താ ഡോക്യുമെന്റുകൾ? ഒരു ബിസിനസ്സിനകത്ത് എന്തൊക്കെയാ ഡോക്യുമെന്റുകൾ ഉള്ളത്? പർച്ചേസ് ബില്ലുകൾ ഉണ്ട്, സെയിൽസ് ബില്ലുകൾ ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, റെസീപ്റ്റ്സ് ഉണ്ട്, ജേണൽ ഉണ്ട്, കോൺട്രാ ഉണ്ട്, പിന്നെ റിജക്ഷൻ ഇൻ ഉണ്ട്, റിജക്ഷൻ ഔട്ട് ഉണ്ട്, ഡെലിവറി നോട്ട് ഉണ്ട്, പർച്ചേസ് ഓർഡർ ഉണ്ട്, സെയിൽസ് ഓർഡർ ഉണ്ട്. ഇങ്ങനെ ഇഷ്ടം പോലെ മെമ്മറോണ്ടം വൗച്ചർ തുടങ്ങി ഇഷ്ടം പോലെ ഡോക്യുമെന്റ്സുകൾ ഉണ്ട്. ഇത് കൂടാതെ ഗവൺമെന്റിന് കോംപ്ലൈൻസ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് വേ ബില്ലുകൾ, ഇൻവോയ്സിങ്ങൾ, ഇതൊക്കെ ഇപ്പൊ ഗൾഫിലൊക്കെ സെക്കൻഡ് ഫേസിലായിക്കൊണ്ടിരിക്കുക ഈ ഇൻവോയ്സിങ്ങിന്റെ ഒക്കെ കാര്യങ്ങൾ, ദുബായിലൊക്കെ. അപ്പൊ ഇത്തരം മേഖലകളിൽ നല്ല നോളജ് ഉണ്ടെങ്കിലേ നിങ്ങൾ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആയിട്ട് മാറാൻ പറ്റും. ഇതോടുകൂടെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പ്രവൃത്തികൾ സത്യസന്ധമായിരിക്കണം, നിങ്ങളുടെ വാക്കുകൾ ക്ലിയർ ആയിരിക്കണം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഇത്രയും നോളജുകൾ ഉണ്ടെങ്കിലേ, ഇത്രയും സ്കിൽ സെറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആയിട്ട് മാറാൻ വേണ്ടി പറ്റുള്ളൂ. ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഏതെങ്കിലും സ്ഥാപനത്തിന്റെ ബില്ലിംഗ് സെഷനിൽ പോയിട്ട് നിങ്ങളിരിക്കും, നിങ്ങളൊരു അക്കൗണ്ടന്റ് ആയിട്ട് പേരും എന്ന് വിളിക്കും. ബില്ലിംഗ് സെഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അക്കൗണ്ടിങ് ജോലിയല്ല. അതെന്താണ്? ഒരു ഡാറ്റ എൻട്രി വർക്ക് ജോലി മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ഡാറ്റ എൻട്രിക്കൊക്കെ മാക്സിമം പോയാൽ 10ഉം 15ഉം ഒക്കെ തന്നെ കിട്ടുള്ളൂ. സെയിൽസ് ബില്ല് അടിക്കുക, പർച്ചേസ് ബില്ല് അടിക്കുക, ഇതൊക്കെ എന്തല്ല ഒരു അക്കൗണ്ടിങ് ജോലിയായിട്ട് ചെയ്യാനുള്ള. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും സാലറി കിട്ടുള്ളൂ. നിങ്ങൾ നല്ല രീതിയിൽ ഒരു അക്കൗണ്ടിങ് മേഖലയിലേക്ക് ഈ രീതിയിലൊരു നല്ല നോളജ് ഒക്കെ ബിൽഡ് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട്സിലേക്ക് അപേക്ഷിച്ച് നോക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ പാക്കേജ് തന്നെ ഡിഫറെന്റ് ആയിട്ട് വരും. സാലറിയുടെ പാക്കേജിൽ തന്നെ ഡിഫറെന്റ് ആയിട്ട് വരും. ക്ലിയർ ആയില്ലേ? ഇത്രയും സ്കിൽ സെറ്റുകൾ നമ്മൾ ഈ ഒരു അവസാനം വരെ പോകും. ഇതിനിടയിൽ നമ്മൾ ഇന്റർവ്യൂ ടെക്നിക്സുകൾ, എങ്ങനെയൊക്കെയാണ് ആളുകളെ ഫേസ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വരേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കുക, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് കവർ ചെയ്ത് പോകും. അപ്പൊ തുടങ്ങാം. അപ്പൊ അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട്. ആർട്ട് എന്ന് പറഞ്ഞു, സ്പെഷ്യലൈസ്ഡ് സ്കില്ലും നോളജും ഉണ്ടായിരിക്കണം.
സ്പെഷ്യലൈസ്ഡ് സ്കില്ലും നോളജും ഉണ്ടായിരിക്കണം. ഇതുണ്ടെങ്കിലേ അക്കൗണ്ടിങ് ആയിട്ട് മാറത്തുള്ളൂ. അപ്പൊ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്. എന്താണ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോളൂ. എന്താ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കി കാണേണ്ടത്? ഇപ്പം ഒരു ചെറിയൊരു ബിസിനസിന്റെ കാര്യങ്ങൾ എടുത്തോളൂ. ഞാനൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. എക്സാമ്പിൾ വെച്ചിട്ട് പോകാം. ഞാനൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. എന്റെ സ്ഥാപനത്തിൽ ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, പർച്ചേസ് നടക്കുന്നുണ്ട്, സെയിൽസ് നടക്കുന്നുണ്ട്, എക്സ്പെൻസുകൾ ഉണ്ട്, ഇൻകംസ് ഉണ്ട്, ഇല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഇതാണ് അക്കൗണ്ട്സിന്റെ ഒന്നാമത്തെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ട്സിൽ ഒന്നാമത്തെ ടേം അക്കൗണ്ട്സ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. റെക്കോർഡ് ചെയ്തു വെക്കണം. കൃത്യമായിട്ടും എന്ത് നടന്നു കഴിഞ്ഞാലും, പണപരമായിട്ട് നടക്കുന്ന എന്ത് ഈവന്റുകളും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടും റെക്കോർഡ് ചെയ്ത് വെക്കണം. കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇനി എന്റെ സ്ഥാപനത്തിൽ, എന്റെ സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ഒക്കെ നടന്നു. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും റെക്കോർഡ് ചെയ്തു എന്ന് വിചാരിക്കും. ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഈ റെക്കോർഡ് ചെയ്തത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഹലോ, ഉണ്ടോ? ഇല്ല. പിന്നെന്ത് ചെയ്യണം? ഇപ്പൊ മുതലാളി വന്ന് ചോദിക്കുകയാണ്, ഞാൻ എന്റെ സ്റ്റാഫിനോട് വന്ന് ചോദിക്കുകയാണ്, ഇന്ന് എത്ര രൂപയുടെ സെയിൽസ് നടന്നു? എന്ത് ചെയ്യും? അവരെങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്? പർച്ചേസ്, സെയിൽസ്. ഒരു വൈറ്റ് പേപ്പറിൽ കുറെ സെയിൽ ചെയ്തിട്ടുണ്ട്, കുറെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട്, ഇൻകം ചെയ്തിട്ടുണ്ട്, എല്ലാം ഇങ്ങനെ നിരക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവനോട് ചോദിക്കുകയാണ്, ഇന്ന് എത്ര രൂപയുടെ കച്ചവടം നടന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവൻ എന്താ ചെയ്യാം? ഈ വലിയ പേപ്പറിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഓരോന്ന് എന്ത് ചെയ്യണം? എടുത്തെഴുതണം. അങ്ങനെ എടുത്തെഴുതി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആ സമയത്ത് ആ പെട്ടെന്ന് റിസൾട്ട് കിട്ടിക്കോളം നിർബന്ധമുണ്ടോ? ഞാൻ അവനോട് ചോദിക്കുകയാണ്, ഇന്ന് എത്ര പർച്ചേസ് ഉണ്ട്, ഇന്ന് എത്ര എക്സ്പെൻസുകൾ കൊടുത്തു, ഇന്ന് എത്ര ഇൻകംസ് ഉണ്ട്, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവന് വീണ്ടും എന്ത് ചെയ്യും? തപ്പിക്കൊഴയാൻ തുടങ്ങും. അതുകൊണ്ട് എഴുതി വെച്ചതുകൊണ്ട് കാര്യം ഇല്ല. എഴുതി വെക്കുന്നത് എങ്ങനെയായിരിക്കണം? കൃത്യമായിട്ടും ഓരോന്നും ഓരോ ഹെഡുകളായിട്ട് തന്നെ എഴുതി വെക്കണം. ഓരോന്നും ഓരോ ഹെഡുകളായിട്ട് തന്നെ എഴുതി വെക്കണം. പർച്ചേസ് വേറെ എഴുതണം, സെയിൽസ് വേറെ എഴുതണം, എക്സ്പെൻസ് വേറെ എഴുതണം, സെയിൽസ് റിട്ടേൺ വേറെ എഴുതണം, പർച്ചേസ് റിട്ടേൺ വേറെ എഴുതണം. എല്ലാം വേറെ വേറെ എഴുതി കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? അതിനെയാണ് നമ്മൾ അക്കൗണ്ട്സിലെ രണ്ടാമത്തെ ഫംഗ്ഷൻ പറയുന്നത് ക്ലാസിഫൈയിങ്. ഒന്നാമത്തെ ഫംഗ്ഷൻ റെക്കോർഡിംഗ് ആണ്, കൃത്യമായിട്ട് എഴുതി വെക്കണം. രണ്ടാമത്തത് ക്ലാസിഫൈയിങ് ആണ്, തരംതിരിച്ച് എഴുതണം. ഇനി തരംതിരിച്ച് എഴുതിയത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? തരംതിരിച്ച് എഴുതിയത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? തരംതിരിച്ച് എഴുതിയത് മാത്രം കാര്യമുണ്ടോ? എനിക്ക് ഇതിന്റെ ഒക്കെ എത്ര സെയിൽസ് നടന്നു എന്ന് കിട്ടണം. ഇത് തരംതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഒരു 10ഓ 60ഓ ലെഡ്ജറുകൾ ഉണ്ടാവും. തരംതിരിച്ച് എഴുതിയിട്ടുള്ള വേറെ അക്കൗണ്ട് ഉണ്ടാവും. സെയിൽസ് വേറെ എഴുതിയിട്ടുണ്ടാവും, പർച്ചേസ്, എക്സ്പെൻസ് എല്ലാം, അഡ്വർടൈസ്മെന്റ് എല്ലാം വേറെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ ഒരു 10-15 പേജ് ഉണ്ട് എന്ന് വിചാരിക്കും. ഇങ്ങനെ കുറെ പേജ് കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ വെച്ചേക്ക്, ഇപ്പൊ നോക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പോകും. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനൊന്ന് ചുരുക്കി എഴുതി വെക്കണം, സമ്മറൈസ് ചെയ്ത് വെക്കണം. അതായത് ഈ 25-30 പേജുള്ള സംഭവത്തിനെ ഒറ്റ പേജിലേക്ക് ഒതുക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. അതിനെയാണ് നമ്മൾ സമ്മറൈസിങ് എന്ന് പറയുന്നത്. ആദ്യം റെക്കോർഡ് ചെയ്തു, പിന്നെ അതിന്റെ അക്കൗണ്ട്സിന്റെ സ്വഭാവം അനുസരിച്ച് അതിനെ തരംതിരിച്ചെഴുതി, പിന്നീട് അതിനെ എല്ലാം ഒരൊറ്റ പേപ്പറിലേക്ക് മാറ്റി സമ്മറൈസ് ചെയ്ത് വെച്ചു. അങ്ങനെ നമുക്ക് സെയിൽസ് എത്രയെന്ന് കിട്ടി, പർച്ചേസ് എത്രയെന്ന് കിട്ടി, എല്ലാ എക്സ്പെൻസുകളും കിട്ടി, എല്ലാ ഇൻകംസും കിട്ടി. ഇതും വെച്ച് നോക്കിയിരുന്ന വല്ല കാര്യമുണ്ടോ? ഹലോ, ഉണ്ടോ? ഇല്ലല്ലോ. ഇത് വെച്ച് നോക്കിയിരുന്ന കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ തല കൊടുത്തിട്ട് ആലോചിക്കണം, അനലൈസ് ചെയ്യണം, ഇന്റർപ്രറ്റ് ചെയ്യണം, അനലൈസ് ചെയ്യണം. എങ്ങനെ അനലൈസ് ചെയ്യാം? ഈ സംഭവം എങ്ങനെയാ മുമ്പോട്ടേക്ക് പോകുന്നുണ്ടോ? അല്ലെ, കഴിഞ്ഞ മാസം ഇത്രയായിരുന്നു പർച്ചേസ്, ഈ മാസം ഇങ്ങനെ തന്നെയാണോ? കഴിഞ്ഞ മാസം ഒരു 20 ലക്ഷം രൂപേന്റെ സെയിൽസ് ഉണ്ടായിരുന്നല്ലോ, ഈ മാസം 25 ആയിട്ടുണ്ട്. അതിന് മുമ്പത്തെ വർഷം 15 ലക്ഷം രൂപയാണ് സെയിൽ. ഇതിങ്ങനെ കയറി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ഇതിനെ നമ്മൾ അനലൈസ് ചെയ്യണം തലയെടുത്തിട്ട്. ഇതിനെയാണ് നമ്മൾ അനലൈസിങ് എന്ന് പറയാം. എന്നിട്ട് നമ്മളൊരു ഇന്റർപ്രിട്ടേഷനിൽ എത്തും. സംഭവം ലാഭത്തിലാണ്, അല്ലെങ്കിൽ സംഭവം നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ ഒരു ഇന്റർപ്രിട്ടേഷനിൽ നമ്മൾ എത്തും. ക്ലിയർ ആയില്ലേ? റെക്കോർഡിങ്, ക്ലാസിഫൈയിങ്,
സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ്. എന്നിട്ട് നമുക്ക് കൃത്യമായ ഒരു ധാരണ കിട്ടി, ബിസിനസ് നഷ്ടത്തിലാണ് അല്ലെങ്കിൽ ബിസിനസ് ലാഭത്തിലാണ് എന്ന് പറഞ്ഞു. ഇതെന്ത് ചെയ്യണം? ബിസിനസ്സിലെ നമ്മളെ ഈ പണി ഏൽപ്പിച്ച ആളോട് നമ്മൾ സംസാരിക്കണം. വെറുതെ സംസാരിച്ച പോരാ, ഡാറ്റ വെച്ച് സംസാരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പം റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്. ഇതിനൊക്കെ അക്കൗണ്ട്സിൽ ഒരുപാട് ടൂളുകൾ ഉണ്ട്. ഈ ടൂളുകളെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ഈ 6 മാസം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട്സിൽ ഒരു ടൂളാണ് ജേണൽ എന്ന് പറയുന്നത്. ജേണൽ. ഇത് ജേണൽ എങ്ങനെയാണ് എഴുതുക, ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറയും. ക്ലാസിഫൈയിങ്ങിന് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ക്ലാസിഫൈയിങ്ങിന് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. സമ്മറൈസിങ്ങിന് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രയൽ ബാലൻസ്. സമ്മറൈസിങ്ങിന് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രയൽ ബാലൻസ്. അനലൈസിങ്, ഇന്റർപ്രിട്ടേഷന് വേണ്ടിയിട്ട് അക്കൗണ്ട്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സമ്മറൈസിങ് ഒക്കെ കഴിഞ്ഞില്ല. സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രിറ്റിംഗ്. ഇനിയുള്ളത് ലാസ്റ്റ് ടൂളാണ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ബേസ് മാത്രം കേട്ടോ. അറിയാത്ത ആളുകൾ ടെൻഷൻ അടിക്കേണ്ട. ജേണൽ എന്താണ്, ലെഡ്ജർ എന്താണ്, ക്ലാസിഫൈ, ഇതൊക്കെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ സെഷനായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇത്രയും ടൂൾസുകൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് അക്കൗണ്ട്സിൽ മൊത്തം പറയുന്ന കാര്യങ്ങൾ. വേറെ ഒന്നുമില്ല. അക്കൗണ്ട്സിന്റെ മൊത്തത്തിൽ ഈ പറയുന്ന ഈ ഒരു ഡെഫിനിഷനകത്ത് പറയുന്ന കാര്യങ്ങൾ, AICPയുടെ ഒരു ഡെഫിനിഷനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇതാ. സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു ഡെഫിനിഷനകത്ത് പറയുന്നത് എന്താ? അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ. ഇതിനെന്ത് ചെയ്യണം? അനലൈസിങ്, ഇന്റർപ്രറ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു റിസൾട്ട് ആക്കി എടുക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇതാണ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞതിന്റെ കംപ്ലീറ്റ് ഉള്ളടക്കം. ഇതിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത്? റെക്കോർഡ് എങ്ങനെ ചെയ്യാന്ന് പഠിക്കും, തരംതിരിക്കൽ എങ്ങനെയാന്ന് പഠിക്കും, ഷോർട്ട് ആക്കിയിട്ട് എഴുതൽ എങ്ങനെയാന്ന് പഠിക്കും, ഇതിനെ എങ്ങനെ അനലൈസ് ചെയ്യണം, എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ പഠിക്കും. ഒരു സ്ഥാപനത്തിന്റെ ബിസിനസിന്റെ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ സ്ഥാപനം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് പറയാനും പ്രെഡിക്റ്റ് ചെയ്യാനും വേണ്ടി പറ്റണം. അതാണ് ഈ ഒരു കോഴ്സിന്റെ ആകെ തുക നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു ബിസിനസിന്റെ ഒരു 5 വർഷത്തെ ബാലൻസ് ഷീറ്റ് ആണ്. ഒരു ബാലൻസ് ഷീറ്റ് റീഡിങ് നമുക്ക് പഠിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റീഡ് ചെയ്യാൻ പഠിക്കണം. ഫണ്ട് ഫോളിയോ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണെന്ന് പഠിക്കണം. റേഷ്യോ അനാലിസിസ് എങ്ങനെയാണെന്ന് പഠിക്കണം. ഇതൊക്കെയാണ് നമ്മളൊരു മൊത്തത്തിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും ടൂളുകൾ മൊത്തത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് അക്കൗണ്ടിങ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പണ്ടത്തെ ആ ഒരു ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്. ഈ പറഞ്ഞ പ്രോസസ്സുകളാണ്. അത് നമ്മൾ അങ്ങനെ ഒരു ഒഴുക്കിന് വേണ്ടി പഠിച്ചു, അല്ലെങ്കിൽ ഒരു മാർക്കിന് വേണ്ടി നമ്മൾ പഠിച്ചു. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് കിട്ടിയിട്ടുണ്ടോ, നമ്മൾ ജയിച്ചിട്ടുണ്ടോ? ഇതേ സാധനം വെച്ചിട്ട് ബിസിനസ്സിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ട്. ഇവിടെയാണ് നിങ്ങൾക്ക് സാലറി കുറയുന്നത്, നിങ്ങൾക്കൊരു സ്കില്ലില്ലാണ്ടായി പോകുന്നത്, എല്ലാം ഈ ഒരു മേഖലയിലാണ്. അപ്പം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിനൊരു ബ്രിഡ്ജ് വെച്ചിട്ട് ഒരു പാലം വെച്ച് കൊടുക്കുകയാണ്. അക്കാഡമിക് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെയും പ്രാക്ടിക്കൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിന്റെ ഇടയിൽ ഒരു പാലം വെച്ച് കൊടുക്കുകയാണ്. ആ പാലത്തിലൂടെ കയറി വന്ന് നിങ്ങൾ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് പഠിക്കും. നിങ്ങൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം മുഴുവനും മിക്കവാറും നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിപ്പിക്കുന്ന ഒക്കെ സംഭവം മിക്കവാറും ഇപ്പോഴും എന്ത് തന്നെയാണ് പഠിപ്പിക്കുന്നത്? അക്കാഡമിക് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് തന്നെയാണ്. പ്രമുഖമായ പേര് കേട്ട എല്ലാ സ്ഥാപനങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നത് അല്ലെ? പ്രഭാരൻ സാറേ, അങ്ങനെ തന്നെയല്ലേ? നമ്മളെ മിക്കവാറും നമ്മളെ കഴിഞ്ഞ ബാച്ചിലൊക്കെ 60,000-70,000 ഒക്കെ കൊടുത്ത് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെയുടെ അവസ്ഥ എന്താ? അവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അക്കാഡമിക് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. ഈ അക്കാഡമിക് ഓഫ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങും പ്രാക്ടിക്കൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ചില സമയങ്ങളിൽ അവിഹിത ബന്ധം വരെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ബന്ധം തന്നെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടും പ്രാക്ടിക്കൽ സിസ്റ്റം പഠിക്കണം. അതിന് 3 ടൈപ്സ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഒന്നാമത്തത് മാനുഫാക്ചറിങ് ബിസിനസ്, രണ്ടാമത്തത് ട്രേഡിംഗ് ബിസിനസ്, മൂന്നാമത്തത് സർവീസ് ബിസിനസ്. ഈ 3 ബിസിനസ്സുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് പ്രാക്ടിക്കൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് പിന്നെയുള്ള കാരണം എന്താ? ലോകത്ത് ഈ 3 തരത്തിലുള്ള ബിസിനസ്സുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ബിസിനസ്സുകളൊന്നും ഇല്ല. അപ്പൊ ഒന്നാമത്തെ ബിസിനസ് പറയാം, മാനുഫാക്ചറിങ് ബിസിനസ്. നമ്മൾ അക്കൗണ്ട്സ് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ ബിസിനസ് മാനുഫാക്ചറിങ് ബിസിനസ് ആണ്. എന്താണ് മാനുഫാക്ചറിങ് ബിസിനസ്?
മാനുഫാക്ചറിങ് ബിസിനസ് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം. എന്താ മാനുഫാക്ചറിങ് ബിസിനസ്? പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെയാണ് നമ്മൾ മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് പറയാം. പ്രൊഡക്ഷൻ പ്രൊഡ്യൂസിങ് കമ്പനികൾ, മാനുഫാക്ചറിങ് കമ്പനികൾ. ചെരുപ്പ് ഉണ്ടാക്കാം, കമ്പ്യൂട്ടർ ഉണ്ടാക്കാം, സോപ്പ് ഉണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം. ഇതെല്ലാം മാനുഫാക്ചറിങ് കമ്പനിയാണ്. മാനുഫാക്ചറിങ് കമ്പനീസിന്റെ ഒരു ലിസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാമോ? ഏതൊക്കെ കമ്പനികൾ എന്നുള്ളത്, എന്തൊക്കെ മാനുഫാക്ചറിങ് കമ്പനികൾ ഉണ്ട് എന്നുള്ളത് ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാമോ? നിങ്ങളൊന്ന് എൻഗേജ് ആവാൻ വേണ്ടിയിട്ടാണ്. യൂട്യൂബിലുള്ള ആളുകളൊക്കെ യൂട്യൂബിനകത്ത് തന്നെ കമന്റ് ചെയ്താൽ മതി. എന്തൊക്കെയാ മാനുഫാക്ചറിങ് കമ്പനീസ്? ഓക്കെ, അപ്പോൾ പുതിയ ആളുകൾ പഴയ ആളുകൾക്ക് അറിയും അല്ലെ? നിലവിൽ നമ്മളെ നാട്ടിലുള്ള കമ്പനികൾ ഏതൊക്കെയാ അതറിയാം? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? നമ്മളെ നാട്ടിലുള്ള VKC ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. പിന്നെ VKC ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. മിൽമ പ്രൊഡ്യൂസിങ് കമ്പനിയാണ്. വി ഗാർഡ്, VKC, ഓക്കെ, ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. പ്ലൈവുഡ്, ബാഗ്, പീസ്, ഓക്കെ, റൈറ്റ്, കിറ്റെക്സ്, ഇതൊക്കെ എന്താണ്? മാനുഫാക്ചറിങ് കമ്പനികൾ. അപ്പൊ മാനുഫാക്ചറിങ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെയാണ് നമ്മൾ മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയാം. ഇവിടുത്തെ റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ഡിഫറെന്റ് രീതിയിലാണ് ചെയ്യുന്നത്. അവിടുത്തെ എക്സ്പെൻസുകളുടെ ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുടെ ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. അവിടെ ഒരുപാട് കോസ്റ്റുകൾ വരുന്നുണ്ട്, കോസ്റ്റ് ഓവർ ഹെഡ്സുകൾ വരുന്നുണ്ട്. കോസ്റ്റ് ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ ചെലവ് രീതികൾ വരുന്നുണ്ട്. ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. രണ്ടാമത്തെ ബിസിനസ് എന്ന് പറയുന്നത് പ്യൂർലി ട്രേഡിംഗ് ബിസിനസ് ആണ്. ട്രേഡിംഗ് ബിസിനസ് എന്താ? ട്രേഡിംഗ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് സാധനം എടുക്കുക, മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകുക. ട്രേഡിംഗ് ബിസിനസ് അല്ലേ? ഞാനൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നത്, ഹൈപ്പർ മാർക്കറ്റ് നടത്തുകയാണെങ്കിൽ ഇവിടെ ഒക്കെ നടക്കുന്ന ബിസിനസ് എന്താണ്? ട്രേഡിംഗ് ബിസിനസ്സാണ്. മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, ഒന്നെങ്കിൽ റീറ്റെയിലേഴ്സിന് വിൽക്കുന്നു, അതല്ലെങ്കിൽ അവരെക്കാൾ താഴെയുള്ള ഒരു റീറ്റെയിലർ സബായിട്ട് എടുക്കുന്ന അവർക്കൊക്കെ കൊടുക്കുന്നു, ഇല്ലെങ്കിൽ നോർമൽ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ട്രേഡിംഗ് ബിസിനസ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ട്രേഡിംഗ് ബിസിനസ് എന്തൊക്കെയാ? ഒന്ന് ചാറ്റ് ചെയ്ത്, ഒന്ന് ടൈപ്പ് ചെയ്ത്, എന്തൊക്കെ ട്രേഡിംഗ് ബിസിനസ്സുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്? എന്തൊക്കെ ട്രേഡിംഗ് ബിസിനസ്സുകളാണ് നമ്മുടെ നാട്ടിനകത്തുള്ളത്? ഓക്കെ, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, അങ്ങനെ ട്രേഡിംഗ് ബിസിനസ്സിലുള്ള ബിസിനസ്സുകൾ ഏതെങ്കിലും ഒന്ന് പേര് മെൻഷൻ ചെയ്യാൻ പറ്റുമോ? പേര് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഓക്കെ, ലുലു, പിന്നെ വെരി ഗുഡ്, പിന്നെന്താ ഉള്ളത്? നെസ്റ്റോ, വെരി ഗുഡ്. സഫാസ് ട്രേഡേഴ്സ്, നെസ്റ്റോ, ഓക്കെ, ഒരുപാടാണ്. അവരുടെ ബിസിനസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ട്രേഡിംഗ് ബിസിനസ് എന്താന്ന് മനസ്സിലായില്ലേ? ഒരു സ്ഥലത്ത് നിന്ന് സാധനം വാങ്ങുന്നു, മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വിൽക്കുന്നു. ഇതിനെയാണ് നമ്മൾ ട്രേഡിംഗ് ബിസിനസ് എന്ന് പറയാം. മൂന്നാമത്തെ ബിസിനസ് സർവീസ് ബിസിനസ് ആണ്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട്സിന്റെ റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ്, അവിടെ ഉപയോഗിക്കുന്ന ഡോക്യുമെന്റുകൾ, അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തത് സർവീസ് ആണ്. പ്രൊഡക്റ്റുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ബിസിനസ്സുകളെയാണ് നമ്മൾ സർവീസ് ബിസിനസ് എന്ന് പറയാം. എന്തൊക്കെയുണ്ട്? അക്ഷയ സെന്ററുകൾ ഉണ്ട്, ബാങ്കിങ് സംഭവമുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, ഇല്ല, ഇങ്ങനെയുള്ള ഒരുപാട് സെന്ററുകൾ. അവിടെ സർവീസുകൾ മാത്രമാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ ട്രീറ്റ്മെന്റും ഡിഫറെന്റ് ആണ്. സർവീസിന് എങ്ങനെയൊക്കെ ചെയ്യുന്നത്? ക്ലാസിഫൈങ് വേറെ, സമ്മറൈസിങ് വേറെ, അനലൈസിങ് വേറെ, ഇന്റർപ്രറ്റിംഗ് വേറെ, ഒക്കെ വേറെ. അപ്പൊ ഈ ഒരു 3 അക്കൗണ്ട്സുകളും പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള ഏത് രാജ്യത്തുള്ള അക്കൗണ്ട്സുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൃത്തിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ നാട്ടിൽ ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ബിസിനസ്, ഞാൻ GST പഠിപ്പിക്കുമ്പോഴും UAE VAT പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്നാ തുടങ്ങാം. ഇത് എന്തിനാ ഇവിടെ നിന്ന് തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ തുടങ്ങിയാലേ അതിനൊരു ബേസ് കിട്ടത്തുള്ളൂ. അങ്ങനെ തുടങ്ങിയാലേ ഒരു ബേസ്. ഇനി നിങ്ങളുടെ നാട്ടിൽ ഒന്നെങ്കിൽ മാനുഫാക്ചറിങ് ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രേഡിംഗ് ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ സർവീസ് ബിസിനസ് ആയിരിക്കും. ഇതല്ലാത്ത ഒരു ബിസിനസ് നിങ്ങളുടെ നാട്ടിൽ ഉണ്ടോ നോക്കൂ. ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളായിരിക്കാം, രണ്ടാമത് ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്റ്റ് റീസെയിൽ ചെയ്യുന്ന ആളുകളായിരിക്കാം, മൂന്നാമത്തത് ഒരു സർവീസ് ആയിരിക്കാം. ഇന്ന് ഇതൊക്കെ വലുതായി ഒരു ആധുനികവൽക്കരിച്ചിട്ട് ഒരു ഇലക്ട്രോണിക് കൊമേഴ്സ് രീതിയിലേക്ക്, ഇ കൊമേഴ്സ് രീതിയിലേക്ക് വന്നിട്ടുണ്ടാകും. എന്നാലും സംഭവം ഇത് തന്നെയാണ്. ശരിയല്ലേ?
ഹലോ, ഇന്നൊക്കെ ഇ കോമേഴ്സിലേക്ക് പോയിട്ടുണ്ടോ? പക്ഷെ ഇത് തന്നെ ആയിരിക്കും. ഇനി ചില ബിസിനസ്സുകൾ ഇതെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്യും. എങ്ങനെ? മാനുഫാക്ചറിങ് അവരെന്നെ ചെയ്യും, അവരെന്നെ കച്ചവടം നടത്തും ചെയ്യും, അവരെന്നെ ചിലപ്പോൾ ഇത് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അവരെന്നെ ശരിയാക്കി കൊടുക്കും. ആഫ്റ്റർ സെയിൽ സർവീസ് എല്ലാം ഇവർ തന്നെ കൊടുക്കും. ഇതിനാണ് ഈ ബ്ലെൻഡിങ് മോഡ്. ഈ മൂന്നും അവർ ചെയ്യും. ഇങ്ങനെയും ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ ട്രേഡിംഗ്, അല്ലെങ്കിൽ സർവീസ്, അല്ലെങ്കിൽ ഇത് മൂന്നും കൂടി എന്ത് ചെയ്യും? കണക്ട് ചെയ്ത് കൊടുക്കും. ഇത് മൂന്നും കൂടി ചെയ്യുന്ന ബിസിനസ്സുകൾ ആർക്കെങ്കിലും പരിചയമുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത്. ഇത് മൂന്നും കൂടി ചെയ്യുന്ന ബിസിനസ്സുകൾ ആർക്കെങ്കിലും അറിയോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇഷ്ടംപോലെ ഉണ്ടല്ലേ? അജ്മി, വി ഗോട്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ ഈ മൂന്ന് ബിസിനസ്സുകളുടെയും അക്കൗണ്ട്സ് നമുക്ക് കൃത്യമായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് എന്തായി? പെർഫെക്റ്റ് ആയിട്ട് മാറി എന്നർത്ഥം. ക്ലിയർ ആയില്ലേ? ഇനി ഒരു മാനുഫാക്ചറിങ് ബിസിനസ്സിൽ ശ്രദ്ധിക്കണേ. ഒരു മാനുഫാക്ചറിങ് ബിസിനസ്, എനിക്കൊരു മാനുഫാക്ചറിങ് ബിസിനസ് ഉണ്ട് എന്ന് വിചാരിക്കും. ഉദാഹരണം, ഞാനൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. കമ്പ്യൂട്ടറിന്റെ ഒരു മാനുഫാക്ചർ ആണെന്ന് വിചാരിച്ചോളൂ. ഞാൻ ഒരു ഭാഗത്ത് നിന്ന് മൗസ് കുറെ വാങ്ങി, മറ്റൊരു സ്ഥലത്ത് നിന്ന് ഡിസ്പ്ലേ കുറെ വാങ്ങി, മറ്റൊരു സ്ഥലത്ത് നിന്ന് ക്യാമറ വാങ്ങി, കുറച്ചിടത്ത് സ്പീക്കർ വാങ്ങി. ഇതെല്ലാം വെച്ചിട്ട് ഞാനൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും. എന്റെ ചെലവുകൾ എങ്ങനെയാണ് കാണുക? ആർക്കെങ്കിലും ഒന്ന് പറയാം, എനിക്ക് എത്ര ചെലവുണ്ടെന്ന് എങ്ങനെ കാണാൻ വേണ്ടി പറ്റും? എനിക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് എത്ര ചെലവുണ്ട് എന്ന് എങ്ങനെ കാണാൻ വേണ്ടി പറ്റും? ഞാൻ എന്തൊക്കെ വാങ്ങി? മൗസ് പുറത്തുനിന്ന് വാങ്ങുന്നു, കീബോർഡ് പുറത്തുനിന്ന് വാങ്ങുന്നു, എല്ലാ സംഭവം പുറത്തുനിന്ന് വാങ്ങുന്നു. എന്നിട്ട് 2-3 ആളെ ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ മൊത്തം എക്സ്പെൻസുകൾ എങ്ങനെ കാണാം? നാടൻ ഭാഷയിൽ അക്കൗണ്ട്സ് ഒക്കെ അവിടെ വിട്ടോളി, എങ്ങനെ കാണാം? അത് എല്ലാം കണക്കൂട്ടെടുക്കുക. അതായത് ഫ്ലൈറ്റ് ചാർജ് ഉണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും, എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാം കൂടി കേട്ടിട്ട്, അതായത് നമ്മുടെ റോ മെറ്റീരിയലിന്റെ ചാർജസ് മൊത്തം കൂട്ടും. ഈ പറഞ്ഞ എന്തൊക്കെ വേണം, കീബോർഡ്, മൗസ് എല്ലാം കൂട്ടും. അതിന് കൂടെ എന്ത് ചെയ്യും? അതിന് കൂടെ നമുക്ക് ആവശ്യമുള്ള സർവീസ് ചാർജ് കൂട്ടണം, ലേബേഴ്സിന്റെ അഡീഷണൽ ചാർജസുകളൊക്കെ കൂട്ടണം അല്ലെ? അങ്ങനെയാണ് എന്ത് ചെയ്യാം ആ സംഭവം ഉണ്ടാവുക. സർവീസിൽ എന്തൊക്കെയാ കൂട്ടണ്ടേ? ഇപ്പൊ ഞാനൊരു സർവീസ് മേഖലയിലാണ്. സർവീസിൽ എന്തൊക്കെയുണ്ടാവും? സർവീസിൽ എന്തൊക്കെയുണ്ടാവും? ട്രാൻസ്പോർട്ടേഷൻ. സർവീസിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും, ലേബർ ചാർജ്, പിന്നെ ലേബർ ചാർജ് ഉണ്ടാവോ? ഇവിടെ കൂലി എന്തെങ്കിലും? ആക്സസറീസ് ഉണ്ടോ? പിന്നെ സർവീസിൽ എന്തൊക്കെ ഉണ്ടാവും മനുഷ്യന്മാരെ? ഒന്ന് പറയേ, സർവീസിൽ എന്തൊക്കെ ഉണ്ടാവുക? സർവീസ്, ഓയിൽ സർവീസ്, ഓയിൽ സർവീസ് ഒക്കെ ഉണ്ടോ? പിന്നെ ഇനി പറയാം, ട്രേഡിംഗിൽ എന്തൊക്കെ ഉണ്ടാവുക? മനസ്സിലായില്ലേ? 3 വേറെ വേറെ സംഭവങ്ങളാണെന്ന് മനസ്സിലായില്ലേ? അതിന് വേണ്ടി ചോദ്യം ചോദിച്ചെന്നുള്ളൂ, പോകുന്നവർക്ക് പഠിക്കാം. സർവീസിലുള്ളതല്ല മാനുഫാക്ചറിംഗിലുള്ളത്, മാനുഫാക്ചറിംഗിലുള്ളതല്ല ട്രേഡിംഗിലുള്ളത്. അങ്ങനെ ഒരു ബോധ്യം വന്നോ? ഹലോ, അങ്ങനെ ഒരു ബോധ്യം? ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളെ. ഇനി നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്നത് എപ്പോഴും നന്നായി ശ്രദ്ധിക്കണേ. അക്കൗണ്ട്സ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്നിട്ടാണ് നമ്മൾ അക്കൗണ്ട്സ് ചെയ്യാം. ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം? അക്കൗണ്ട്സ് ചെയ്തു പോവാം. കമ്പനിയുടെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം അക്കൗണ്ട്സ് അല്ല നമ്മൾ ചെയ്യാം. ചെയ്യുന്നത് കമ്പനിയുടെ അക്കൗണ്ട്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കമ്പനിയുടെ അക്കൗണ്ട്സ്. എന്താ കമ്പനിയുടെ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്? നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം, കമ്പനിയുടെ ക്യാപിറ്റലും എല്ലാം നോക്കേണ്ടി വരും. ഹലോ, കമ്പനിയും കമ്പനി ഓണറും കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ അക്കൗണ്ട്സ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രേഡിംഗ് ആവട്ടെ, മാനുഫാക്ചറിങ് ആവട്ടെ, സർവീസ് ആവട്ടെ, ഇതെല്ലാം ഡിഫറെന്റ് ബിസിനസ്സുകളാവും. ഈ ബിസിനസ്സുകൾ ഡിഫറെന്റ് രീതിയിലായിരിക്കും ഫോം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇപ്പൊ ട്രേഡിംഗ് ബിസിനസ് വേണമെങ്കിൽ ഒരാൾക്ക് ഒറ്റക്ക് തുടങ്ങാം, 2 ആളുകൾ വെച്ച് പാർട്ട്ണർഷിപ്പായിട്ട് തുടങ്ങാം. ഇത് 2-3 ആളുകൾ വെച്ച് ഒരു കമ്പനി രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഒരു LLP ആയിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ട് തുടങ്ങാം. പല രീതിയിൽ നമുക്ക് ഫോം ചെയ്യാം. ഇതേ രീതിയിൽ
എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സർവീസ് മേഖലയും ഇങ്ങനെ ചെയ്യാം, മാനുഫാക്ചറിങ്ങിലും ഇങ്ങനെ ചെയ്യാം. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമെന്നില്ലല്ലോ, കമ്പനിയായിട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ സംഭവങ്ങൾ ചെയ്യാം. ഇതിന്റെ ഓരോന്നിന്റെയും അക്കൗണ്ട്സും ഡിഫറെന്റ് ആണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ അക്കൗണ്ട്സ് ഡിഫറെന്റ് ആണ്, കമ്പനിയുടെ അക്കൗണ്ട്സും ഡിഫറെന്റ് ആണ്. പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ലാബിലിറ്റി ആണ്, കയ്യിൽ നിന്ന് മൊത്തം പോകും. അപ്പൊ അതിന്റെ അക്കൗണ്ട്സ് ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. പേഴ്സണൽ അസറ്റുമായി കണക്ട് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് ഒക്കെ അതിനകത്ത് ചെയ്യേണ്ടതായിട്ട് വരും. പേഴ്സണൽ അസറ്റുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. എന്നാലോ ഒരു കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണെങ്കിലോ അത് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ആണ്. അത് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് കൂടുതൽ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് 3 തരത്തിലുള്ള ബിസിനസ്, ടൈപ്പ് ഓഫ് ബിസിനസ് 3 തരത്തിൽ പറഞ്ഞു. ട്രേഡിംഗ്, മാനുഫാക്ചറിങ്, സർവീസ്. ഇത് നമുക്ക് 3 രീതിയിൽ ഫോം ചെയ്യാം. ഒന്ന് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, രണ്ടാമത്തത് പാർട്ട്ണർഷിപ്പ്, മൂന്നാമത്തത് ജോയിന്റ് കമ്പനി. മീൻസ് കമ്പനികൾ. ഈ കമ്പനി തന്നെ നമുക്ക് ഡിഫറെന്റ് രീതിയിൽ ഫോം ചെയ്യാം. ഏതൊക്കെയാ കമ്പനികളുള്ളത്? പബ്ലിക് ലിമിറ്റഡ് കമ്പനി, ലിമിറ്റഡ് ലയബിലിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി, LLP, ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ്, ഇതൊക്കെ ഡിഫറെന്റ് രീതിയിൽ ഫോം. പബ്ലിക് ലിമിറ്റഡ്. ഒരു കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. 1956 കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഒരു ഉണ്ടാക്കിയ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോയി ലിസ്റ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് അവിടെ ചെയ്യുന്നതിനെയാണ് പറഞ്ഞത്. അപ്പൊ അത് ജോയിന്റ് കമ്പനികളായിട്ട് രജിസ്റ്റർ ചെയ്യാന്ന് പറയുമ്പോൾ ഒന്ന് LLP, പ്രൈവറ്റ് ലിമിറ്റഡ് PVT ലിമിറ്റഡ് ആണോ, പബ്ലിക് ലിമിറ്റഡ്, പിന്നെ എന്തൊക്കെയുള്ള വേറെ എന്തൊക്കെയുള്ള മനസ്സിലായില്ല? പാർട്ണർഷിപ്പോ? പാർട്ണർഷിപ്പ് വേറെ രീതിയിൽ. കമ്പനികൾ വേറെ എന്തൊക്കെയുള്ള? LLC എന്ന് കേട്ടിട്ടുണ്ടോ? LLC കേട്ടില്ല? പ്രൊഡ്യൂസിങ് കമ്പനി കേട്ടിട്ടില്ലേ? ഇതൊക്കെ കമ്പനികളാണ്. ഈ കമ്പനികളൊക്കെ ഡിഫറെന്റ് രീതിയിലാണ്. ഇനി നോക്കാം, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ് ഒരാള് ഒറ്റക്ക് നടത്തുന്നതിനെയാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയാം. ഇതിന്റെ ഏറ്റവും ഗുണവും ദോഷം എന്താണെന്നറിയാം? ഇതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അയാളുടെ തലയിലാണ്. ലാഭം വന്നാൽ അയാൾക്ക് മുഴുവനായിട്ട് എടുക്കാം, നഷ്ടം വന്നു കഴിഞ്ഞാൽ ആസ്തികളൊക്കെയും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകൾ ബിസിനസ് ചെയ്യുമ്പോൾ മൊത്തം പൊളിഞ്ഞ് പാളീസായി പോകുന്നത് ഇത്തരം ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. രണ്ടാമത്തെ ബിസിനസ് പാർട്ണർഷിപ്പ്. എന്താണ് പാർട്ണർഷിപ്പ്? അതിലധികം ആളുകൾ ചേർന്ന് നടത്തുന്ന ബിസിനസ്. രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നിട്ട് ജോയിന്റ് ചെയ്തിട്ട് ഒരു അഗ്രിമെന്റ് ഒക്കെ എഴുതിയിട്ട് അവർ മുമ്പോട്ടേക്ക് പോകുന്നതാണ്. അല്ലെ? മുമ്പോട്ടേക്ക് പോകുന്ന നമ്മള് പാർട്ണർഷിപ്പ് എന്ന് പറയാം. ഇതിന്റെയും പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാലും ലാഭം സംഭവിച്ചു കഴിഞ്ഞാലും ഈ രീതിയിൽ എന്ത് ചെയ്യും? ഷെയർ ചെയ്യപ്പെടും. അപ്പൊ പാർട്ണർഷിപ്പ് എങ്ങനെയാ വർക്ക് ചെയ്യുക? ഇപ്പൊ ഞാനും പ്രഭാകരൻ സാറും അനൂപ്കൊക്കെ കൂടിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ തീരുമാനിച്ച് ഞാനൊരു 5 ലക്ഷം രൂപ എടുക്കാം, പ്രഭാകരൻ സാർ 5 ലക്ഷം രൂപ എടുക്കാം, അതുപോലെ അനൂപ്ക്ക് ഒരു 5 ലക്ഷം രൂപ, മൊത്തം ഒരു 15 ലക്ഷം രൂപ എടുത്തു. അപ്പൊ നമ്മളിതാണ് എങ്ങനെയാണ്? നഷ്ടം വന്നാൽ ലാഭം വന്നാൽ നമ്മൾ 3 എടുക്കും, 3 നഷ്ടം വന്നാലും 3 സഹിക്കണം, ലാഭം വന്നാൽ 3 കൊടുക്കാം. അൺലിമിറ്റഡ് പ്രോഫിറ്റ് ആണ്, അൺലിമിറ്റഡ് ലാബിലിറ്റി ആണ്. ഈ സംഭവം ഒരു 10 കോടി നഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ 10 കോടിനെ 3 എന്ത് ചെയ്യും? ആ പൈസ ഞാൻ എടുക്കേണ്ടി വരും, പ്രഭാകരൻ സാർ എടുക്കേണ്ടി വരും, അനൂപ് എടുക്കേണ്ടി വരും. ഇതാണ് ഇത്തരം ബിസിനസ്സുകളുടെ ഒരു പ്രശ്നം. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലും ഇത് തന്നെയാണ് സംഭവിക്കുക. നഷ്ടം അൺലിമിറ്റഡ് ആണ്, പിടിച്ച കിട്ടില്ല എന്നർത്ഥം. അതായത് വീട്ടിലെ സ്വത്ത് പോവും, വണ്ടി പോവും, എല്ലാ സാധനങ്ങളും നഷ്ടപ്പെടും. ഇതാണ് പാർട്ണർഷിപ്പിന്റെ ഗുണം. രണ്ടാളുകളും കൃത്യമായിട്ട് വായിക്കേണ്ടി വരും. മൂന്നാമത്തത് കമ്പനിയാണ്. കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഒരു ഡെഫിനിഷൻ തന്നെ ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്ന ഡെഫിനിഷൻ ആർക്കെങ്കിലും അറിയാൻ പറ്റും? കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് കമ്പനി? Company is an artificial person created by law with minimum. കറക്റ്റാ പറഞ്ഞോളെ. ഡിഗ്രി പഠിക്കുന്ന ആളുകൾ ഉണ്ടാവല്ലോ. ഹലോ, ഡിഗ്രി പഠിക്കുന്ന ആളുകൾ ഉണ്ടാവല്ലോ ഇതിനകത്ത്. കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. പിന്നെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, കേൾക്കാത്ത ആളുകളൊന്നും ടെൻഷൻ അടിക്കണടാ. ഇതൊക്കെ അറിയുന്ന ആൾക്കാർ അങ്ങനെ പറയുന്നത് നോക്കണ്ട. അപ്പം
അതൊക്കെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓൾറെഡി ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഉണ്ടാക്കി വെച്ച റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നമ്മൾ പ്രവർത്തിക്കാൻ റെഡി ആണെങ്കിൽ നമുക്ക് അവർ രജിസ്ട്രേഷൻ തരും. അതാണ് കമ്പനി എന്ന് പറഞ്ഞത്. അത് എങ്ങനെയാണോ നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് വ്യക്തികൾ മാത്രമായിരിക്കും. അതിൽ പുറത്തുള്ള ആളുകൾക്ക് ആർക്കും ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അതാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പ്രത്യേകത. LLP എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും അനുപിക്കും പ്രഭാരൻ സാറൊക്കെ കൂടിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ LLP ആണ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആണ്. നമ്മൾ ഒരു പാർട്ണർഷിപ്പ് ഡീഡൊക്കെ ഉണ്ടാക്കി ആ ഡീഡിനകത്ത് കുറെ കാര്യങ്ങൾ എഴുതി വെച്ചു. ആ എഴുതി വെച്ചതുപോലെ നമ്മൾ കമ്പനിയിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ രജിസ്ട്രേഷൻ എടുത്ത് പോകുന്നതിനെയാണ് നമ്മൾ LLP എന്ന് പറയാം. ഇനി പബ്ലിക് ലിമിറ്റഡ് കമ്പനി, നമുക്ക് പുറത്തുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങണമെങ്കിൽ നമ്മൾ ഫോം ചെയ്യേണ്ട കമ്പനിയാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി. കഴിഞ്ഞ സെഷനുകളിൽ നമ്മളത് പറഞ്ഞതാ. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് കമ്പനികളാക്കി, എന്നാൽ മാത്രമേ നമുക്ക് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ പറയാൻ വളരെ ഈസിയാണ്, പക്ഷെ ഒരുപാട് പ്രൊസീജിയേഴ്സിന്റെ ഉള്ളിൽ കൂടെ കടന്നിട്ട് വേണം ഈ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയല്ലോ? സെറ്റ് ആണല്ലോ? റെഡി അല്ലേ? ഇനി ഈ അക്കൗണ്ട്സിന്റെ കുറച്ച് ഗുണങ്ങളും കുറച്ച് അഡ്വാൻറ്റേജസും കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് അക്കൗണ്ട്സിന്റെ അഡ്വാൻറ്റേജസ്? എന്താണ് അക്കൗണ്ട്സ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ്? എന്താ? ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കുറച്ച് സാധനങ്ങൾ കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇത് ഇതേപോലെ ബൈഹാർട്ടാക്കണമെന്നോ മനസ്സിലാക്കണമെന്നൊന്നുമില്ല. അക്കൗണ്ട്സിന്റെ ഗുണങ്ങൾ ഇതിന്റെ ബേസിക് സെഷൻ മാത്രമാണ്. അക്കൗണ്ട്സിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫൈനാൻഷ്യൽ കൺട്രോള്. എങ്ങനെ ഫൈനാൻഷ്യൽ കൺട്രോൾ ചെയ്യാം? അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഫൈനാൻഷ്യൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും? ചെറുതാക്കി പറയാം. നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ ആലോചിച്ചോളൂ. നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു മാസം നടക്കുന്ന കംപ്ലീറ്റ് എക്സ്പെൻസുകൾ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിനാൻഷ്യൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ? കംപ്ലീറ്റ് എക്സ്പെൻസുകൾ എഴുതി വെക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ കൺട്രോൾ ചെയ്യാൻ പറ്റും? എങ്ങനെ എഴുതി വെക്കാൻ പറ്റും? ആരെങ്കിലും അങ്ങനെ എഴുതി വെക്കുന്ന ശീലമുണ്ടോ ആർക്കെങ്കിലും? ഒരു മാസത്തിൽ ഒരു വീട്ടിൽ നടക്കുന്ന എക്സ്പെൻസ് പേഴ്സണൽ ഫിനാൻസ് നമ്മൾ ആദ്യ സെഷൻ പറഞ്ഞാണ്. അക്കൗണ്ട്സ് കഴിയുമ്പോഴേക്കും ഫൈനാൻസ് മാനേജ് ചെയ്യാൻ പറ്റണം. ചെയ്യാൻ പറ്റുന്നുണ്ടോ? എത്ര ആളുകൾ ചെയ്യുന്നുണ്ട്? ചെയ്യുന്ന ആളുകളൊന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്ത്, അല്ലാത്ത ആളുകൾ നോ എന്ന് നോക്കാൻ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞിരുന്നു യൂട്യൂബിനകത്ത് കാണുന്നവർ അവരെ പോസ്റ്റ് ചെയ്തോളി. നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട്സുകള് ഫാമിലിയിൽ നടക്കുന്ന അക്കൗണ്ട്സുകള് കൃത്യമായിട്ട് എഴുതി വെക്കുന്നവർക്ക് ഒരുപാട് ആളുകൾ നോയാണ്ടാ. ഇഷ്ടംപോലെ ആളുകൾ നോ ആണല്ലോ. അതെന്താ ആരും എഴുതി വെക്കാൻ അറിയാത്തോണ്ടാണോ? ഹലോ, ഇത് എങ്ങനെയാണെന്ന് അറിയാത്തോണ്ടാണോ? എന്തായാലും ഇഷ്യൂ എന്തായിരുന്നു? ഹലോ, അറിയാത്തോണ്ടാണോ? ഒന്നോ രണ്ടോ ആളുകളൊന്ന് പറഞ്ഞു. എങ്ങനെ ഇത് ചെയ്യണമെന്ന് അറിയാത്തോണ്ടാണോ? അതല്ല സർ, എഴുതി വെക്കാൻ കഴിയലുണ്ടാവില്ല മിക്ക സമയത്ത്. കിട്ടില്ലേ? എഴുതി വെക്കാൻ സമയം ഉണ്ടാവില്ല എന്നുള്ളതാണോ? അത് എഴുതണമെന്ന് വിചാരിക്കും, പക്ഷെ നമുക്ക് എഴുതാൻ കഴിയില്ല, അപ്പോഴേക്കും വിട്ടുപോകും. എന്നിട്ട് അതങ്ങ് എഴുതി, അത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? എന്തായിരുന്നു? എഴുതാനായിട്ട് ഒരുപാടുണ്ടാവും. അല്ല, ഒരുപാട് എഴുതണം. എഴുതുമ്പോഴുള്ള ഒരു ഗുണം എന്താ അറിയോ? നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പഠിക്കും. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ചെയ്യുന്ന ആരെയല്ലേ? കറക്റ്റ് അല്ലേ? എഴുതുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ആവശ്യം എന്ന് നമ്മൾ എഴുതിയിട്ടില്ലെങ്കിൽ സമാധാനം. മനസ്സിലായില്ലേ? എഴുതുന്ന ആളുകൾക്ക് അവരുടെ ഒരു ക്വാളിറ്റി, അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എഴുതി വെക്കണം. പേഴ്സണൽ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നത് ഭയങ്കര സൂക്ഷിക്കണം കേട്ടോ. പേഴ്സണൽ ഫിനാൻസ് നമ്മൾ അക്കൗണ്ട്സ് കഴിയുന്നതോടുകൂടി വേറെ ആളുടെ അക്കൗണ്ട്സ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ പോരാ, നമ്മുടെ അക്കൗണ്ട്സും കടമില്ലാതെ മുമ്പോട്ട് പോകാൻ പഠിക്കണം. കാരണം ഒരുപാട് ബാധ്യത കുടുങ്ങിയതാണ് ഞാൻ. അതിനുശേഷം നമ്മൾ ഈ ഒരു സംഭവം പഠിച്ച് ഇപ്പോഴാണ് നമ്മൾ ട്രാക്കിൽ കയറുന്നത്. അപ്പൊ നമ്മൾ ഇത് ആളുകളെ കൊണ്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ആദ്യ കാലഘട്ടത്തിൽ എൻ്റെ ഒരു അനുഭവം പറയാം. ആദ്യ കാലഘട്ടത്തിൽ ഞാൻ സ്വന്തം വീടൊക്കെ താമസമൊക്കെ മാറി അടിച്ചുപൊളി, അന്ന് നല്ല പൈസയൊക്കെ ഉണ്ട്. അങ്ങ് പോവും. എന്താണ് ആവശ്യമുള്ളത്? വൈഫ് എന്തെങ്കിലും വിളിച്ച് പറയും. അപ്പൊ ഞാനത് വാങ്ങും. അത് കഴിയുമ്പോൾ വീണ്ടും വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും എന്തെങ്കിലും പറയും. വീണ്ടും ബൈക്ക് എടുത്ത് പോകും. അപ്പം വേറെ കോഴിക്കോട് പോയിട്ട് വാങ്ങും. വീണ്ടും കാർ എടുത്ത് പോകും. സാധനം വാങ്ങി വരും. ഇവിടെ വരുന്ന സമയത്തേക്ക് പിന്നെ ഓർമ്മ വരും, ആ സാധനം വാങ്ങിയിട്ടില്ല. വീണ്ടും പോകും. ഇതൊക്കെ
നമ്മൾ ഒന്ന് ഫിനാൻഷ്യൽ കൺട്രോളിന്റെ ഭാഗമായിട്ട് എഴുതി വെക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പെട്രോളിന്റെ മനസ്സിലായി ചിലവ് മനസ്സിലായിട്ടുണ്ടാവും. ചിത്തം വിട്ട പോക്കാണ് ഈ പോക്ക് പോകുന്നത്. നമ്മൾ വേറെ തന്നെ എഴുതി വെച്ചിട്ടാ. ഇപ്പൊ എന്റെ സോഹോ ബുക്സിനകത്താണ് ഞാൻ എഴുതി വെച്ചത്. ഞാൻ മറ്റൊരു സമയം നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ അതിലേക്ക് ഡിസ്കസ് ചെയ്ത് അതിലേക്ക് പോകും. ഞാൻ അതിന്റെ എക്സ്പെൻസുകൾ മാനേജ് ചെയ്യുന്ന രീതി, ഒരു മാസം എങ്ങനെ വരുന്നു എന്നുള്ളത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കൊരു മാസം എത്ര വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് വന്നത്. എത്ര സ്പെൻഡ് ചെയ്യുന്നത്, ഒരു സൂപ്പർ മാർക്കറ്റിനകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്ന് അറിയാം. ആലോചിച്ചിട്ടുണ്ടോ? ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം. ആരെങ്കിലും എഴുതി വെക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എഴുതി വെക്കുന്നവനാണെങ്കിൽ മാക്സിമം ഒരു 3000-4000 ഉണ്ടാവും. എഴുതി Yes. വെക്കുന്നവനാണെങ്കിൽ. അല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ 15,000-ൽ കുറവ് ഉണ്ടാവില്ല. എന്റെ അനുഭവം പറയണത്, എഴുതി വെച്ചിട്ട് നിങ്ങൾ മാറ്റമാണെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങിക്കൊള്ളി. ഇന്ന് തുടങ്ങണേ, നാളെ 1-ാം തീയതി തുടങ്ങുക എന്നുള്ള പ്ലാൻ ഒരിക്കലും വർക്ക്ഔട്ട് ആകാത്ത പ്ലാനാണ്. ടുഡേ ഇറ്റ്സെൽഫ്. ഇന്നൊരു പുസ്തകം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. കാരണം എഴുതി വെക്കുന്ന ആളുകൾ നോക്കി എനിക്കറിയാം. കാരണം ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എമൗണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ, എൻ്റെ 2 കുട്ടികൾ, എൻ്റെ വൈഫ്, ഇവര് കൃത്യമായിട്ടും ഞാൻ ഇപ്പൊ എന്താണ് ഒരു സെൻട്രലൈസ്ഡ് പർച്ചേസിങ് രീതിയാണ്. ആദ്യ മാസം 1-ാം തീയതി ആകുമ്പോൾ എന്ത് ചെയ്തു, ആ മാസത്തേക്ക് വേണ്ട മൊത്തം സാധനങ്ങൾ ഒറ്റയടിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകും. അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് ആ എഴുതി വെച്ചതിന് അടിസ്ഥാനത്തിലേ വാങ്ങത്തുള്ളൂ, അല്ലാതെ ഒന്നായിട്ട് വാങ്ങത്തില്ല. അത് നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള സാധനങ്ങളൊക്കെ എഴുതും കേട്ടോ. ഇപ്പൊ മാഗി വേണോ, നൂഡിൽസ് വേണോ, ഇതൊക്കെ അതിനകത്ത് എഴുതും. പക്ഷെ അത് എഴുതാതെ എടുത്തു കഴിഞ്ഞാൽ ലെവൽ ഉണ്ടാകത്തില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ബില്ല് വരുമ്പോൾ 2500, 2600 ആ റേഞ്ചിനകത്തൊക്കെ വരും. മാക്സിമം പോയാൽ ചില സമയം അതിനും താഴോട്ടേക്ക് വരും. അത്രേ ഉണ്ടാകത്തുള്ളൂ. നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഇനി ഇത് എഴുതാതെ പോകുന്ന ആളുകൾ കഴിഞ്ഞ മാസം ഓർമ്മയിൽ വെച്ചിട്ട് നിങ്ങൾ എഴുതി നോക്കി, കണക്കിന് പോയിട്ടുണ്ടാവും. ഇത് നമ്മൾ ഒരുപാട് അത് ഇങ്ങനെ പേഴ്സണൽ നമ്മൾ ഫിനാൻസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. അതിന്റെ കുറച്ചൊക്കെ പോകുന്ന വഴിക്ക് ഞാൻ ഒരു ടെംപ്ലേറ്റുകൾ തരാം, ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് പൈസ ഉണ്ടാകത്തുള്ളൂ. ഇൻവെസ്റ്റ്മെന്റിന് പൈസ ഉണ്ടാണെങ്കിൽ ഇങ്ങനെ എഴുതണം. ഇല്ലെങ്കിലോ കടലിൽ കായം കളിക്കാൻ മാതിരിയാന്ന് എവിടെയും കാണത്തില്ല. പൈസ ഇങ്ങനെ വരുന്നുണ്ട്, അതങ്ങനെ പോകുന്നുണ്ട്, വരുന്നുണ്ട്, പോകുന്നുണ്ട്. ആഹിർ മുജയ്ക്ക് നമ്മുടെ അടുത്ത് എന്തല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകത്തില്ല. ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ എൻ്റെ അതേ കാര്യം നിങ്ങളോട് പറഞ്ഞത്. ഞാൻ പ്രാക്ടീസ് ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് ആ രീതിയിലാണ്. നല്ല ലോസുകൾ, നല്ല കടങ്ങൾ ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു. ഇതൊക്കെ അന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാതെ പോയതിന്റെ ഭാഗമാണ്. അപ്പൊ പേഴ്സണൽ ഫിനാൻസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം? കൃത്യമായിട്ടും കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം. നമ്മളിവിടെ ബിസിനസ്സിലെ കമ്പനികളെ കുറിച്ച് പറഞ്ഞു, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക്, ഇങ്ങനെയുള്ള കമ്പനികളെ കുറിച്ച് പറഞ്ഞു. കമ്പനിയുടെ ഡിഫറെന്റ് ഫോമുകളെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ അക്കൗണ്ട്സിന്റെ ഉള്ളിലേക്ക് പതുക്കെ 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 കയറി വരികയാണ്. അക്കൗണ്ട്സിലെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ കൺട്രോളിങ് എന്നുള്ളിടത്താണ് നമ്മൾ പോയത്. ഫിനാൻഷ്യൽ കൺട്രോളിങ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ മാസം ഇത്ര ചെലവ്, അടുത്ത മാസം ഇത്ര വേണ്ട, അല്ലെങ്കിൽ അടുത്ത മാസം ഇന്ന ഇതിലേക്ക് ഇത്ര സ്പെൻഡ് ചെയ്യാം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇത്ര സ്പെൻഡ് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് ഇത്ര സ്പെൻഡ് ചെയ്യാം. ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ഫിനാൻസിന് നമുക്ക് ഇനി അധികം വരുന്ന എക്സ്പെൻസുകൾ നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റും. കറണ്ട് ബില്ല് എഴുതി വെച്ചാൽ പോലെ നമുക്ക് ആവശ്യം. കറണ്ട് ബില്ലിനെ കുറിച്ച് നിങ്ങൾ എഴുതി വെക്കാൻ നോക്കി, നിങ്ങൾ അറിയാണ്ട് ലൈറ്റ് ഓഫ് ചെയ്യും. ഇല്ലെങ്കിലോ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ മാസം എനിക്ക് വന്ന ബില്ല് 5700, 5700. കാരണം ചൂടും വെയിലും. നോർമലി എത്ര 1000, 1100 വരുന്നിടത്ത് എന്തായി 5700 അപ്പൊ ഇതിനൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ ചിന്തിക്കുക, എഴുതി വെക്കുമ്പോൾ ഇതെങ്ങനെ ചെയ്തല്ലേ, അത് അങ്ങനെ കത്തിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇതേപോലെ ബിസിനസ്സിലും ഇതേപോലെ സംഭവിക്കും. ബിസിനസ്സിൽ ഇത്രയും എക്സ്പെൻസുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പം ഒരു ഡെലിവറി ഉണ്ടെന്ന് വിചാരിക്കും. നമ്മളൊരു പ്രൊഡക്റ്റ്, ഒരാൾക്ക് ഒരു സാധനം സെയിൽ ചെയ്തു. ഉദാഹരണം, ഹാദിയൊക്കെ ഞാനൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്തു. ഇതേ സ്ഥലത്ത് തന്നെയാണ് ബീന മാഡം ഉള്ളത്, ഇതേ സ്ഥലത്ത് തന്നെയാണ് ശ്രീജിത്ത് ഉള്ളത്, ഇതേ സ്ഥലത്താണ് റീജ് ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ 5 പ്രാവശ്യം അവിടെ പോയിട്ട് വരാം. ഇല്ലെങ്കിൽ ഒറ്റ ഇതിലെന്ത് ചെയ്യാം, ഈ 5 ആളിനും കേട്ടിട്ട് ഒന്നിച്ച് പാക്ക് ചെയ്യാം. ഇതെല്ലാം ഫിനാൻഷ്യൽ കൺട്രോളിന്റെ ഭാഗമായിട്ട് വരും. നമ്മൾ ചെറിയ കാര്യമാണെന്ന് വിചാരിക്കും, പക്ഷെ ബിസിനസ്സിൽ ഇതിന് ഓരോ പോക്കിനും 500 രൂപ പോകും. 5 പോക്ക് പോകുമ്പോൾ 2500 രൂപ. മൊത്തം കച്ചവടത്തിന് ചിലപ്പോൾ 600 രൂപ കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു 5 ആളുകളുടെ സെയിൽസിലെ മൊത്തം നെറ്റ് പ്രോഫിറ്റ് ഒരു പക്ഷേ മൈനസ് ആയിരിക്കും. ഇങ്ങനെയാണ് ഫിനാൻസ് എന്ത് ചെയ്യണം. ഇതാണ് ബിസിനസിന്റെ അക്കൗണ്ട്സിന്റെ ആദ്യത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന തന്നെ നമുക്ക് കൃത്യമായിട്ടും തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും. ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് കൂടുതൽ ഉത്പാദിപ്പിക്കേണ്ടത്, ഏതൊക്കെ പ്രൊഡക്റ്റുകൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ലാഭം കിട്ടും, ഏതൊക്കെ പ്രൊഡക്റ്റുകൾ ഇനി ഒരിക്കലും ചെയ്യരുത്, സ്ഥിരമായിട്ട് ഡാമേജ് വരുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്.
കംപ്ലൈന്റ് വരുന്ന റിട്ടേൺസ്, പർച്ചേസ് റിട്ടേണുകൾ ഏറ്റവും കൂടുതൽ പോകുന്ന പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്, സെയിൽസ് റിട്ടേണുകൾ സാധാരണ രീതിയിൽ സംഭവിക്കുന്ന ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്താൻ വേണ്ടി പറ്റും. മൂന്നാമത് നമുക്ക് പെർഫോമൻസിനെ ഇവാലുവേഷൻ ചെയ്യാം. പെർഫോമൻസിനെ ഡാറ്റ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം ഇത്ര, ഈ മാസം ഇത്ര എന്ന് പറഞ്ഞ പെർഫോമൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതെല്ലാം ബാക്കിയൊക്കെ ജസ്റ്റ് ഇങ്ങനെ വായിച്ചോളൂ. റിസോഴ്സസ് അലോക്കേഷൻ, കോംപ്ലിയൻസ്, ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ചെയ്യാൻ തരാം. ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ബിസിനസ്സിന് നമുക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. ടാക്സുകൾ എങ്ങനെ കൊടുക്കണം, ടാക്സ്, പർച്ചേസ് ടാക്സ് എങ്ങനെ, സെയിൽസ് ടാക്സ് എങ്ങനെയാണ്, നമ്മൾ രജിസ്ട്രേഷൻ ഏത് രീതിയിൽ ചെയ്യണം, കമ്പോസിഷൻ ചെയ്യണോ, റെഗുലറിൽ ചെയ്യണോ, QRMP ചെയ്യണോ, നമ്മൾ പിന്നെ ബിസിനസ് ഇൻകം ടാക്സ് അടക്കുന്നിടത്ത് എങ്ങനെയൊക്കെ പോകണം, ഏതൊക്കെ എക്സ്പെൻസുകൾ നമ്മൾ മുമ്പോട്ട് പോകണം. നമുക്ക് റിസ്ക് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം, ഏതൊക്കെ ഫണ്ടുകൾ റിസർവ് ആൻഡ് സർപ്ലസിൽ നമ്മൾ കയറ്റി വെക്കണം, നമുക്ക് ബിസിനസിനെ അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന അക്കൗണ്ട്സിൽ നമുക്ക് കിട്ടും. അപ്പൊ കൃത്യമായിട്ട് അക്കൗണ്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ എൻറ്റയർ സംഭവങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഒരു സ്ഥാപനത്തിൽ ഏറ്റവും വലിയ പുലി എന്ന് പറയുന്നത് അക്കൗണ്ടന്റ് ആണ്. ഞാൻ എപ്പോഴും അക്കൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ സിഇഒനേക്കാൾ മുകളിൽ എന്ന് പറയും. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെ പറയാറുണ്ട്, സിഇഒയുടെക്കാൾ മുകളിൽ. എന്തുകൊണ്ടാ? കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ ഒരു ബിസിനസ് പൊട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് മുതലാളി അറിയുന്നതിന് മുമ്പേ അറിയുന്ന ഒരാളാണ് അക്കൗണ്ടന്റ്, അല്ലെ? ഒരു ബിസിനസ് പൊട്ടോ ഇല്ലേ, അടുത്ത നിമിഷം എന്ത് എന്നുള്ളത് ഏറ്റവും പെട്ടെന്ന് ബിസിനസ് എസ്കേപ്പ് ആവാൻ പറ്റിയ ഒരാളാരാ? അക്കൗണ്ടന്റ് ആണ്. സിഒക്ക് അറിയായിരിക്കും, സിഒനോട് ആര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഹലോ, അക്കൗണ്ടന്റ് ആണല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെ? കമ്മ്യൂണിക്കേഷൻ ടൂൾ, അതായത് ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് ഏട്ടാ 5 കൊല്ലമായിട്ട് കമ്പനിയുടെ പോക്ക് ഇങ്ങനെയാ, ഞാൻ ഏതായാലും പോവാണ്, നിങ്ങൾ നോക്കിക്കോളി ബാക്കി എന്ന് നമുക്ക് പറയാൻ, ആർക്കേ പറയാൻ പറ്റുള്ളൂ? അക്കൗണ്ടന്റിനെ പറയാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കമ്പനിയിൽ, അതുകൊണ്ടാണ് അക്കൗണ്ട്സിന് ഉണ്ടാവേണ്ട കുറച്ച് ക്വാളിറ്റികളെ കുറിച്ച് പറഞ്ഞത്. നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം, പറ്റിച്ച് മുങ്ങരുത്. കാരണം മുതലാളിയായിട്ട് ഒരുപക്ഷെ നേരിട്ട് കണക്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക്. റിപ്പോർട്ടിംഗ് അല്ലേ, റിപ്പോർട്ടിംഗ് എങ്ങനെയാ? നമ്മൾ ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ സീനിയർ അക്കൗണ്ടന്റ് ആണോ, ഈ സീനിയർ അക്കൗണ്ട് നേരെ റിപ്പോർട്ട് ചെയ്യണത് സിഇഒക്ക് ആയിരിക്കും, സിഇഒ നേരെ മുതലാളിക്കായിരിക്കും. ഹൈറാർക്കി ഓഫ് അതോറിറ്റി എന്ന് പറയുന്നതിന് പർച്ചേസ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മുതലാളി ഈ ഹൈറാർക്കി തെറ്റിക്കും, എപ്പോഴും തെറ്റിക്കും. എന്തേ? അക്കൗണ്ടന്റിനെ വിളിക്കും, എന്തായടാ അവിടെ എത്ര പൈസ ഉണ്ട്, അല്ല പ്രഭാരൻ സാർ അങ്ങനെയല്ലേ? ഈ ഹൈറാർക്കി ഒരു നടക്കാത്തത് അക്കൗണ്ടന്റ് അടുത്താ. എടാ ഇത്ര പൈസ വേണോട്ടെന്ന്, എനിക്ക് വണ്ടിന്റെ അടവുണ്ട്, എനിക്ക് അറിയാലോ, ഇന്ന എന്നെ കാര്യങ്ങൾ ചെയ്യേണ്ട. അത് സിഇഒനൊക്കെയും ഉള്ളിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നോർമൽ ബിസിനസ് ലൈൻ. അല്ലാത്ത ബിസിനസ് ലൈൻ കൃത്യമായിട്ട് നോക്കേണ്ട. നമ്മളെ നാട്ടിൽ നടക്കുന്ന ബിസിനസ്സുകളെ കുറിച്ച് മാത്രമേ പറഞ്ഞത്. അതല്ലാത്ത ബിസിനസ്സുകൾ ഒരിക്കലും പേഴ്സണൽ ഫണ്ടിങ്, പേഴ്സണൽ ഫിനാൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇതിനകത്ത് കയറത്തില്ല. പക്ഷെ നമ്മളെ മനസ്സിനകത്ത് ഉണ്ട് ഒരു കാര്യം ഉറപ്പാ, മുതലാളിയായിട്ട് നമ്മൾ എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവും. കാരണം എന്താ? അയാളുടെ പൈസ ഡീൽ ചെയ്യുന്ന ആരാ? നമ്മളാണ്. ക്ലിയർ ആയില്ലേ? അയാളുടെ പൈസ ഡീൽ ചെയ്യുന്നത് നമ്മളാണ്. അതുകൊണ്ട് നമ്മളായിട്ട് എപ്പോഴും പുള്ളിക്കൊരു നല്ല ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇത്രയാണ് അക്കൗണ്ട്സിന്റെ നമ്മൾ അഡ്വാൻറ്റേജ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടി അക്കൗണ്ട്സിന് കുറച്ച് ലിമിറ്റേഷൻസും കൂടി ഉണ്ട്. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താ ലിമിറ്റേഷൻസ്? ഈ സ്ക്രീനിൽ കാണുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാം ഞാൻ പറയുന്നില്ല, കാരണം ഇത് ബേസ് ആണ്, ഇതും പലർക്കും ചിന്തിച്ചാൽ അറിയുന്ന കാര്യങ്ങളാണ്. അക്കൗണ്ട്സ് എപ്പോഴും പഴയ കഴിഞ്ഞു പോയ ഡാറ്റകളെ കുറിച്ചാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ടാണ് അക്കൗണ്ട്സുകൾ എപ്പോഴും പറയുന്നത്, അല്ലെ? ഏതെങ്കിലും ഒരു എക്സ്പെൻസ് നടന്നു, ഏതെങ്കിലും ഒരു ഇൻകം നടന്നു, പർച്ചേസ് നടന്നു, സെയിൽസ് നടന്നു, എല്ലാം കഴിഞ്ഞ ഇവന്റുകൾ. കഴിഞ്ഞതിന് മാത്രമല്ലേ നമുക്ക് നമ്പേഴ്സിൽ എഴുതി രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, അല്ല? എക്സ്പെൻസുകൾ ഇത്ര എക്സ്പെൻസ് ആയി. പിന്നെ ന്യൂമറിക്കൽ ടേംസ് ആണ്, പണപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതത്തുള്ളൂ, പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എഴുതത്തുള്ളൂ. അതല്ലാത്ത എന്ത് സേവനം ഉണ്ടെങ്കിലും എഴുതില്ല. ഇതുപോലെ GDP-യിൽ വീട്ടമ്മമാരുടെ ചെലവുകൾ വരാത്തത് പോലെ തന്നെ എന്ത് ചെയ്തില്ല, അക്കൗണ്ട്സിൽ പണപരമല്ലാത്ത. ഉദാഹരണം, ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സ്ഥാപനത്തിൽ എനിക്ക് അക്കൗണ്ടിങ് ആണ് ജോലി. അതുകൂടാതെ അവരുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. അതിന് 1 രൂപ പോലും, അത് ഒരു സേവന മനസ്സ് ഏതായാലും നടക്കട്ടെ,
ഒരു സേവനത്തിന് വേണ്ടിയിട്ട് ഏതായാലും നടക്കട്ടെ, അവർ കമ്പനി ഒന്ന് ഗ്രോ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ വർക്കും കൂടി ഞാൻ ചെയ്തു കൊടുത്തു. അത് അവിടെ റെക്കോർഡ് ചെയ്യത്തില്ല. കാരണം എന്താ? അതിനൊരു വേതനമോ അതിനൊരു കാര്യമോ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. അത് വെറും സേവനം മാത്രം. എന്നാൽ ഇതിന് വാല്യൂ ഇല്ലേ? ഒരു പക്ഷേ എന്റെ ആ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് കൊണ്ടായിരിക്കും അവിടെ മൊത്തം സെയിൽ നടക്കുന്നുണ്ടാവാം. ഹലോ, മനസ്സിലായില്ലേ? പക്ഷെ ഇത് എന്ത് ചെയ്യില്ല, റെക്കോർഡ് ചെയ്യത്തില്ല. ക്ലിയർ ആയില്ലേ? അപ്പൊ പണപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുക. പഴയ ഹിസ്റ്റോറിക്കൽ ഡാറ്റകൾ മാത്രമാണ് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു കാര്യമാണ്. പിന്നെ കോസ്റ്റ്ലിയാണ്, വെറുതെ അങ്ങ് ചെയ്യാൻ പറ്റുന്നില്ല. അക്കൗണ്ടന്റ് വേണം, ജൂനിയർ അക്കൗണ്ടന്റ് വേണം, സീനിയർ അക്കൗണ്ടന്റ് വേണം. ഇവർ ഇത്രയും പറയുന്ന പ്രോസസ്സുകളിലൂടെ മുഴുവൻ കടന്നു പോകണം. ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഫണ്ട് ഫോളിയോ, ക്യാഷ് ഫോളിയോ, റേഷ്യോ അനാലിസിസ്, ഇങ്ങനെ തുടങ്ങി ഇതൊക്കെ നമ്മൾ മുമ്പോട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. കുറച്ച് അക്കൗണ്ട്സ് അറിയുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കോംപ്ലക്സിറ്റി ആയിട്ടിലൂടെ പോകുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ അക്കൗണ്ട്സിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു നോളജ് ഇല്ലാത്ത ആളുകൾക്ക് ഇത് അറിയാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പൊ ഈ ക്ലാസ്സിനകത്ത് മൊത്തത്തിൽ നമ്മൾ 100-600 ആളുകൾ ഈ സെഷൻ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ നോക്കി, ഞാൻ നിങ്ങളോട് 2-3 കാര്യങ്ങൾ ചോദിക്കുകയാണ്. 100-600 ആളുകൾ നമ്മൾ സെഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ആളുകൾ ഇതിൽ അക്കൗണ്ട്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, റേഷ്യോ അനാലിസിസ് കാണാൻ അറിയുന്ന എത്ര ആളുകളുണ്ട്? ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യും. റേഷ്യോ അനാലിസിസ് ഒന്ന് ടൈപ്പ് ചെയ്യാം, നോക്കട്ടെ. ഒരു കമ്പനിയുടെ ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാണാൻ അറിയുന്ന ആളുകൾ ജസ്റ്റ് എവിടെ നോക്കൊന്നും വേണ്ട കേട്ടോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഒന്ന് ചാറ്റ് ബോക്സ് എല്ലാവരും ടൈപ്പ് ചെയ്യും. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇത് എന്താന്ന് പോലും അറിയത്തില്ലാത്ത ആൾക്കാർ നോക്കാം. സ്ക്രീനിൽ ഒന്ന് കുഴപ്പമൊന്നുമല്ല കേട്ടോ, നമുക്ക് പഠിക്കാം, വൃത്തിയിൽ പഠിക്കാം. നോക്കൂ, എനിക്കറിയില്ല. ഓക്കെ, ഇഷ്ടം പോലെ ചാറ്റ് ബോക്സ് എല്ലാം ടൈപ്പ് കേട്ടോ. റേഷ്യോ അനാലിസിസ്. ആഹാ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടാ, നിങ്ങൾ കണ്ടില്ലേ? ഇത് ഏറെക്കുറെയൊക്കെ ഡിഗ്രി കഴിഞ്ഞ M.Com B.Com കഴിഞ്ഞ ആളുകളാ ഇതൊക്കെ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയും ചോദിക്കാം, ബഡ്ജറ്റിങ്ങിനെ കുറിച്ച്. ബഡ്ജറ്റിംഗ് ചെയ്യാൻ അറിയുന്ന ആളുകൾ, ബഡ്ജറ്റിംഗ് പഠിച്ചത് മറക്കുന്നതിന് കാരണം എന്താ അറിയോ? അത് അക്കാഡമിക് സംഭവമാണ്. ഈ ബഡ്ജറ്റിംഗ് അറിയുന്ന ആളുകൾ ഒന്ന് ടൈപ്പ് ചെയ്തേ. ബഡ്ജറ്റിംഗ്, ബഡ്ജറ്റിംഗ് എങ്ങനെയാണ് ബഡ്ജറ്റ് ചെയ്യേണ്ടത്? ആ ബഡ്ജറ്റ് ചെയ്ത ഡാറ്റനെ ആക്ച്വൽ ഡാറ്റയായിട്ട് എങ്ങനെ നമ്മൾ എല്ലാവരും പഠിച്ച് മറന്നു. ഇത്രയും ആളുകൾ എല്ലാവരും ഇങ്ങനെ തന്നെയാ? ചാറ്റ് ബോക്സിൽ ഇട കേട്ടോ, എടുത്തിട്ടോ. ഓക്കെ ഓക്കെ, കൊമേഴ്സ് അല്ല, നോ ഐഡിയ. കൊമേഴ്സ് ആര് ബഡ്ജറ്റിംഗ് അറിയത്തില്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് സാലറി ഇല്ലാത്ത? എന്തുകൊണ്ട് സാലറി ഇല്ലാത്ത? TCS ഫയൽ ചെയ്യാൻ അറിയുന്ന എത്ര? TDSഉം TCSഉം ഫയൽ ചെയ്യാൻ അറിയുന്ന എത്ര ആളുകളുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞ അക്കൗണ്ട്സിനാണ് ആദ്യം പറഞ്ഞ അക്കൗണ്ട്സ് ഉണ്ടാകുന്ന ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ ക്വാളിറ്റിയിൽ ഹ്യൂമാനിറ്റീസും സയൻസിലുള്ള ആൾക്ക് പ്രശ്നമാക്കണം, അവരെ നമ്മൾ റെഡിയാക്കി കൊണ്ടുവരാം. ഈ ബാക്കി കൊമേഴ്സുകാരാണെങ്കിൽ നോ ടൈപ്പ് ചെയ്യുന്നത്. അതും അറിയത്തില്ല. ടാക്സേഷൻ അറിയത്തില്ല. ഇതാണ് നമുക്ക് ആകെയുള്ള എന്താ? നല്ലൊരു മനസ്സുണ്ട് ആളുകൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അതല്ലേ ഉള്ളൂ? അങ്ങനെ തന്നെയല്ലേ? സത്യസന്ധമായിട്ടൊരു മനസ്സുണ്ടല്ലേ ജാഫർക്ക? സത്യസന്ധമായിട്ടുള്ള മനസ്സ്. നിങ്ങൾ എക്കാപറമ്പ നിങ്ങളെ വീട്? ഹലോ, എക്കാപറമ്പ വീട്? കീശ്ശേരി എക്കാപറമ്പ? നിങ്ങളായിരുന്നു അന്ന് നമ്മൾ സംസാരിച്ചേ? പുറത്താണ്. പുറത്തുള്ളത്? ഓക്കെ ഓക്കെ. എന്റെ നാടിന്റെ അടുത്താട്ടോ നിങ്ങള്. ഞാൻ കീശ്ശേരിയാ. എക്കാപറമ്പ് എന്നുള്ളതാണ് ചോദിച്ചേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോഴ് TDS = 70, 100 അങ്ങനത്തെ സംഭവം ഇല്ല കേട്ടോ. ഇനി GSTയെ കുറിച്ച് എത്ര ആൾക്ക് കൃത്യമായിട്ട് അറിയാം? ടൈപ്പ് ചെയ്തേ. കൃത്യമായിട്ട് അറിയാം GSTയുടെ ഫയലിങ്ങിനെ അറിയുന്ന ആളുകളുണ്ട്. പ്രഭാരൻ സാറെ ഗസ്റ്റ് അടിക്കും, ബാക്കി ആൾക്കൊക്കെ നോ അടിച്ചോളി. നോക്കട്ടെ, കണ്ടാ? പ്രഭാരൻ സാർ ഉണ്ടാവും, അനൂപ്ക ഉണ്ടാവും, കുറച്ച് ആളൊക്കെ പഠിച്ച ആളുകളുണ്ടാവും സെഷനിൽ അറിയുന്നത്. GSTയുടെ ഒരു സെഷൻ വെക്കുന്നുണ്ട് കേട്ടോ വരും ദിവസങ്ങളിൽ, 1-2 ആയിട്ട്. അപ്പം ആവശ്യമുള്ള ആളുകൾ അറ്റൻഡ് ചെയ്യാം. ഒരു 2 മണിക്കൂർ സെഷൻ ആയിരിക്കും. ഞാൻ എല്ലാ തിങ്കളാഴ്ചയും കൊടുക്കുന്നതാണ്. തിങ്കളാഴ്ച ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? തിങ്കളാഴ്ച GSTയുടെ കുറച്ച് ഭാഗങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ? ഓക്കെ, ഇനി പോട്ടെ, ഇത്രയുണ്ട്. ഒരു കമ്പനിയുടെ ഇനി ഒരു ബേസ് ആയിട്ടുള്ള കാര്യം ചോദിക്കാം. ഒരു കമ്പനിയുടെ ഒരു 10 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് തരികയാണെന്ന് വിചാരിക്കും.
കമ്പനിയുടെ 10 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് തരികയാണെന്ന് വിചാരിക്കും. ഈ ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് അടുത്ത 5 വർഷം എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ഒരു പ്രഡിക്ഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. പ്രഡിക്ഷൻ എപ്പോഴും നമുക്കറിയാം കൃത്യമായി കൊള്ളണമെന്നില്ല, സുമാറല്ല കേട്ടോ, ഡാറ്റയുടെ ബേസിൽ തന്നെ പറയണം. എന്നാലും തെറ്റും, മഴ പെയ്യും പെയ്യൂല എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാർ പറയും. പക്ഷെ എന്തായാലും ചിലപ്പോ എന്ത് ചെയ്യും, പെയ്യും. അതിനുള്ള റീസൺസ് ഉണ്ടാവും. മഴ അവിടെ കൂടി, കാർമേഘം അവിടെ പോയി, മറ്റേ വെള്ളം അങ്ങോട്ടേക്ക് ചാടി, കടലിൽ മറ്റേ സാധനം കയറി എന്നൊക്കെ പറയാം. ഒരു 5 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് റീഡ് ചെയ്യാൻ പറ്റുമോ? അത് വെച്ചിട്ട് അടുത്ത 5 കൊല്ലം എങ്ങനെയാണെന്നുള്ളത് എങ്ങനെ അതിന്റെ റിപ്പോർട്ട് ബോസിന് കൊടുക്കുന്ന അറിയുന്ന എത്ര ആളുകളുണ്ട്? നഷ്ടമാണ് ലാഭമാണെന്ന് പറഞ്ഞാൽ പോരാ, അത് ഇന്ന രീതിയിലാണെന്ന് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ. വെരി ഗുഡ്, കുറച്ച് ആളുകളുണ്ടല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. അറിയുന്ന ആളുകൾ, ഇല്ലാത്ത ആളുകൾ നോ തന്നെ പറയണേ. കുറെ ആളുകൾ അറിയുന്നുള്ള ആളുകളുണ്ടെങ്കിൽ പിന്നെ ആ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഏറെക്കുറെ അറിയുന്നുള്ള രീതിയിൽ നമ്മൾ വിടും. അപ്പൊ എല്ലാരും നോ അടിക്കാൻ തുടങ്ങി. അനൂക ചോദിക്കണ്ടില്ലായിരുന്നു അല്ലേ? അനൂക ചോദിക്കണ്ടില്ലായിരുന്നു അറിയാം മൊത്തത്തില്. ഓക്കെ, ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പം സംഭവത്തിൽ നിങ്ങൾക്ക് എന്തറിയാം? അറിയുന്ന കാര്യങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് തന്നാല്. അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ടൈപ്പ് ചെയ്ത്. അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ടൈപ്പ് ചെയ്ത്. ഓക്കെ, ഇനി നമുക്ക് തുടക്കട്ടെ. ഓക്കെ, നിങ്ങൾ കുറെ കാര്യം അറിയും, കുറെ അറിയില്ല എന്നൊക്കെ മനസ്സിലായി. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാ ഇത് എന്തിനാണ് ഈ സെഷൻ, ഇത് എന്തിനാ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് എന്നുള്ളത്. ഇതൊക്കെ ഉണ്ടല്ലോ, ഇനിയുള്ള പ്രശ്നം പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും ഒരു സ്റ്റുഡന്റ് മൈൻഡ് സെറ്റോടെ ഇരിക്കണം എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ബേസ് കണക്ട് ചെയ്തിട്ടായിരിക്കും പോവാം. ഇവിടെ നിന്ന് അങ്ങ് പോയിട്ട് റേഷ്യോ അനാലിസിസിൽ എത്തുമ്പം പഴയത് എന്താണെന്ന് തപ്പാൻ നോക്കുമ്പോൾ പഴയ വീഡിയോസ് കിട്ടില്ല. അതുകൊണ്ട് സ്റ്റുഡന്റ് മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കണം. നമ്മൾ ആദ്യം മൈൻഡ് സെറ്റിനകത്ത് ഇത് അങ്ങനെ, ഇത് എനിക്കറിയാം, അത് എനിക്കറിയാം എന്ന് സെറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സംഭവം കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഫ്രീ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ബി എ ബ്ലാങ്ക് പേപ്പർ, ഒരു ബ്ലാങ്ക് പേപ്പർ ആവാൻ വേണ്ടി ശ്രമിക്കാം. ക്ലിയർ ആയില്ലേ? ഇനി അക്കൗണ്ട്സിൽ സാധാരണ രീതിയിൽ, അക്കൗണ്ടിങ്ങിൽ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാം. കുറച്ച് വേർഡ്സ്, കോമൺ ടേംസ് യൂസ്ഡ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ട്സിൽ എന്തൊക്കെയാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടേമുകൾ. ഒന്നാമത്തെ ടേംസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. എന്താണ് ക്യാപിറ്റൽ? ചില ആളുകൾ കമന്റ് ഭയങ്കര രസകരം കേട്ടോ. എന്താണ് ക്യാപിറ്റൽ? എന്താണ് ക്യാപിറ്റൽ? ഓരോ ടേംസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകാം. എന്താണ് ക്യാപിറ്റൽ? ബിസിനസിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട Contribution done by the owner. എന്താണ് ക്യാപിറ്റൽ? ബിസിനസ്സിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ, നിങ്ങൾ പറഞ്ഞോളെ, ബീന മാഡം പറഞ്ഞോളെ. കറക്റ്റ് അല്ല, നീ കൊട്ടിട്ടില്ല, നീ ഇത് ഓപ്പൺ അല്ലേ? ഇൻവെസ്റ്റ്മെന്റും ഓണർ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് മോണിറ്ററി ടേംസിൽ അളക്കാൻ പറ്റുന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും, ഓണർ ചെയ്യുന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും ബിസിനസിന് വേണ്ടിയിട്ട്, ഓടിക്കാൻ വേണ്ടിയിട്ട്. ബിസിനസ്സിലേക്ക് ബിസിനസിന്റെ ഓണേഴ്സ് മോണിറ്ററി ടേംസിൽ ഇടുന്ന എല്ലാ സംഭവങ്ങളും ക്യാപിറ്റലാണ്. ഗുഡ്വിൽ ക്യാപിറ്റൽ ആണോ? ഹലോ, ഗുഡ്വിൽ ക്യാപിറ്റൽ ആണോ? അത് നിങ്ങൾ എങ്ങനെയാണ്? ഗുഡ്വിൽ അസറ്റ് ആണ്. എല്ലാം ക്യാപിറ്റലാണ്. ക്യാപിറ്റലാ. ഉദാഹരണം, ഞാൻ ജാഫർക്കയുടെ കയ്യിൽ നിന്ന്, ശ്രദ്ധിച്ചോളെ, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാഫർക്ക എന്ത് ചെയ്യേണ്ട അറിയോ? ഹലോ, ജാഫർക്കയുടെ ബിസിനസ് സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു ജാഫർക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജാഫർക്ക് നിങ്ങൾ ഏതായാലും തുടങ്ങിയിട്ട് ഇത്രയും എക്സ്പെൻസ് ഒന്നും ആക്കണ്ട, ഒരു കാര്യം ചെയ്തു, എനിക്ക് ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ് ഇത്രയും പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ തരാം, ഈ ബിസിനസ് തരാൻ പറഞ്ഞു. ജാഫർക്കയുടെ മൊത്തം വാല്യൂഷൻ നോക്കുമ്പോൾ ഒരു 50 ലക്ഷം രൂപയുണ്ട് മൊത്തം ബിസിനസിന്റെ മൊത്തം വാല്യൂഷൻ. ജാഫർക്ക് അതിന്റെ കൂടെ പറഞ്ഞു എനിക്ക് 1 കോടി രൂപ വേണം എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് 50 ലക്ഷം രൂപ ജാഫർക്ക് അയാളുടെ ഗുഡ് വിൽ ആയിട്ടൊക്കെ എടുക്കുകയാണ്. അപ്പം ഞാൻ ഈ 50 ലക്ഷം രൂപ കാണിച്ചാൽ മതി.
മൊത്തം കാണിക്കണം. പോരാ, മൊത്തം കാണിക്കണം. ഗുഡ് വില്ലിന്റെ പൈസ അതിനകത്ത് കാണിക്കണം, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്, ക്യാപിറ്റൽ ആയിട്ട്. ഹലോ, കൺഫ്യൂഷൻ ഉണ്ടാക്കാണ്, കൺഫ്യൂഷൻ മനഃപൂർവ്വം ഉണ്ടാക്കാണ്. കാരണം ഇത് അറിയുന്നില്ല എന്ന് അറിയാൻ വേണ്ട വേണ്ടിയിട്ടാണ്. കൺഫ്യൂഷൻ എങ്ങനെ ആദ്യം മൊത്തം കുളം കലക്കും, എന്നിട്ട് ഞാൻ പറഞ്ഞു തരുള്ളൂ. ഇത് കാണിക്കണം. വേണ്ട ക്യാപിറ്റൽ അക്കൗണ്ട്സിലെ കാണിക്കണ്ട. ഏറ്റവും ബേസിക്കുള്ള ഒന്നാമത്തെ ടേംസ് ആണ് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റലിലാണ് നമുക്ക് കൺഫ്യൂഷൻ. അതായത് എ എന്ന് പറയുന്ന അക്ഷരമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അക്കൗണ്ട്സിലെ. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഇവിടെ ഗുഡ് വില്ല് നമുക്ക് പണപരമായിട്ട് അളക്കാൻ പറ്റിയിട്ടില്ലേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് തന്നെ, തെറ്റൊന്നുമില്ല. പണപരമായിട്ട് അളക്കാൻ പറ്റിയിട്ടില്ലേ? ഗുഡ് വില്ല് അയാൾ വെറുതെ ഒരു എമൗണ്ട് അല്ലല്ലോ പറഞ്ഞു. ജാഫർക്ക് എന്നോട് കൃത്യമായിട്ട് ഒരു എമൗണ്ട് പറഞ്ഞു, 50 lakh ഫോർ ഗുഡ് വിൽ. ഇത്രയും ക്ലയന്റ് ഉണ്ട്, ഇത്രയും കസ്റ്റമർ ഉണ്ട്, ഞാൻ ഇത്രയും കാലമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണ്. നിങ്ങൾ അങ്ങ് കയറി ഇരുന്നാൽ മതി, ഓണറും അങ്ങ് മാറിയാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല, എന്റെ പേരിൽ ആളുകൾ അങ്ങ് വരും. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ ടേംസിൽ ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റും? ബിസിനസ്ക്ക് ഫണ്ട് റേസ് ചെയ്യണം അല്ലെങ്കിൽ ക്യാപിറ്റൽ. നേരത്തെ പറഞ്ഞ ബിസിനസിന്റെ മുതൽ മുടക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എന്ന് വിളിക്കാം. അതായത് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് അതിലേക്ക് നിക്ഷേപിക്കുന്ന പണമോ ഇനി അതല്ല അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വസ്തുക്കളോ ഒക്കെ എന്താണ്? ക്യാപിറ്റൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാം. എന്തൊക്കെയാ മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബിൽഡിംഗ് കൊടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ വാഹനങ്ങൾ കൊടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഫർണിച്ചർ കൊടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ ആ സ്ഥാപനത്തിൽ ജാഫർ ഖാന്റെ കടയിൽ നിന്നൊക്കെ വാങ്ങണേ അവിടെ ഉള്ള സ്റ്റോക്ക് ഉണ്ടാകും. ഇങ്ങനെ ആ ഒരു ബിസിനസ്സിനകത്തേക്ക് ആ ഒരു ബിസിനസിന്റെ ഓണർ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന മൊത്തം ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്തതാകാം, പിന്നീട് ആവശ്യാനുസരണം ഇൻവെസ്റ്റ് ചെയ്യുന്നതാകാം, പുറത്തുള്ള ഒരാളെ കൊണ്ട് കൊണ്ടുവരുന്നതാകാം. ഇതൊക്കെ എന്താണ്? ക്യാപിറ്റൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബിസിനസിന്റെ മുതൽ മുടക്കിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? ഈ ക്യാപിറ്റൽ നമ്മൾ ബിസിനസ്സിൽ കൃത്യമായിട്ടും റെക്കോർഡ് ചെയ്യണം. എങ്ങനെ റെക്കോർഡ് ചെയ്യണം? ബിസിനസ്സിലേക്ക് ഇത്രയും പൈസ വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടും ആ രീതിയിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ബിസിനസ്സിലേക്ക് ഇന്ന ആൾ, ഇപ്പൊ ഉദാഹരണം ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, 1 കോടി രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ ബിസിനസ് എഴുതണം. ബിസിനസ് എങ്ങനെ എഴുതണം? ബിസിനസ് വേറെ നമ്മൾ വേറെ എന്നുള്ള രീതിയിൽ എഴുതണം. ബിസിനസ് വേറെ നമ്മൾ വേറെ എന്നുള്ള രീതിയിൽ എഴുതണം. ബിസിനസിന്റെ കണക്കാണ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ബിസിനസിന്റെ ഓണറുടെ കണക്കല്ല എഴുതാൻ വേണ്ടി പോകുന്നത്. നിങ്ങളെ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് ആ ഒരു ബിസിനസിന്റെ കണക്കാണ്, എൻ്റെ കണക്കല്ല. എപ്പോഴും ശ്രദ്ധിക്കണേ, ബിസിനസ് എപ്പോഴും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കോൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യാം. നമുക്ക് കുറച്ച് കോൺസെപ്റ്റുകൾ ഉണ്ട് ബിസിനസ്സിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന. എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, ഡ്യുവൽ കോൺസെപ്റ്റ് എന്നൊക്കെ വേണ്ടി ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട്. 10-16ഓളം കോൺസെപ്റ്റുകൾ. ഈ കോൺസെപ്റ്റുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഓക്കെ, മ്യൂട്ടായി. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ബിസിനസിന്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നിട്ട് വേണം നമ്മൾ അക്കൗണ്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിസിനസിന്റെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് ഇത്ര പൈസ വന്നു, അതുകൊണ്ട് ഈ പൈസ അയാൾക്ക് തിരിച്ചു കൊടുക്കാനുണ്ട് എന്ന് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. കാരണം ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിസിനസ് എന്താ ചെയ്യേണ്ടത്? യൂനിസിന്റെ അടുത്ത് നിന്ന് 1 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ? കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ പൈസ എന്ത് ചെയ്യണം? ഒരു ടേംസ് എത്തിക്കഴിഞ്ഞാൽ, ഒരു കാലാവധി എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുകൊണ്ട് ലാഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാൾ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് അല്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യണം? വിഡ്രോ ചെയ്യാം, തിരിച്ചു കൊടുക്കണം. ആ രീതിയിൽ വേണം നമ്മൾ അക്കൗണ്ട്സ് ചെയ്യാം. അപ്പൊ ക്യാപിറ്റലിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിന്റെ മൊത്തം മുതൽ മുടക്കിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് പൈസയാകാം, പൈസയാകാം, ബാങ്ക് ബാലൻസ് ആകാം, ക്രിപ്റ്റോ കറൻസികളാകാം, ആകാം, എന്തും എന്താണ്? ക്യാപിറ്റൽ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അത് ആ ഒരു ഇൻസ്റ്റന്റ് മൊമെന്റിൽ കൊണ്ടുവരുന്നതാകാം, അല്ലെങ്കിൽ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ കേട്ടുന്ന കാര്യങ്ങളാകാം. ഒക്കെ എന്താണ്? ക്യാപിറ്റൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഇനി മറ്റൊരു ടേംസ് ആണ് ഡ്രോയിങ്സ്. ക്യാപിറ്റൽ കഴിഞ്ഞ പിന്നെ ഡ്രോയിങ്സ്, DRAWING, ഡ്രോയിങ്സ്. ഡ്രോ, വലിക്കുക. ഡ്രോ എന്ന് പറഞ്ഞാൽ വലിക്കുക. എവിടുന്ന് വലിക്കുക? ബിസിനസ് പൈസ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയാം.
വിഡ്രോയിങ്സ്. ബിസിനസ്സിൽ നിന്ന് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന പൈസയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം, ഞാൻ എന്റെ ബിസിനസ്സിലേക്ക് 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു, ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് എന്റെ വീടിന്റെ പണിയാണ്, ഒരു 5 ലക്ഷം രൂപ ആവശ്യം വന്നു. അപ്പൊ ഞാൻ കമ്പനി എന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു 5 ലക്ഷം രൂപ ഇങ്ങോട്ട് താ എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്രോയിങ്സ് ആണ്. പേഴ്സണൽ പർപ്പസിന് വേണ്ടി വിഡ്രോ ചെയ്യുന്ന പൈസയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ബിസിനസിൻ്റെതല്ലാത്ത ആവശ്യത്തിന് പുറത്തുള്ള ബിസിനസ് ഓണർ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അയാൾ കൊണ്ടുവന്ന മിഷനറി ആയിരിക്കും ചിലപ്പോൾ അയാൾ കൊണ്ടുപോകുന്നത്, അയാൾ കൊണ്ടുവന്ന വാഹനങ്ങളായിരിക്കും ചിലപ്പോൾ കൊണ്ടുപോകുന്നത്, അയാൾ കൊണ്ടുവന്ന കമ്പ്യൂട്ടർ ആയിരിക്കും കൊണ്ടുപോകുന്നത്, അയാൾ കൊണ്ടുവന്ന AC ആയിരിക്കും കൊണ്ടുപോകുന്നത്. ഇതൊക്കെ എന്താണ്? ഡ്രോയിങ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ? ഇതൊക്കെ ഡ്രോയിങ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ക്ലിയർ ആയില്ലേ? എന്തും ഗുഡ്സ് ആവട്ടെ, എന്തും ബിസിനസ്സിൽ നിന്ന് അയാൾ കൊണ്ടുപോകുന്ന എന്തും, ഇത് കൊണ്ടുപോയ സാധനങ്ങളൊക്കെയും ഇയാൾക്ക് കൊടുക്കാനുള്ള പൈസയിൽ നിന്ന് കുറയും. ഹലോ, ഇയാൾക്ക് കൊടുക്കാനുള്ള പൈസയിൽ നിന്ന് കുറയും. ഉദാഹരണം, ഞാൻ 1 കോടി രൂപ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നല്ലോ, 5 ലക്ഷം രൂപ ഞാൻ എന്റെ വീട് പണിക്ക് കൊണ്ടുപോയല്ലോ. ഇനി ബിസിനസ് എനിക്ക് എത്ര തരാനുള്ളൂ? 95 ലക്ഷമേ എനിക്ക് ബിസിനസ് തരാനുള്ളൂ. ക്ലിയർ ആയല്ലോ? അതായത് ക്യാപിറ്റലിൽ നിന്ന് കുറഞ്ഞു പോകും എന്നർത്ഥം. ക്ലിയർ ആയില്ലേ? ക്യാപിറ്റലിൽ നിന്ന് കുറഞ്ഞു. ഇനി കമ്പനി ചില സമയത്ത് എന്ന് പറയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വെക്കും. ഹലോ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതായത് കമ്പനിയിൽ ഞാൻ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു 5 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്തു? അതിൽ നിന്ന് വലിച്ചെടുത്തു. ഒരു 5 ലക്ഷം രൂപ ഞാൻ അതിൽ നിന്ന് വലിച്ചെടുത്തു. കമ്പനിയുടെ പോളിസി പറയുന്നത്, കമ്പനിയുടേതല്ലാത്ത ആവശ്യത്തിന് കമ്പനിയിൽ നിന്ന് പൈസ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 10% മന്ത്ലി ഇൻട്രസ്റ്റ് ആയിട്ട് തിരിച്ചടക്കണം. സംഭവം ഞാനാരാ? ഇതിന്റെ മുതലാളിയാ. ഞാൻ 1 കോടി കൊടുത്ത് ആ 1 കോടിയുടെ 5 ലക്ഷം ഞാൻ കമ്പനിയിൽ നിന്ന് വലിക്കണേന് കമ്പനിക്ക് ഞാൻ അങ്ങോട്ടേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അങ്ങനെയുള്ള കമ്പനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ് പറയാം. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വരുമാനമാണ് അല്ലേ? ഹലോ, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വരുമാനല്ലേ? ആണോ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വരുമാനമാണോ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. നഷ്ടമല്ല, എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്താണ്? ഇൻകം ആണ് അല്ലേ? ഇതൊക്കെ ഇതേ ഇപ്പൊക്കെ കൺഫ്യൂഷൻ ഉണ്ടോ? മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവട്ടോ. അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യാം. ഇതൊക്കെ സ്കൂളിൽ നിന്ന് പഠിക്കുന്നിടത്തുള്ള ചെറിയ മിസ്റ്റേക്ക് ആണ് ഇപ്പൊ ഇങ്ങനെ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പലരുടെ മുഖം കാണുമ്പോൾ എനിക്കറിയാം ഇതൊക്കെ ക്ലാരിറ്റി കുറവുണ്ട് എന്നുള്ളത്. പോകുന്ന നമുക്ക് റെഡിയാക്കാം. അപ്പൊ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലാവും. ക്യാപിറ്റൽ എന്താ നമ്മൾ പഠിച്ചു. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിൻ്റെതല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഓണേഴ്സ് അവരുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന എല്ലാം ഡ്രോയിങ്സ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാം. ഉദാഹരണം, ഇപ്പൊ ഞാൻ എൻ്റെ ബിസിനസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം വീട്ടിൽ കുറച്ച് പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു 10,000 രൂപ പണിക്കാർക്ക് കൊടുക്കണം. ഞാൻ എൻ്റെ നാട്ടിലില്ല, ഞാൻ പുറത്തെവിടെയോ വേറെന്തോ പ്രോഗ്രാമിന് പോയേക്കാം. അപ്പം വീട്ടിലെ വൈഫ് വൈകുന്നേരം വിളിച്ചു, അല്ല ഇന്ന് കൂലി കൊടുക്കണ്ടേ, പൈസ ഇല്ല, കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പറയും കമ്പനിയിൽ പോയിട്ട് വാങ്ങിക്കോ എന്ന് പറയും അല്ലേ? ഹലോ, നോർമൽ കേസ്, കമ്പനി പോയിട്ട് പൈസ വാങ്ങിക്കോ. ഇതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയാം. അങ്ങനെ കമ്പനി ഒരു 10,000 രൂപ ഈ പണിക്കാർക്ക് കൂലി എടുത്തു. അതെന്താണ്? ഡ്രോയിങ്സ് ആണ്. കൂലിയാണ് കൊടുത്തെങ്കിലും ഡ്രോയിങ്സ് ആയിട്ട് വരും. ക്ലിയർ ആയില്ലേ? അല്ലെങ്കിൽ പറയാണ് എന്റെ ക്ലിയർ ആയില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ വരാ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ വരാ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്റെ കമ്പനിയിലേക്ക് 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ കമ്പനി ആയിട്ടുള്ള ടേംസ് ആണ്, എനിക്ക് 1 കോടി രൂപക്ക് ഒരു മാസം ഇതിന്റെ 10% ഇൻട്രസ്റ്റ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ കമ്പനി എന്ത് ചെയ്തു? പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ആണ് തരുന്നത്. പ്രോഫിറ്റ് ഓൾറെഡി കമ്പനി ജനറേറ്റ് ചെയ്താൽ തരും. അല്ലെങ്കിൽ ഓരോ മാസം 1 കോടി രൂപക്ക് അതിന്റെ ഒരു 10% ഇൻട്രസ്റ്റ്, ആ 10 കോടി രൂപ എന്ത് ചെയ്യണം? എക്സ്പെൻസ് ആയിട്ട് എനിക്ക് തരണം. അത് കമ്പനിയുടെ ചെലവാണ്. ലാബിലിറ്റി അല്ല, എക്സ്പെൻസ് ആണ്.
എക്സ്പെൻസ് ഇനി ലാസ്റ്റ് നമ്മൾ ലാഭം എടുക്കുമ്പോഴോ ഈ എക്സ്പെൻസുകളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നെറ്റ് പ്രോഫിറ്റ് കിട്ടുമല്ലോ. ഇപ്പൊ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, നിങ്ങൾ തൽക്കാലം അങ്ങനെ ആലോചിച്ചാൽ മതി. പോകുന്ന വഴിക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. പ്രാക്ടിക്കലായിട്ട് മാത്രം ചിന്തിക്കാം കേട്ടോ. മറ്റതൊക്കെ വിട്ടോളി, നമ്മൾ പ്രാക്ടിക്കൽ മാത്രം സംസാരിക്കാം. പ്രാക്ടിക്കൽ മാത്രമാണ് സംസാരിക്കുക. അപ്പൊ ഡ്രോയിങ്സ്. ഇനി വേറൊരു സിനാരിയോ എടുക്കാം. നമ്മൾ സ്കൂളൊക്കെ തുറന്നു. അപ്പൊ വീട്ടിലെ ഒരു കമ്പ്യൂട്ടർ കേട് വന്നു. മക്കൾക്ക് കമ്പ്യൂട്ടർ ആവശ്യമില്ല. കമ്പനിയിലാണെങ്കിൽ ഒരു 4 കമ്പ്യൂട്ടർ ഉണ്ട്, 2 വർക്ക് ചെയ്യുന്നില്ല മീൻസ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓൾറെഡി ഞാൻ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് എന്റെ ക്യാപിറ്റലായിട്ട് കമ്പനിയിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച സാധനമാണ്. അപ്പോൾ വൈഫ് വിളിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ പുതിയ കമ്പ്യൂട്ടർ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, കമ്പനിയിൽ 2 വെറുതെ കിടക്കുക, അതിൽ നിന്ന് ആ 2 നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ കമ്പനിയിൽ പോയിട്ട് ഈ 2 കമ്പ്യൂട്ടർ ഞാൻ കൊണ്ടുവന്നാൽ അതും എന്താണ്, ഡ്രോയിങ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാം. കാരണം ബിസിനസിൻ്റെതല്ലാത്ത സംഭവം അവിടെ വെറുതെ കിടക്കുകയാണ്. ഹലോ, ആ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ വെറുതെ കിടക്കുകയാണ്, ഒരു ഉപയോഗം ഇല്ലാതെ കിടക്കുകയാണ്. പക്ഷെ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ഡ്രോയിങ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. കത്തിയോ സംഭവം കത്തിയോ? ചുരുക്കി ബിസിനസിൻ്റെതല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ അവർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടോ എന്തോ ആവട്ടെ അവരുടെ പേഴ്സണൽ പർപ്പസിന് കൊണ്ടുവരുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയാം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ നേരത്തെ 5 കമ്പ്യൂട്ടർ കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ട് 3 ഉണ്ടോ. ലോജിക്, സാധാരണ ലോജിക്ക്. ഞാൻ 5 കമ്പ്യൂട്ടർ ആയിരുന്നു ബിസിനസ്സിന് കൊടുത്തിരുന്നു, 2 വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇനി എനിക്ക് കമ്പനി എത്ര 3 കമ്പ്യൂട്ടറേ തരാനുള്ളൂ, ബാക്കി അവിടെ ഉണ്ടാവുമല്ലോ. ക്ലിയർ ആയില്ലേ? കത്തിയോ? സാറ് നേരത്തെ പറഞ്ഞ 10,000 രൂപ ശമ്പളത്തിന് വേണ്ടി കൊടുത്തു പറഞ്ഞില്ലേ? 10,000 രൂപ ശമ്പളത്തിന് വേണ്ടി ശമ്പളത്തിന് കൊടുത്തു. അത് ആലോചിച്ചോളി. 1 കോടി രൂപ ഞാൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10,000 രൂപ എന്റെ വീടിന്റെ പണിക്ക് വേണ്ടിയിട്ട് കമ്പനിയുടേതല്ലാത്ത ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തു. സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു പൈസ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഇല്ലാത്ത രീതിയിൽ എന്ത് ബിസിനസ്സിന് അതുകൊണ്ട് ഒരു ഗുണമില്ല. അല്ലേ സാറേ? ആ പൈസ പിറ്റേ ദിവസം സാറ് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ കമ്പനിയിലേക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നോർമൽ അവിടെ അതേപോലെ റെക്കോർഡ് ചെയ്യും, പിന്നെ പ്രശ്നമില്ലല്ലോ. റെക്കോർഡ് ചെയ്യാം. അത് അതേപോലെ റെക്കോർഡ് ചെയ്യാം. അതിന് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, അത് നമ്മൾ പറയും. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞ കമ്പനി അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ ഒരു കറണ്ട് അക്കൗണ്ട്, പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്, അതിലത് റെക്കോർഡ് ചെയ്യും. കമ്പനിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിനെ ഡ്രോയിങ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. വീണ്ടും കമ്പനിയിലേക്ക് കയറി കഴിഞ്ഞാൽ സ്വാഭാവികം അത് ക്യാപിറ്റലാണ്. സാധാരണ ഇതിൽ ഇയറിനകത്താണ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്, ഡ്രോയിങ്സ്, ഇതെല്ലാം നമ്മൾ ഇയർ എൻഡിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. എന്ത് ഈ ലയബിലിറ്റിയും എക്സ്പെൻസും നമ്മൾ വ്യത്യാസം എന്താ? ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യതയാണ്, എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവാണ്. ഉദാഹരണം ചിന്തിച്ചോളെ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ നിങ്ങളെ കയ്യിൽ നിന്ന് 1,00,000 രൂപ ലോൺ എടുത്തു, അത് എന്റെ ബാധ്യതയാണ് അല്ലെ, ലാബിലിറ്റി ആണ്. എന്നാൽ ഞാൻ എന്റെ കറണ്ട് ബില്ല് അടിച്ചു, എന്റെ എക്സ്പെൻസ് ആണ്. ട്രാവലിങ്ങിന് പോയി, എന്റെ എക്സ്പെൻസ് ആണ്, ചെലവാണ്. ഫുഡ് കഴിച്ചു, എക്സ്പെൻസ് ആണ്. മറ്റത് എന്താണ്? ബാധ്യതയാണ്. രണ്ടും 2 രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബാധ്യതകൾ എപ്പോഴും അടുത്ത കാലഘട്ടത്തേക്ക് ഇങ്ങനെ നീട്ടി വെക്കും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് എന്ത് സാധനം വാങ്ങും? വീട്ടിലെ വൈഫിനോട് ആരുടെയൊക്കെ ചോദിച്ചിട്ട്. എക്സ്പെൻസ് ആയി കഴിഞ്ഞാൽ എക്സ്പെൻഡ്, ഓൾറെഡി ചെലവ് വെച്ച് കഴിഞ്ഞു, പിന്നെ അതിനകത്ത് ചോദ്യമില്ല, ആ വർഷം തീർന്നു. ക്ലിയർ ആയില്ലേ? ഹലോ, സെറ്റ് അല്ലേ? ഇനി ശ്രദ്ധിക്കേ. അപ്പൊ ക്യാപിറ്റൽ കഴിഞ്ഞു, ഡ്രോയിങ്സ് കഴിഞ്ഞു. ക്യാപിറ്റൽ കഴിഞ്ഞു, ഡ്രോയിങ്സ്. ഈ ഡ്രോയിങ്സ് മാത്രമേ ബിസിനസ്സിലുള്ളൂ. ഒറ്റ ഡ്രോയിങ്സേ ബിസിനസ്സിലുള്ളൂ, വേറെ ഒരു ഡ്രോയിങ്സും ഇല്ല ബിസിനസ്സിലെ. പേഴ്സണൽ പർപ്പസ്, കമ്പനി പർപ്പസ്, അതൊക്കെ വെറുതെ. കമ്പനി പർപ്പസ് ആണെങ്കിൽ അത് ഡ്രോയിങ്സേ അല്ല. കമ്പനിയുടെ ആവശ്യത്തിന് പൈസ വലിച്ചു എന്ന് മാത്രമേ, ബാങ്കിൽ നിന്ന് കയ്യിലേക്ക് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ആവശ്യത്തിന് നിന്ന് ക്യാപിറ്റലിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്ന സംഭവത്തിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയാം. ഇനി അടുത്തത് ഫൈനാൻഷ്യൽ ഇയർ. എന്താണ് ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ? ഫൈനാൻഷ്യൽ ഇയർ കുറച്ച് ടേംസുകൾ പഠിച്ച് മനസ്സിലാക്കി. എന്താണ് ഫൈനാൻഷ്യൽ ഇയർ? അത് ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതിൽ പറയാം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31. യെസ്, ഇത് ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇയർ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ യു എയിലെ അക്കൗണ്ട്സ് ഞാൻ ചെയ്യാറുണ്ട്. യു എയിലെ കൺസൾട്ടേഷൻ
UAE ഇത് ട്രീറ്റ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള പോലെയാണ്. മെമ്മറാണ്ടത്തിൽ എങ്ങനെയാണോ പറഞ്ഞേക്കുന്നത് അത് ഇപ്പൊ കോർപ്പറേറ്റ് ടാക്സുമായി കണക്ട് ചെയ്തിട്ടിപ്പോൾ മെമ്മറാണ്ടത്തിൽ ഈ സാധനങ്ങൾ ചേഞ്ച് ചെയ്യണം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അവിടെ മിക്കവാറും കമ്പനികൾ ജനുവരി ടു ഡിസംബർ ആണ്. ഓൾമോസ്റ്റ് കമ്പനികൾ ജനുവരി ടു ഡിസംബർ ആണ്. ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ. ഇന്ത്യയിൽ എന്താണ്? ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ ടു മാർച്ച്. മാർച്ച് വരെയാണ് ഇന്ത്യയിലെ ഇതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും അക്കൗണ്ട്സ് ചെയ്യുന്നത് ഫോർ എ പീരീഡ്, ഒരു പീരീഡിലേക്ക് വേണ്ടിയിട്ടായിരിക്കും. ഒരു മാസത്തെ അക്കൗണ്ട്സ്, ഒരാഴ്ചയിലെ അക്കൗണ്ട്സ്, ഒരു വർഷത്തെ അക്കൗണ്ട്സ്, ഇന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. ആ ഒരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം വീണ്ടും വേറൊരു വർഷമായിട്ട് തുടങ്ങും. ആ വർഷം തുടങ്ങുമ്പോഴാണ് നേരത്തെ ഫയാസ് ചോദിച്ച സാധനം വരുന്നത്. ലാബിലിറ്റി ഒക്കെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും. ആ ഒരു വർഷം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പൈസ ലോൺ കൊടുക്കാതെക്കാൻ പറ്റുമോ? എമൗണ്ട് കൊടുക്കണ്ടേ? അപ്പൊ ആ കൊടുക്കാനുള്ള ബാലൻസ് എന്ത് ചെയ്യണം? അതിനകത്ത് ചെയ്തു. എക്സ്പെൻസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കും. ആ വർഷത്തെ എക്സ്പെൻസ് ചെയ്ത് കഴിഞ്ഞു, ഇനി പുതിയ എക്സ്പെൻസ് വരുമ്പോൾ കൊടുക്കും. ഈ രീതിയിലായിരിക്കും അതിന് ട്രീറ്റ് ചെയ്യുക. അപ്പൊ ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലാക്കി, ഡ്രോയിങ്സ് എന്താണെന്ന് മനസ്സിലാക്കി, ഫിനാൻഷ്യൽ ഇയർ എന്താണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അത് പറയണ്ടേ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ ആ ടോപ്പിക്കിലേക്ക് വരും. നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ്സുകളെ കുറിച്ച് മൊത്തമായിട്ട് പറയും. അതായത് ഔട്ട്സ്റ്റാൻഡിങ്, അക്രൂഡ്, അൺഏൺഡ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റ്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഈ സാധനങ്ങളൊക്കെ നമ്മൾ പറയും. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആട്ടോ. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലേ? കേട്ടില്ലേ? ഹലോ, എന്താ ബാഡ് ഡെപ്റ്റ്? അങ്ങനെ ഉണ്ടോ? കിട്ടാത്ത കട. എങ്ങനെ കിട്ടാത്ത കട ഉണ്ടാവുന്നത്? ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പോവാം. നമ്മൾ അതെങ്ങനെ പഠിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം. കാരണം എല്ലാവരും ഒരു തെറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അഡ്ജസ്റ്റ്മെന്റ് തെറ്റും. അഡ്ജസ്റ്റ്മെന്റിൽ ഒന്നും തെറ്റായില്ല, വളരെ സിമ്പിൾ ആയ സാധനം. ആലോചിക്കാത്തോണ്ടുള്ള പ്രശ്നം. എന്താ ബാഡ് ഡെപ്റ്റ്? എങ്ങനെയാണ് ഒരു ബാഡ് ഡെപ്റ്റ് ഉണ്ടാവുന്നത്? എങ്ങനെ ബാഡ് ഡെപ്റ്റ് ഉണ്ടാവുന്നത്? ഒരാൾക്ക് കടം കൊടുക്കുമ്പോഴാണ് ബാഡ് ഡെപ്റ്റ് ഉണ്ടാകുന്നത്. മീൻസ് ഡെപ്റ്റേഴ്സ് ഉണ്ടാവുമ്പോഴാണ് ബാഡ് ഡെപ്റ്റ് ഉണ്ടാകുന്നത്. കടം കൊടുക്കാന്ന് പറയുമ്പോൾ ഉദാഹരണം, ഇപ്പൊ തന്നെ ഹാദിയ എന്റെ അടുത്ത് ഒരു 10,000 രൂപയുടെ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു വിചാരിക്കും. ഹാദിയ എനിക്ക് പൈസ തന്നിട്ടില്ല. ഹാദിയ എന്റെ ഡെപ്റ്ററാണ്, കടക്കാരനാണ്, അല്ലെ? ഡെപ്റ്ററാണ്. അതേപോലെ XYZ വേറെ 2-3 ആളുകൾ ഇതേപോലെ എന്റെ അടുത്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ നമ്മൾ വിളിക്കുന്നത് സൺട്രി ഡെപ്റ്റർ എന്നാണ് വിളിക്കുക. അറിയാത്ത ആളുകൾ കൺഫ്യൂഷൻ ആണ് കേട്ടോ. ഞാനിപ്പോ ഇത് ചോദിച്ചപ്പോൾ ഇത് എവിടെ പറയാന്നുള്ളതിന് കൺഫ്യൂഷൻ വന്നതുകൊണ്ട് ഞാൻ അത് പറയാം. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതിന് മാത്രമേ നമ്മൾ ടോപ്പിക്ക് ദിവസം മാറ്റി വെക്കും. അങ്ങനെ കുറെ സൺഡേ ഡെപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ 10-15 ആളുകളൊക്കെ സൺഡേ ഡെപ്റ്റേഴ്സ് ഉണ്ട്. അതിന് കുറെ ആളുകൾ ആദ്യം അങ്ങനെ 2-3 ആളുകൾ ആ ഫുള്ള് പേയ്മെന്റ് തന്നു. ചില ആളുകൾ പകുതി പൈസ തന്നിട്ടുള്ളൂ. ഇവരും സൺഡേ ഡെപ്റ്റേഴ്സാ. ഇവര് നമ്മൾ തരും. ചില ആളുകളെ വിളിച്ച ഫോൺ എടുക്കത്തില്ല. ഇവർ നമുക്ക് അപ്പം തന്നെ ഡൗട്ടായി. ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആണ് ഇവര്. മനസ്സിലായിക്കോളെ? ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഇങ്ങനെ ഈ പ്രാക്ടിക്കലായിട്ട് മാത്രം ചിന്തിക്കാൻ, ഡീറ്റെയിൽ നമുക്ക് പറയും പിന്നീട്. ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആണ്. പല നിലക്ക് ഇവരെ നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടുന്നില്ല. അതിനിടയിൽ ഒരാൾ പറഞ്ഞു, ഓൻ ഇവിടുന്ന് മുങ്ങിയിട്ടുണ്ട്, പൊങ്ങുന്ന സമയത്ത് പിടിക്കാം. അത് നമ്മളൊരു എമൗണ്ട് മാറ്റി വെക്കും, പ്രൊവിഷൻ. ചില ആള് മരിച്ചു എന്ന് പറയും, നമുക്കൊന്നും ചെയ്യാനില്ല, ബാഡ് ഡെപ്റ്റ് പോയി. അയാളെ കുടുംബക്കാരും ചോദിച്ചിട്ടും കാര്യമില്ല. 1-2 പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്ത് നോക്കും, ബാഡ് ഡെപ്റ്റ് പോയി. ക്ലിയർ ആയില്ലേ? ഇതാണ് ബാഡ് ഡെപ്റ്റിന്റെ കഥ. ആദ്യം ഡെപ്റ്റ് ക്രിയേറ്റ് ആവും, പിന്നെ അഡീഷണൽ നമ്മൾ ചില എമൗണ്ട് ചിലത് ഒഴിവാക്കി കൊടുക്കും. എങ്ങനെ ഒഴിവാക്കി കൊടുക്കാം? 1 ലക്ഷം രൂപ തരാം, ഈ ഒരു കാര്യം ചെയ്യും, ഒരു 80,000 തന്നാ ബാക്കി 20 ഞാൻ ഡിസ്കൗണ്ട് ചെയ്യാം. ആ 20 തന്നു, പിന്നെ ഒരു 80 തന്നില്ല, ഒരു 70 തന്നു. ഇനി എന്നെ കൊണ്ട് കഴിയില്ല, അവ വീണ്ടും അഡീഷണൽ സാധനം വെച്ചു കൊടുക്കും. ഇങ്ങനെ ആ സംഭവത്തിന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ രസകരമായിട്ട് പഠിച്ചു പോകും. ഒരു സംഭവം എന്നല്ല, ബാഡ് ഡെപ്റ്റ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. അഡ്ജസ്റ്റ്മെന്റ്സുകളെല്ലാം ഈ രീതിയിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ജസ്റ്റ് പറഞ്ഞുള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എവിടെ പറയാന്ന് വെച്ചപ്പോൾ ഇതിനെ കൂടുതൽ പറഞ്ഞുള്ളൂ. ക്ലിയർ ആയില്ലേ? ഇനി ഗുഡ്സ് എന്താണ്? ഗുഡ്സ് എന്താണ്? ഗുഡ്സ് സ്റ്റോക്ക് ഇൻ ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് സംഭവങ്ങളൊക്കെ എന്താ? ഓപ്പണിംഗ് സ്റ്റോക്ക്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ?
വിൽക്കാൻ വേണ്ടി നമുക്ക് വാങ്ങും. ചെയ്യാൻ പറ്റുന്ന യെസ് ഗുഡ്സ്. കറക്റ്റ്. ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കാൻ വേണ്ടി നമ്മൾ വാങ്ങുന്ന സാധനത്തിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയാം. വിൽക്കാൻ വേണ്ടി. ബാക്കിയുള്ളതിനൊന്നും ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല കേട്ടോ. ഒരു ബിസിനസ്സിനകത്ത്, ട്രേഡിംഗ് ബിസിനസ്സിനകത്ത് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്താണ്? വിൽക്കാൻ വേണ്ടി നമ്മൾ വാങ്ങുന്ന സാധനത്തിനെയാണ് നമ്മൾ ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് ഗുഡ്സ് എന്താന്ന് കിട്ടി വിൽക്കാൻ വാങ്ങുന്ന സാധനം. ഇതൊക്കെ ഇങ്ങനെ തന്നെ മനസ്സിലാക്കണേ. പിന്നീട് ഇതുമായി കണക്ട് ചെയ്ത് പല സാധനങ്ങളും പറയും, അപ്പൊ കിട്ടില്ല അത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കരുതൽ. എന്തായിരുന്നു? കറക്റ്റാ? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ എങ്ങനെ പറഞ്ഞു? ഒന്നുകൂടി വ്യക്തമാക്കി. വാങ്ങി വെച്ചിരിക്കുന്ന നമ്മളൊരു വർഷത്തേക്ക് വിൽക്കാൻ വാങ്ങിയത് ആ വർഷം വിറ്റ് പോവാതെ ബാലൻസ് എന്താണുള്ളത് അതാ അത് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക്. അതെ. കറക്റ്റ്. നമ്മൾ വിൽക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിയ സാധനമായിരുന്നു, ഗുഡ്സ് ആയിരുന്നു. പക്ഷെ ആ ഒരു വർഷം, ആ വർഷമല്ല, നമ്മൾ വിൽക്കാതെ നമ്മുടെ സ്ഥാപനത്തിൽ എന്തുണ്ടോ അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കുക. 100 ഗുഡ്സ്, 100 സോപ്പ് ഞാൻ വാങ്ങിയിരുന്നു. ഒരു 50 സോപ്പ് ഞാൻ വിറ്റു. ഇപ്പം കമ്പനിയിൽ 50 സോപ്പ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കുക. ക്ലിയർ ആയില്ലേ? സ്റ്റോക്ക് വിൽക്കാൻ വേണ്ടി വാങ്ങിയ എന്നാൽ വിൽക്കാത്ത സാധനം. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താ? അറ്റ് ദ ബിഗിനിങ് ഓഫ് അക്കൗണ്ടിങ് ഇയറിൽ അവിടെ സ്റ്റോർ ആയിട്ടുള്ള സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്താ? ഇതൊക്കെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന സ്ഥലത്താണ്. സ്റ്റോക്ക്. ലാസ്റ്റ് മന്തിലത്തെ സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്താ? സ്റ്റോക്ക് ഇൻ ഹാൻഡ് നമ്മുടെ കൈവശം എത്ര സ്റ്റോക്ക് ഉണ്ടോ അത്. ഈ സ്റ്റോക്കും സ്റ്റോക്ക് ഇൻ ഹാൻഡ് രണ്ടും ഒന്ന് തന്നെയല്ലേ? ഹലോ, സ്റ്റോക്കും സ്റ്റോക്ക് ഇൻ ഹാൻഡ് രണ്ടും ഒന്നല്ലേ? സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഒന്നല്ലേ? സ്റ്റോക്കും സ്റ്റോക്ക് ഇൻ ഹാൻഡ് രണ്ടാണ്, ഒരിക്കലും ഒന്നാവില്ല. എന്താ രണ്ട് ഡിഫറൻസ് പറഞ്ഞേ? നമ്മള് വേറെ ഷോപ്പുകാർക്കൊക്കെ ചിലപ്പോ കടമായിട്ട് കൊടുത്തിരുന്നെങ്കിലൊക്കെ അത് സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആവില്ല, പക്ഷെ നമ്മളെ സ്റ്റോക്കായി മാറും. എങ്ങനെ? ഒന്നുകൂടി പറഞ്ഞേ, ക്ലിയർ ആണോ? നമ്മളെ പോലെയുള്ള മറ്റൊരു ഷോപ്പുകാർക്ക് അവർക്ക് അവരുടെ സാധനം ഇല്ലാതാകുമ്പോൾ നമ്മളേക്ക് കടമായിട്ടൊക്കെ അങ്ങോട്ട് ഇടും. ഇപ്പൊ വൈകുന്നേരം തരാന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ എന്തെങ്കിലും അവരെ പേരിൽ അടിച്ചിടൂലേ? ഇല്ല, ചില കാര്യങ്ങൾ അന്ന് വൈകുന്നേരത്തിന് അല്ലെങ്കിൽ അത്തരം ബിസിനസ്സുകളെ നമ്മൾ ഒരിക്കലും റെക്കോർഡ് ചെയ്യാതെ ഒരു സംഭവം കൊടുക്കരുത് കേട്ടോ. നോർമലി നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടിയാണ്, പക്ഷെ നല്ല ബിസിനസ്സുകളിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ഈ സ്റ്റോക്ക് ഇൻ ഹാൻഡും സ്റ്റോക്കും ഏറെക്കുറെ ഒരേ ഡെഫിനിഷനകത്ത് പോരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, യഥാർത്ഥത്തിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല. കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്ക് ഇത്രയേ ഉള്ളൂ. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഫിനാൻസ് അക്കൗണ്ട്സ് ചെയ്യുന്നത് ഒരു പീരീഡിലേക്കാണെന്ന് പറഞ്ഞു. ആ പീരീഡിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള സ്റ്റോക്കിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. അങ്ങനെ ആ വർഷം മൊത്തത്തിലെല്ലാം കണക്ക് കൂട്ടി നമ്മൾ ക്ലോസ് ചെയ്യുമല്ലോ. ക്ലോസ് ചെയ്യുമ്പോൾ അന്നത്തെ എത്ര ബാലൻസ് ഉണ്ട് അതിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. അത്രയേ ഉള്ളൂ. ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കാൻ വേണ്ടി നമ്മൾ വാങ്ങുന്ന സാധനമാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കാൻ വേണ്ടി വാങ്ങി വിൽക്കാതെ ഇപ്പോ നിലവിൽ സ്ഥാപനത്തിലുള്ള സാധനത്തിനെയാണ് സ്റ്റോക്ക് എന്ന് പറയാം. സ്റ്റോക്കിന്റെ ഏറെക്കുറെ അത് തന്നെയാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു തുടക്കത്തിൽ എത്ര ബാലൻസ് ഉണ്ട്. ഉദാഹരണം, ഇന്ന് മുതലാണ് ഞാൻ ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വിചാരിക്കും. അവിടെ ഓൾറെഡി കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവില്ല. ഈ സ്റ്റോക്കിനെയാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. അങ്ങനെ ഈ വർഷത്തോടു കൂടി അക്കൗണ്ട്സ് ഒക്കെ നിർത്തി ഞാൻ പോവാണ്. അങ്ങനെ ഞാൻ ഈ കണക്കുകൾ കൃത്യമായിട്ട് കൊടുത്തപ്പോൾ ബോസിനോട് പറഞ്ഞു, ഇനി ഇത്ര സ്റ്റോക്ക് ഉണ്ട് ഇവിടെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ക്ലോസിംഗ് സ്റ്റോക്ക് വിളിക്കാം. സെറ്റല്ലേ? റെഡി അല്ലേ? ഇനി ക്രെഡിറ്റർ. എന്താണ് ക്രെഡിറ്റർ? ഇടക്കിടക്ക് കേൾക്കുന്ന സാധനമാണ് ക്രെഡിറ്റർ, ഡെബിറ്റർ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ക്യാഷ് കൊടുക്കാനുള്ള ആള്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടമായിട്ട് കടമായിട്ട് നമ്മളൊരു വ്യക്തിക്ക് കൊടുക്കാനുള്ള പൈസ കടമായിട്ട് അവരുടെ അടുത്ത് സാധനം വാങ്ങിയിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷെ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഗുഡ്സ് വാങ്ങിയിട്ട്. ക്യാപിറ്റൽ ഗുഡ്സ് രണ്ടും വേറെ വരട്ടെ. ക്യാപിറ്റൽ ഗുഡ്സ് പറഞ്ഞാൽ അസറ്റുമായി കണക്ട് ചെയ്തിട്ടുള്ള സാധനമാണ് ഗുഡ്സ്. അസറ്റുകളോ ഗുഡ്സോ നമ്മൾ ഒരു ബിസിനസ്സിനകത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് ഫുൾ എമൗണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കൊടുക്കാനുള്ള എമൗണ്ട് ആണ്, അതാണ് സൺട്രി ക്രെഡിറ്റർ എന്ന് പറയാം. കൊടുക്കാനുള്ള ആളുകളെയാണ് നമ്മൾ സൺട്രി ക്രെഡിറ്റർ എന്ന് വിളിക്കാം. അതായത് സപ്ലയർ ആയിരിക്കും എപ്പോഴും സൺട്രി ക്രെഡിറ്റർ ആയിട്ട് വരിക. അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചോളെ, സപ്ലയർ ആണ് സൺട്രി ക്രെഡിറ്റർ.
സാധനം വിൽക്കുന്ന ആളാണ്. നമ്മൾ എവിടെ നിന്നാണോ സാധനം പർച്ചേസ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ സപ്ലയർ എന്ന് വിളിക്കുക. സപ്ലയർ ആണ് എന്ത് ചെയ്യാം, സൺട്രി ക്രെഡിറ്റർ എന്ന് പറയാം. അത് മറക്കേ വേണ്ട, അത് തന്നെയാണ് സംഭവം. ക്രെഡിറ്റർ എന്ന് ഉദ്ദേശിച്ച സപ്ലയർ ആണ്, സാധനം വിൽക്കുന്ന ആളാണ്. സൺട്രി ഡെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കസ്റ്റമർ ആണ്. ഡെപ്റ്ററെയാണ് നമ്മൾ കസ്റ്റമർ എന്ന് വിളിക്കുക. നമ്മൾ ഒരാൾക്ക് ഒരു സാധനം വിറ്റു, അയാൾ പൈസ തന്നിട്ടില്ല, അയാളെയാണ് നമ്മൾ എന്ത് വിളിക്കാം, ഡെപ്റ്റർ എന്ന് വിളിക്കുക. ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു കസ്റ്റമർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണം. കസ്റ്റമർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇനി പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പർച്ചേസ്, സെയിൽസ്, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? എന്താണ് പർച്ചേസ്? പർച്ചേസ് എല്ലാവർക്കും അറിയില്ലേ? നമ്മൾ സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ വാങ്ങുന്ന ആ ഒരു സംഭവത്തിനാണ് പർച്ചേസ് എന്ന് പറയുന്നത്. സെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിൽക്കുന്നത്. ഇനി പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ ആണ് നമ്മൾ റിട്ടേൺ ഇൻവേർഡ് എന്ന് വിളിക്കുക. പർച്ചേസ് റിട്ടേൺ ആണ് നമ്മൾ വിളിക്കുക റിട്ടേൺ, സോറി പർച്ചേസ് റിട്ടേൺ റിട്ടേൺ ഔട്ട്വേർഡ് എന്നാണ് വിളിക്കുക. പർച്ചേസ് റിട്ടേൺ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് വിളിക്കുക. എന്താ പർച്ചേസ് റിട്ടേൺ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് വിളിക്കാം? ഉദാഹരണം, ബീന മാഡത്തിന്റെ കയ്യിൽ 1,00,000 രൂപയുടെ ഒരു സാധനം പർച്ചേസ് ചെയ്തു. ഈ സാധനം ഞങ്ങൾ പുറത്തേക്ക് തന്നെ ഔട്ട് ചെയ്യണം. അതാണ് റിട്ടേൺ ഔട്ട്വേർഡ്. അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു കൊടുത്തു, ഔട്ട്വേർഡ്. ആ രീതിയിൽ അർത്ഥത്തിൽ അങ്ങനെ തല കയറ്റിക്കൊള്ളി. ബീന മാഡത്തിന്റെ അടുത്ത് സാധനം പർച്ചേസ് ചെയ്തു, റിട്ടേൺ ഔട്ട് ചെയ്യണം. നമ്മൾ സ്ഥാപനം പുറത്തേക്ക് പോവാണ്, റിട്ടേൺ ഔട്ട്വേർഡ്. റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. നമ്മൾ ഓൾറെഡി ഒരു സാധനം സെയിൽ ചെയ്തു, ആ സാധനം ഇന്നാണ്, ബിസിനസ്സിലേക്ക് ഇന്ന്, അതാണ് ഇൻവേർഡ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ ഈ സമയം ടേംസ് ഒന്നും തെറ്റത്തില്ല. പർച്ചേസ് ചെയ്യുന്ന സമയം പർച്ചേസ് ചെയ്ത ആളുകൾക്ക് സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് ബിസിനസ്സിൽ ഔട്ട് ആവുന്നതാണ് റിട്ടേൺ ഔട്ട്വേർഡ്. സെയിൽസ് ചെയ്ത് ആ സെയിൽസിന്റെ സാധനം തിരിച്ചു വരുമ്പോൾ അതിനെയാണ് നമ്മൾ റിട്ടേൺ ഇൻവേർഡ് എന്ന് പറയാം. അങ്ങോട്ടേക്ക് വിറ്റ സാധനം എന്ത് ചെയ്യണം, തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നതിനെയാണ് റിട്ടേൺ ഇൻവേർഡ് എന്ന് പറയാം. സെറ്റ് ആണോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. എന്താ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ? നമ്മുടെ കയ്യിലുള്ള പണത്തിനെയാണ് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയാം. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്കിലുള്ള പൈസയാണ് ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയാം. അത് നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യം അറിയാം എല്ലാവർക്കും. ഇനി പെറ്റി ക്യാഷ്. എന്താണ് പെറ്റി ക്യാഷ്? പറഞ്ഞോളൂ. ചെറിയ ബിസിനസ്സിനകത്ത് നടക്കുന്ന ചെറിയ ചെറിയ എക്സ്പെൻസുകൾ ഉണ്ടല്ലേ, മുട്ടുസൂചി, പേന മുതൽ തുടങ്ങിയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ. ഒരാൾ വരുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന ഡൊണേഷൻ 10 രൂപ 20 രൂപ, ചെറിയ ചെലവുകൾ, ചായ കുടിക്കാനുള്ള പൈസ, ഇങ്ങനെ ചെറിയ ചെറിയ പൈസ ഉണ്ട്. ചെറിയ ചെറിയ ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടന്റിന്റെ കയ്യിൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകളുടെയും കയ്യിൽ കൊടുക്കുന്ന ചെറിയ എമൗണ്ടുകളെയാണ് നമ്മൾ പെട്ടി ക്യാഷ് എന്ന് വിളിക്കാം. യഥാർത്ഥത്തിൽ അതൊരു ക്യാഷ് ഇൻ ഹാൻഡിൽ നിൽക്കുന്ന സാധനം തന്നെയാണ്. നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ കയ്യിലുള്ള പൈസ പ്ലസ് പെട്ടി ക്യാഷിലുള്ള പൈസ തന്നെയാണ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണോ? സെറ്റ് ആണോ? എന്തായിരുന്നു? ക്ലിയർ ആയില്ല? പെറ്റി ക്യാഷ് ഒക്കെ റെക്കോർഡ് ചെയ്യൂ. പെട്ടി ക്യാഷ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യും. പെട്ടി ക്യാഷിന്റെ റെക്കോർഡിങ്, പെട്ടി ക്യാഷിന്റെ ആ ഒരു പെട്ടി ക്യാഷിന്റെ ഒരു ബുക്ക് പോലത്തെ ചെറിയ സാധനം ഉണ്ടാവും. ഒന്നുമില്ല, നിങ്ങൾ ആലോചിച്ചാൽ ഞാനിപ്പോ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ആദ്യം അവിടുത്തെ അക്കൗണ്ടന്റ് ആണ് വിചാരിക്കും. ഞാൻ ആദ്യം കയ്യിൽ 2,000 രൂപ കൊടുത്തു. 2,000 രൂപ കൊടുത്ത് ചെറിയ ചെറിയ ചിലവൊന്നും എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്നെ ഡീൽ ചെയ്തെന്ന് പറയും. അപ്പൊ ആദ്യം കൃത്യമായിട്ട് ആ 2,000 രൂപ റെസിപ്റ്റ് വെക്കുന്നുണ്ട്. ആ 2,000 രൂപ 5 രൂപക്ക് മുട്ടുസൂചി, 5 രൂപക്ക് പെട്ടി ക്യാഷ് ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കും. എന്നിട്ട് അതിനൊന്ന് റീകൺസിൽ ചെയ്യും. പെട്ടി ക്യാഷ് ഒക്കെ ഓഡിറ്റബിൾ ആട്ടാ. നിങ്ങൾ വിചാരിക്കേണ്ട അതിനകത്ത് ചെലവഴിക്കുന്ന കണക്കുണ്ടാവില്ല എന്നൊന്നുമില്ല. പെട്ടി ക്യാഷ് ഒക്കെ ഇന്റേണൽ ഓഡിറ്റിംഗിൽ കൃത്യമായിട്ട് നോക്കും. കാരണം ഈ 2,000 ഒക്കെ എടുക്കാൻ പോകണമെന്ന് അറിയണ്ടേ. പെട്ടി ക്യാഷ് ഓഡിറ്റബിൾ ആണ്, ഓഡിറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയില്ലേ? റീകൺസിൽ ചെയ്യുന്നർത്ഥം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ആണോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇതുവരെ പഠിച്ച മനസ്സിലാക്കിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓരോ ടേംസ് ആയിട്ട് ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ, അക്കൗണ്ടിങ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സംഭവങ്ങള് കമന്റ് ചെയ്താൽ മതി. ഡൗട്ടുകൾ ചോദിക്കും. ഗുഡ്വില്ല് നമ്മൾ ഇനി അസറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഡിഫറെന്റ് അസറ്റുകൾ, അതായത് ഗ്രൂപ്പ്സുകളെയും സബ് ഗ്രൂപ്പുകളെ കുറിച്ച് പറയാം. അപ്പൊ ഗുഡ്വില്ലും പാറ്റന്റ് അതേപോലെ ട്രേഡ് മാർക്ക് ഇതിനെ കുറിച്ചൊക്കെ പറയാം ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പൊ ജസ്റ്റ് അതൊക്കെ ഞാൻ ഒരു ഇൻട്രോ തൊട്ടിട്ട് പോയി. നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് ആണ് ഈ പറയുന്ന ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, പർച്ചേസ്, സെയിൽസ്, ഡെബ്റ്റർ, ക്രെഡിറ്റർ,
ഇങ്ങനെയുള്ള കുറെ ഫിനാൻഷ്യൽ ഇയർ, സ്റ്റോക്ക്, ഗുഡ്സ്, ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ അക്കൗണ്ട്സിലും വരുന്ന, മാനുഫാക്ചറിംഗിലും വരും, ട്രേഡിംഗിലും വരും, സർവീസിലും ഒക്കെ വരും. അതുകൊണ്ട് ഈ കോമൺ ടേംസ് പറഞ്ഞ് ഇനി ഇത് കൂടാതെ നമുക്ക് ഈ പറയുന്ന ഗ്രൂപ്പുകൾ വിശദമായിട്ട് പഠിക്കാം. അസറ്റുകൾ എന്തൊക്കെയാണ്, എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്. സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം തുടങ്ങും. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷന്റെ ഫസ്റ്റ് സ്ഥാനം തുടങ്ങുമ്പോൾ പറയും. ഓക്കെ അല്ലേ? എല്ലാവരും കമന്റ് ചെയ്യണം. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞല്ലോ. ആരെങ്കിലും ഒരാൾ പറഞ്ഞെടുത്തേ, പഠിച്ച ആള്. ഹലോ, പറഞ്ഞു കൊടുക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, യൂട്യൂബിനകത്ത് ഒരുപാട് പറഞ്ഞു കൊടുക്കും. ആരെങ്കിലും ഒരാള് സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആരും പഠിച്ചിട്ടില്ല? ഹലോ. ഗുഡ്സ്, ആ, നമ്മളെ ഗുഡ്സിന്റെ കയ്യിലുള്ള അൺസോൾഡ് സ്റ്റോക്കിനെയാണ് സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞത്. അതായത് നമ്മളെ ഒരു അക്കൗണ്ടിങ് ഇയറിൽ നമുക്ക് ബാലൻസ് വരുന്ന സ്റ്റോക്ക്. സ്റ്റോക്ക് ബാലൻസ് അതായത് ഒരു വർഷം നമ്മൾ ഗുഡ്സ് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്തു. അതായത് അൺസോൾഡ് ഐറ്റംസ്, വിൽക്കാതെ നമ്മുടെ സ്ഥാപനത്തിലുള്ള ഐറ്റംസിനെയാണ് നമ്മൾ സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ ആയ നോട്ട് നമ്മുടെ ആപ്പിനകത്ത് കിട്ടും. ഇതിന്റെ ചെറിയ ക്രിസ്പി ആയിട്ടുള്ള വീഡിയോസും അതിനകത്ത് അവിടെ പോസ്റ്റ് ചെയ്യും. നാളെ രാവിലെ ആകുമ്പോഴേക്കും അത് നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? അൺസോൾഡ് ഗുഡ്സ് അങ്ങനെ തന്നെ പറയണം. അൺസോൾഡ് ഗുഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം, വിൽക്കാത്ത സാധനങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ചോദിച്ചോളൂ സാറേ. അപ്പൊ ഈ സ്റ്റോക്കും സ്റ്റോക്ക് ഇൻ ഹാൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ്, അക്കൗണ്ട്സിന്റെ ഡിഫറെന്റ് തരത്തിലുള്ള ഗ്രൂപ്പുകൾ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോളെ. കമന്റ് ഇനി ഇവിടെ നിങ്ങൾ യൂട്യൂബ് പിന്നീട് ലേണിംഗ്സിൽ അവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അക്കൗണ്ട്സിന്റെ ഗ്രൂപ്പുകൾ. അക്കൗണ്ട്സിൽ 4 ഗ്രൂപ്പുകളാണുള്ളത്. അക്കൗണ്ട്സിൽ 4 ഗ്രൂപ്പുകളാണുള്ളത്. ഒന്നാമത്തത് എക്സ്പെൻസ്, രണ്ടാമത്തത് ഇൻകം, മൂന്നാമത്തത് അസറ്റ്, നാലാമത്തത് ലാബിലിറ്റി. ഏറ്റവും ബേസ് ആണ്. ഇനി നല്ലോണം ശ്രദ്ധിക്കണേ. ഇനി ഇവിടെ നിന്നൊക്കെ ഇനി പാളിക്കഴിഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ പാളും കേട്ടോ. ഇനി 4 ഗ്രൂപ്പുകളുള്ളത്. ഒന്നാമത്തത് എക്സ്പെൻസ്, രണ്ടാമത്തത് ഇൻകം, മൂന്നാമത്തത് അസറ്റ്, നാലാമത്തത് ലാബിലിറ്റി. നമുക്ക് അസറ്റ് ഒന്ന് തുടങ്ങാം. ക്യാപിറ്റൽ വരില്ല അതില്? ഇല്ല, ക്യാപിറ്റലൊക്കെ ഇതിനകത്ത് ലാബിലിറ്റിയിൽ വരില്ല. ക്യാപിറ്റല് സാധാരണ ഇതിൽ വേറെ തന്നെ പഠിപ്പിക്കാൻ അതിന്റെ ആവശ്യമില്ല. ലാബിലിറ്റിയിൽ ക്യാപിറ്റൽ, ലാബിലിറ്റിയിലെ ഫസ്റ്റ് ലാബിലിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ക്ലിയർ? എക്സ്പെൻസ്, ഇൻകം, അസറ്റ്, ലാബിലിറ്റി. അപ്പൊ അസറ്റ് നമുക്ക് തുടങ്ങാം. ശ്രദ്ധിച്ചോളേ, അസറ്റ്. അപ്പൊ എന്താണ് അസറ്റ്? എന്താണ് അസറ്റ്? ഒരുപാട് ആളുകളുണ്ട്. കൊമേഴ്സ് ആരൊക്കെ ഒന്ന് പറഞ്ഞേ, അസറ്റ് എന്താന്നുള്ളത്. കമ്പനിയുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വത്ത് എന്ന് പറയും. കമ്പനിയുടെ Physical properties or properties of business. ഫിസിക്കൽ പ്രോപ്പർട്ടി ദാറ്റ് ക്യാൻ ബി. എന്താ പറഞ്ഞേ? ഇത്രയേ ഉള്ളൂ. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിക്കും. ഒരു ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ലാഭം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ബിസിനസ്സിനകത്തേക്ക് അതിന്റെ ഒരു ബിസിനസിന്റെ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ അസറ്റ് എന്ന് വിളിക്കാം. അതിനെ ക്യാഷാക്കി മാറ്റാൻ വേണ്ടി പറ്റും. പൈസയുമായി ബന്ധപ്പെട്ട് പൈസയുമായി കണക്ട് ചെയ്ത സംഭവത്തിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അതായത് ആ ബിസിനസിന്റെ സ്വന്തമായിട്ടുള്ള ആസ്തി. ഇല്ലേ, നമ്മളോട് ചോദിക്കും നമ്മൾ ആസ്തി എന്താന്ന് ചോദിക്കുമ്പോൾ എന്താ പറയാ? നമ്മള് കാറുണ്ട്, വീടുണ്ട് എന്നൊക്കെ പറയല്ലേ. ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഒരു മൊബൈൽ ഉണ്ട്. ഇതാണ് നമ്മൾ ആസ്തി എന്ന് പറയാം. അതേപോലെ ഒരു ബിസിനസ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുതലാളി അതിലേക്ക് പണപരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ആ സംഭവത്തിനെ പണപരമോ അല്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ആസ്തിയായിട്ട് എന്ത് ചെയ്യും? നമ്മൾ ട്രീറ്റ് ചെയ്യും. ക്ലിയർ ആയില്ലേ? ആസ്തിയായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ആസ്തി, അസറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലായി. ബിസിനസ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്തേക്ക് ആസ്തികൾ കൊണ്ടുവരുന്നത്.
ഇത് രണ്ട് രീതിയിലുള്ള ആസ്തികളുണ്ട്. ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും ഉണ്ട്. ചിലത് നമുക്ക് കാണാൻ പറ്റും, ചിലത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അതിനൊരു വാല്യൂ ഉണ്ടാവും. നന്നായി ശ്രദ്ധിക്കണേ. അസറ്റ് എന്ന് പറയുമ്പോൾ ബിസിനസ് ലാഭം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇടുന്ന സാധനം. അത് കാണാൻ പറ്റുന്നതുണ്ടോ, അതായത് ടാഞ്ചിബിൾ ഉണ്ടാവും. ടാഞ്ചിബിലിറ്റി ആണ്, തൊടാനും കാണാനും പറ്റും. ഒരു ടാഞ്ചിബിലിറ്റി ഉണ്ടാവും. ടാഞ്ചിബിലിറ്റി എന്ന് പറയുമ്പോൾ ഫാൻ ഉണ്ടാവും, AC ഉണ്ടാവും, വണ്ടി ഉണ്ടാവും, ഭൂമി ഉണ്ടാവും, ബിൽഡിംഗ് ഉണ്ടാവും, ഫർണിച്ചർ ഉണ്ടാവും, ഇന്റീരിയർ ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിന് എത്ര വില ഉണ്ട് നമുക്ക് പറയാനും പറ്റും. ഇതിനെയാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയാം. എന്നാൽ ചില സാധനത്തിന് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയാം. തൊടാനും കാണാനും പറ്റില്ല, പക്ഷെ അതിനൊരു വാല്യൂ ഉണ്ട്. നേരത്തെ ഗുഡ്വിൽ, പാറ്റന്റ്, ട്രേഡ് മാർക്ക്, പിന്നെ കോപ്പിറൈറ്റ്, പിന്നെ എന്താണ് ഗുഡ്വിൽ? എന്താണ് സ്ഥാപനത്തിന്റെ സൽപ്പേര്. അതായത് ഗുഡ്വിൽ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ ഉമ്മമാര്, നമ്മുടെ അമ്മമാര് ചിലപ്പോ പറയാറില്ലേ, അവനെ പോലെ ആവരുത് എന്ന് പറയാം. ചില ആളുകൾ നീ അവനെ പോലെ ആയിക്കോ, നീയോ അതേപോലെ ആവ്, അല്ലെങ്കിൽ നീ ഓന്റെ കണ്ടു പഠിക്ക്, ഇങ്ങനൊക്കെ പറയില്ലേ? ഹലോ, ഇങ്ങനെ പറയല്ലേ? ഉമ്മമാരല്ല എന്താ അധികം പറയാ. നീ ഓനെ കണ്ടുപിടിക്ക്, അല്ലെങ്കിൽ ഓനെ പോലെ ആവ്, അല്ലെങ്കിൽ ഓനെ പോലെ നീ ഓനെ പോലെ ആയിക്കോ, ഇങ്ങനൊക്കെ പറയില്ലേ? ഇതെന്താണ്? ഇതാണ് ഗുഡ്വിൽ. അതിനൊരു വാല്യൂ ഇല്ലേ? ഒരു വാല്യൂ ഉള്ളോണ്ടല്ലേ ഓനെ മാതിരി ആവ് എന്ന് പറഞ്ഞേ. മനസ്സിലാവുന്നില്ലേ? പക്ഷെ അത് എത്ര കിലോ ഉണ്ട് നോക്കി എടുക്കാൻ പറ്റുമോ? കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ക്വാളിറ്റി എത്രയെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നേരത്തെ ലുലുമാളിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ ചെറിയൊരു കാര്യം ആലോചിച്ചു. യൂസുഫ് അലിക്കാക്ക് എറണാകുളത്ത് ലുലുമാൾ ഉണ്ട്. അതിനേക്കാൾ വലിയ ഒരു മാള് ഞാൻ അവിടെ പണിതെന്ന് വിചാരിച്ചോളൂ. യൂസുഫ് അലിക്ക മാള് മൊത്തത്തിൽ അതിന്റെ വാല്യൂഷൻ നോക്കുമ്പോൾ ഒരു 100 കോടി രൂപയുടെ വാല്യൂഷൻ ഉണ്ട്. എൻ്റെ ഒരു 200 കോടി രൂപയുടെ വാല്യൂഷൻ ഉണ്ട് വെറുതെ. യൂസുഫ് അലിക്ക ചിലപ്പോൾ ഈ സംഭവം വെക്കുന്നത് 1000 കോടിക്കായിരിക്കും. എനിക്ക് അതേപോലെ 1000 കോടിക്ക് വിൽക്കാൻ പറ്റുമോ? എന്റെ കടയിൽ വാല്യൂഷൻ അയാൾക്ക് കുറവാ, എന്നാൽ അയാൾ വിൽക്കുമോ? കാരണം എന്താ? അയാൾക്ക് ആളുകളുടെ ഇടയിൽ ഒരു സൽപ്പേരുണ്ട്, അതിനൊരു വില ഉണ്ട്. ആ വില അയാൾ ചോദിക്കും. 100 കോടി രൂപയാണ് ആസ്തി ഉള്ളതെങ്കിൽ അയാൾ 900 കോടി അയാളുടെ വാല്യൂവിന് അയാൾ വാങ്ങും. എനിക്ക് ഇന്റെ 200 കോടി ഉണ്ടെങ്കിൽ മാക്സിമം ഒരു 250 ഒക്കെ കിട്ടുമായിരിക്കും. മനസ്സിലായില്ലേ? ഇതാണ് വാല്യൂ എന്ന് പറയാം. ഇനി ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് മാർക്കറ്റില്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെ അത്ര ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല, എന്നാലും വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ടെന്നായിരിക്കും ചില ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിന്റെ തൊട്ടടുത്ത് CA-ക്കാരും CMA-ക്കാരൊക്കെ തുടങ്ങിയിട്ട് പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്താൽ പഴയ സ്ഥാപനത്തിലേക്ക് പോകും, പുതിയ സ്ഥാപനത്തിലേക്ക് ആൾക്കാർ പോകും. ആളുകൾ പഴയതിലേക്ക് പോകും. കാരണം എന്താ? അതിനൊരു വാല്യൂ ഉണ്ട്. അത് ഇത്രയും കാലമായിട്ട് മാർക്കറ്റിലുണ്ട്. ഈ പുതിയ CA-ക്കാർ സംഭവത്തിലൊക്കെ നോളജും കാര്യങ്ങളൊക്കെ തരാം. പക്ഷെ ഇവരെ പൂട്ടി പോവോ, ഇവരെ സംഭവം എന്താവോ എന്തൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു പേടി ഉണ്ടാവും. മനസ്സിലായി? ഇതാണ് ഗുഡ്വിൽ എന്ന് പറയാം. ഇത് വിൽക്കുന്ന സമയത്തൊക്കെ ഇതിന്റെ ഒരു വാല്യൂഷൻ കാണിക്കും. വിൽക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു വാല്യൂഷൻ കാണിക്കും. ഇതാണ് ഗുഡ്വിൽ എന്ന് പറയാം. ഇതേപോലെ തന്നെയാണ് ട്രേഡ് മാർക്ക്. എന്താ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ? ഹലോ, ട്രേഡ് മാർക്ക് ഇപ്പൊ നമ്മളെ ചില പ്രൊഡക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോ ചില പ്രൊഡക്റ്റിന്റെ മുകളിൽ R എന്നുണ്ടാവും, ചില പ്രൊഡക്റ്റിന്റെ മുകളിൽ TM എന്നൊക്കെ ഉണ്ടാവും. TM R TM എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടും ഒന്ന് തന്നെയല്ലേ? പേര് മാറ്റാം, രജിസ്റ്റേർഡ് പേര് മാറ്റാം. TM എന്ന് പറഞ്ഞാൽ എന്താ? TM വാട്ട് ഇസ് TM? അത് പറഞ്ഞു പോയി. അത് മറ്റുള്ളവർക്ക് ആ പേര് മറ്റുള്ളവർക്ക് ആ പേര് എടുക്കാൻ പറ്റില്ല. TM എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എടുക്കാൻ പറ്റില്ല, കോപ്പി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ചോട്ടാ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ അക്കാഡമി ഓൺ അക്കാഡമീന്റെ പുറത്ത് നിങ്ങൾ നോക്കുമ്പോൾ R എന്നുണ്ടാവും. എന്നാൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒക്കെ പുറത്ത് നോക്കുമ്പോൾ TM എന്നുണ്ടാവുക. ചില പേരുകളുടെ പുറത്ത് TM ഉണ്ട്. നമ്മൾ ഭക്ഷണങ്ങൾ, നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങാൻ വേണ്ടി പോയില്ലേ,
കടയിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകും, ചിലതിന് മുകളിൽ TM, ചിലതിന്റെ R. ഇനി മനസ്സിലാക്കാതെ പോരുതേ. ട്രേഡ് TM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ട്രേഡ് മാർക്ക്. അതായത് ഞാനിപ്പോ ഒരു ഓൺ അക്കാഡമി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ വർഷങ്ങളുടെ എഫേർട്ട് എടുത്തിട്ടാണ്, ഞാൻ ഇത്രയും കാലം ആളുകളെ കുട്ടികളൊക്കെ പഠിപ്പിച്ച് ഇത്രയും കാലം ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടാണ്, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അങ്ങനെ ഓൺ അക്കാഡമി എന്ന ബ്രാൻഡ് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അപ്പോഴാണ് നമ്മള് റഷീദ് ക വന്നിട്ട് എന്ത് ചെയ്യുന്നതാണ്, എന്റെ ഇതേ പേര് ഉപയോഗിച്ചിട്ട് മൂപ്പര് ഒരു സ്ഥാപനം അങ്ങ് തുടങ്ങി. ഇതേ പേര് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ 10-15 കൊല്ലം എടുത്ത എഫേർട്ട് എന്തായി? പിടുത്തം വിട്ടില്ലേ? അപ്പൊ എന്ത് ചെയ്തു? IPR എന്നൊക്കെ പറയും, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനൊക്കെ കീഴിലാണ് ഈ സംഭവങ്ങളൊക്കെ വരും. സോഹയായി, ഷമീം പറഞ്ഞാൽ സോഹയായി. അപ്പൊ എന്ത് ചെയ്തു? അത്ര എഫേർട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈ ഓൺ അക്കാഡമിയ എന്ന ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ എനിക്കിതിന് വലിയൊരു പ്ലാനും ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഇത് ഓൾറെഡി രജിസ്റ്റേർഡ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ ഗവൺമെന്റ് IPR സൈറ്റിനകത്ത് കയറിയിട്ട് എന്റെ ഓൺ അക്കാഡമിയ ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്ത്, അതായത് അവിടെ എന്റെ ഡാറ്റകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അതിന്റെ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അന്ന് മുതൽ എനിക്ക് എന്റെ പേരിന്റെ കൂടെ TM എന്ന് ഉപയോഗിക്കാം. ഞാൻ എപ്പോഴാണോ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിരിക്കുന്നത് അന്ന് മുതൽ എന്റെ ബ്രാൻഡിന്റെ പുറത്ത് എന്ത് ചെയ്യാം? എനിക്ക് TM എന്ന് യൂസ് ചെയ്യാം. ഇറ്റ് ഇസ് നോട്ട് രജിസ്റ്റേർഡ് ആയിട്ടില്ല, TM ആയിട്ടുള്ളൂ. ട്രേഡ് മാർക്ക് അപ്ലൈഡ് എന്നാണ് TM-ന്റെ അർത്ഥം. ഹലോ, അപ്ലൈ ചെയ്തിട്ടുള്ളൂ TM. പിന്നീട് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് ഗവൺമെന്റ് ഇത് അവരുടെ ഗസറ്റുകളിലൊക്കെ പബ്ലിഷ് ചെയ്ത് ഓൺ അക്കാഡമി എന്ന് പറഞ്ഞ ഒരാളെ യൂനിസ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് എല്ലായിടത്തും പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ? ഇതേപോലത്തെ സിമിലർ പേരുള്ള ആളുകളൊക്കെ നമ്മൾ ഒബ്ജക്റ്റ് ചെയ്യും. ഇത് എന്റെ പേരാണ്, ഇത് ഞാൻ ഇത്രയും കാലം ഉപയോഗിക്കുന്നതാണ്, അയാൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ് ഒബ്ജക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. അതിനാണ് ഗവൺമെന്റ് ഈ സാധനം പബ്ലിഷ് ചെയ്യുന്നത്. മനസ്സിലായോ? അത് പ്രൊനൗൺസിയേഷനിൽ വരെ ഒബ്ജക്റ്റ് ചെയ്യാം. അതായത് കാറ്റ് എന്ന് എഴുതുമ്പോൾ CAT എന്നല്ലേ എഴുതുക? ഞാൻ കാറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങി, അവിടെ KAT എന്ന് ഒരാൾ കൊടുത്ത അയാൾക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റ് ചെയ്യാം. അതിന്റെ രണ്ടിന്റെ പ്രൊനൗൺസിയേഷൻ കാറ്റ് എന്നാണ് പറയാം. മനസ്സിലായോ? അതിന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്ജക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒബ്ജക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് വേണമെങ്കിൽ അങ്ങനെ കേസിനൊക്കെ പോയിട്ട് എനിക്ക് വാദിച്ച് ജയിച്ചാൽ എനിക്ക് എന്താ കിട്ടും? ഒരു 6-7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് R എന്ന് പറഞ്ഞു, ദാറ്റ് മീൻസ് രജിസ്റ്റേർഡ്. അപ്പൊ R ആണോ TM ആണോ നല്ലതെന്ന് നോക്കുമ്പോൾ R ആണ്. TM മീൻസ് ട്രേഡ് മാർക്ക് അപ്ലിക്കബിൾ. അപ്ലൈഡ്. R മീൻസ് ഇറ്റ്സ് രജിസ്റ്റേർഡ്. വേറെ ആൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ പറയുന്ന പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഉദാഹരണം, എന്റെ പേര് ഹാദിയും, ഞാൻ രജിസ്റ്റേർഡ് ആയ സാധനം ഓൺ അക്കാഡമി ഒന്ന് ആരെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് അയാൾക്കെതിരെ ലീഗൽ നടപടികൾ എടുക്കാം. കാരണം അത് എന്റെ ബ്രാൻഡാണ്, എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ബ്രാൻഡാണ്. ക്ലിയർ ആയല്ലോ? സെറ്റല്ലേ? അപ്പം ഇതിനെയും നമുക്ക് കിലോ നോക്കാനൊന്നും കിട്ടത്തില്ല. എത്ര കിലോ ഉണ്ട്? ഒരു ട്രേഡ് മാർക്ക് എടുത്തിട്ട് അത് ഇത്ര കിലോ ഉണ്ട്, അതിന് ഇത്ര വില ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഞാൻ തീരുമാനിക്കും. ഇപ്പൊ ഉദാഹരണം, ഹാദിയ പറയാണ്, ഹാദിയക്ക് ഈ ബ്രാൻഡ് വേണോ? ഞാൻ ആദ്യം പറയാം, ഓക്കെ, നോ ഇഷ്യൂ, 1 കോടി രൂപ തന്നേക്ക്. എന്ത് ചെയ്യാം? അത് ഇത്ര കിലോ ഉണ്ട് പിടിച്ചു നോക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ചില ബ്രാൻഡുകളുടെ വില ഭയങ്കരമായിട്ട് കയറി പോകുന്നത്. അല്ലേ? ബ്രാൻഡിനെ തൊട്ട് കളിക്കില്ല. ചില ബ്രാൻഡ് സാധനം എന്ന് പറയില്ലേ? ബ്രാൻഡ് സാധനങ്ങൾ പറയത്തില്ലേ? എന്തൊക്കെയാ ബ്രാൻഡ് സാധനങ്ങളിലെ? ഷർട്ടിൽ എന്തൊക്കെയാ ബ്രാൻഡുള്ള? ഷർട്ടിൽ എന്തൊക്കെയാ ബ്രാൻഡുകൾ? ലൂയിസ് ഫിലിപ്പ്, LP, ലൂയിസ് ഫിലിപ്പ്, പിന്നെ അഡിഡാസ്. ടൈപ്പ് ചെയ്യ, നിങ്ങൾ നോക്കട്ടെ. US പോളോ. US പോളോ അല്ല. എനിക്ക് ലേഡീസിന്റെ ബ്രാൻഡ്സ് ഒന്നും അറിയത്തില്ല കേട്ടോ. നിങ്ങൾ എന്തൊക്കെയോ സാധനം എഴുതുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല. ജോക്കി, LP, പിന്നെ സറ, ഗൂഷി, എന്തൊക്കെ കാണുന്നുണ്ട്. LP, ലൂയിസ് ഫിലിപ്പ്, പിന്നെ വേറെയൊക്കെയുള്ള LP, ലീവൈസ്. ഇതൊക്കെ എവിടുത്തെ ബ്രാൻഡാ? ലൂയിസ് ഫിലിപ്പ് എവിടുത്തെ ബ്രാൻഡാ? പീറ്റർ ഇംഗ്ലണ്ട് എവിടുത്തെ ബ്രാൻഡാ? പീറ്റർ ഇംഗ്ലണ്ട് എന്നൊരു ബ്രാൻഡ് ഉണ്ട്, അറിയില്ലേ? പീറ്റർ ഇംഗ്ലണ്ട് എവിടുത്തെ ബ്രാൻഡാ? പീറ്റർ ഇംഗ്ലണ്ട്, ലൂയിസ് ഫിലിപ്പ്, ഇതൊക്കെ എവിടുത്തെ ബ്രാൻഡാ? അറിയില്ല? ഇതൊക്കെ ഇന്ത്യൻ ബ്രാൻഡാ. ഇംഗ്ലണ്ടും അമേരിക്ക, അയർലൻഡും ഒന്നും പോണ്ട. ഇതൊക്കെ ബിർളന്റെ പ്രൊഡക്റ്റാ.
അറിയോ? ലൂയിസ് ഫിലിപ്പ്, ഇംഗ്ലീഷ്, പീറ്റർ ഇംഗ്ലണ്ട്, ഈ പറഞ്ഞ സാധനം ലിവിസ്, ഇതൊക്കെ നമ്മുടെ ബിർളയുടെ പ്രൊഡക്റ്റാണ്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണ്ട ഗൂഗിളിൽ കയറിയിട്ട്. ഒന്ന് ചോദിച്ചോളെ. ഇങ്ങനത്തെ കുറെ ഈ കൊമേഴ്സ് മേഖലയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇത്തരം കുറെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് രസകരമായിട്ട് പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നിലവിൽ ഓരോ ഇഷ്യൂസ് ഒക്കെ നടക്കുമ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഇവന്റുകളൊക്കെ മാർക്കറ്റിൽ നടക്കാറുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ ഒരു പത്രങ്ങളിൽ നമ്മളൊരു ഈ പേജില്ലേ, വിനിമയം പേജില്ലേ, ആ പേജുകളൊക്കെ ഇടക്കിടക്ക് വായിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്കഷൻസ് നമ്മൾ നടക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അസറ്റിൽ നിന്നാണ് പോയത്. അപ്പൊ അസറ്റിന്റെ അടുത്തൊരു കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യും. അപ്പൊ ഈ ഒരു വീക്കിൽ ഒരു സെഷനും കൂടി ഉണ്ടാവും. ഈ ഒരു വീക്കിൽ ലെവലിൽ ചിലപ്പോൾ 1-2 സെഷനുകളൊക്കെ നമുക്ക് വരും. അത് എന്താണെന്നുള്ളത് ഗ്രൂപ്പിനകത്ത് നമ്മൾ ഇൻഫോം ചെയ്യും. അപ്പം പരമാവധി ഇന്ന് വിചാരിച്ചത്ര ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇനി കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല. ഒന്ന്, എൻ്റെ നാട്ടില് ഒരു മരണമുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ മരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പോകേണ്ടതുണ്ട്. പിന്നെ എൻ്റെ എളാപ്പൻ്റെ മോനെ കല്യാണമാണ്, അവിടെ നടക്കേണ്ട. അപ്പൊ അവിടേക്കും തലയിട്ട് പോരാണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ഇനി ബാക്കി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കി ഇതിന്റെ റെക്കോർഡിങ്സും കാര്യങ്ങളും അയച്ചു തരാം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആപ്പിനകത്തേക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. അപ്പം ഇങ്ങനെയുള്ള ഈ മാർക്കറ്റിൽ നടക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല നോളജ് നല്ല വേണം. ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡ് വാല്യൂള്ള സാധനം ഏതെന്നറിയോ? ഇവിടെ അടുത്തൊരു റീബ്രാൻഡിങ് നടന്നിട്ടുണ്ട്, അറിയോ? സോഷ്യൽ മീഡിയയിൽ ഒരു സ്വീറ്റ് ആണ്, ഒരു ചോക്ലേറ്റ് ആണ്. ഭയങ്കര റീബ്രാൻഡിങ് നടന്നിട്ടുണ്ട്, അറിയോ? ഗാലക്സി ആണോ? ഒരു നീല കളറുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, സ്വീറ്റും ആണ്, ചോക്ലേറ്റ് ആണ്. ഡയറി മിൽക്കോ? ഡയറി മിൽക്ക് റീബ്രാൻഡ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? കാഡ്ബറി, ഹലോ, കാഡ്ബറി റീബ്രാൻഡ് ചെയ്തിട്ടുണ്ടോ? ഡങ്കിൻ ഡോണറ്റ്സ് ആണോ? കാഡ്ബറിയുടെ റീബ്രാൻഡിന് എത്ര വാല്യൂ അറിയോ? ഹലോ, മനസ്സിലായില്ല. കാഡ്ബറി ഈ സാധനം കേട്ടില്ലേ? ഡയറി മിൽക്ക് സിൽക്കാണോ? ഇത് കണ്ടില്ലേ? ഇതിലേതാണ് ഇപ്പോഴത്തെ ലോഗോ? ഇതാണോ ഇതാണോ? രണ്ടാമത്തെ. ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറാൻ എത്ര രൂപ ചെലവായിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരു ഊഹം ഉണ്ടോ? എത്ര രൂപ സ്പെൻഡ് ആയിട്ടുണ്ടോ? നിങ്ങൾ പറയേ. അറിയില്ല, ഒന്ന് ഗൂഗിൾ ചെയ്ത്. ആരെങ്കിലും ആൾ ഗൂഗിൾ ചെയ്താണ് കാഡ്ബറി റീബ്രാൻഡിങ്ങിന് എത്ര ചെലവായി. നമ്മളിപ്പോ കണ്ടില്ലേ സാധനം? എന്താ മാറ്റം വരുത്തിയ? അതായത് റീബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവർക്ക് ഉണ്ടായ ഒരു ബ്രാൻഡിനെ രണ്ടാമത് പുതുക്കിയിട്ട് അതായത് ഈ കാണുന്ന എഴുത്തില്ലേ, ഈ എഴുത്തിനെ ഈ രീതിയിലേക്ക് മാറ്റാൻ എത്ര രൂപ ചെലവായി? ഈ എഴുത്തിനെ ഈ രീതിയിലേക്ക് മാറ്റാൻ എത്ര രൂപ ചെലവായി? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, ഗൂഗിൾ ചെയ്ത് നോക്കി. 3.87 ബില്യൺ. ബില്യൺ ആണ്, ബില്യൺ അല്ല. എന്താ നടന്ന അതിനകത്ത്? 2 എഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടാ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഹലോ, നിങ്ങൾ എന്ത് ഇവിടെ ഈ ലോകത്തുനിന്നല്ലേ? ഈ സാധനം കണ്ടല്ലേ? രസകരമായ ടോപ്പിക്സ് പറഞ്ഞ ഞാൻ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ, മാർക്കറ്റിംഗ് ബ്രാൻഡിങ്ങിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഓരോ ടേം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഈ സാധനത്തിൽ നിന്ന് ഈ സാധനത്തിലേക്ക് മാറാൻ 3.67 ബില്യൺസ് ആവശ്യമുണ്ടോ? അനൂപ്, ഈ സാധനം വരച്ചെടുക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ ഡെയിലി മേടിച്ചു കൊടുക്കണ്ട. ഓക്കെ, ഇങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട്. ഹർഷേ കിസസ് കേട്ടിട്ടുണ്ടോ? ഹർഷേ കിസസ് ചോക്ലേറ്റ്, ഹർഷേ കിസസിനെ കുറിച്ച് ലേറ്റസ്റ്റ് ആണ് ഒരു പ്രശ്നം, ഇഷ്യൂ അറിയോ? ഹർഷേ കിസസ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണേ. ഹർഷേ കിസസ്
തിന്നല് മാത്രമേ ഇല്ല, ഒരു പ്രശ്നം കേൾക്കലില്ല. എങ്ങനെ? തിന്നല് മാത്രമേ ഇല്ല, ഒരു പ്രശ്നം കേൾക്കലില്ല. ഒരു പ്രശ്നം കേൾക്കില്ല അല്ലേ? ഇത് കണ്ടോ? ഹർഷ കിസസ് ഈ ചോക്ലേറ്റ് കാണുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. ഇത് കണ്ടിട്ടുണ്ടോ? ഹലോ, കണ്ടിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ എന്തായിരുന്നു അറിയോ? ഇല്ല. ഇവര് ഇതിന്റെ ഈ ഒരു മോനല്ലേ, ഈ സാധനം കാണുന്ന ഈ ഏരിയ അവർ ജസ്റ്റ് ഒന്ന് പരത്തി. ഇത് സ്വീഡിഷ് പാർലമെന്റിൽ വരെ ഡിസ്കഷൻ നടന്ന ടോപ്പിക്കാണ്. ഹർഷ കിസസിന്റെ സ്വീഡിഷ് പാർലമെന്റിൽ ഡിസ്കഷൻ നടക്കാൻ അതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ വേണ്ടി അവർ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയ. കേട്ടില്ല? അറിഞ്ഞിട്ടില്ല? ഹർഷ കിസസ് ഇങ്ങനത്തെ കുറെ രസകരമായ സംഭവങ്ങളുണ്ട്. ഇനി ടാബ്ലറോൺ കേട്ടുണ്ടോ? ടാബ്ലറോൺ കേട്ടുണ്ടോ? ഐസ്ക്രീം. ഐസ്ക്രീം അല്ല, ചോക്ലേറ്റ്. എന്താ അതിന് സംഭവം അറിയോ? എന്തെങ്കിലും ഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്ന വിഷയം അറിയോ? ടാബ്ലറോൺ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാ ടാബ്ലറോൺ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിക്കാൻ നോക്കണേ, രസകരമായി പഠിക്കാൻ പറ്റുക. ഇതാണോ ഈ ഐസ്ക്രീം? കണ്ടില്ല ടാബ്ലറോൺ? ഇതുമായി ബന്ധപ്പെട്ട ഇഷ്യൂ എന്താ അറിയാം? ഇതാണ് ടാബ്ലറോണിന്റെ ഐസ്ക്രീം. ഇവർ ഇതിന്റെ വിടുത്തം ഒഴിവാക്കിയിട്ട് ഒരു പീസിനെ കട്ട് ചെയ്തു. ഒരു പീസിനെ കട്ട് ചെയ്തു. അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച്. എങ്ങനെ കഴിക്കുന്ന ആളുകൾക്ക് അറിയാം അതൊരു പീസ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാവും. അവിടെ ഈ പറയുന്ന 2 റുപ്യന്റെ ഐസ്ക്രീം നിങ്ങൾക്ക് എന്തെന്ന സാധനം തിന്നല്ലോ, പക്ഷെ ഇനി ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്ന അറിയാ. പ്രൊനൗൺസ് ചെയ്യുന്ന അറിയില്ല അല്ലെ? ഓക്കെ. അതേപോലെ ഒരുപാട് രസകരമായ ടോക്സുകൾ ഉണ്ട്. അത് നമുക്ക് മറ്റൊരു സെഷനിലൊക്കെ ഇങ്ങനെ പറയാം. ഈ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, അറിഞ്ഞുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ്, ഞാൻ ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു നേരത്തെ, അസറ്റിലെ ബ്രാൻഡിങ്ങിനെ കുറിച്ച്. ഇതൊക്കെ ഒരു ബ്രാൻഡ് വാല്യൂ ആണ്. ഈ ഒരു ബ്രാൻഡിന് അവരെ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നെട്ടിപ്പോവും. അപ്പൊ പറഞ്ഞ ആ ഒരു ഒരേ സാധനം കളർ പോലും ചേഞ്ച് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു വേണമെങ്കിൽ ഒരു ബോൾഡിലേക്ക് മാറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന സാധനമാണ്. പക്ഷെ അതല്ല, അതിനകത്ത് ഒരുപാട് സാധനം വായിക്കാനുണ്ട്. ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് യൂട്യൂബിനകത്തൊക്കെ കയറിയിട്ടൊന്ന് വായിച്ചു നോക്കും, കേട്ട് നോക്കും എന്തുകൊണ്ടാണ് $3 ബില്യൺ അതിന് സ്പെൻഡ് ആയിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് അതിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഞാൻ ഇന്ന് കൂടുതലായിട്ട് എടുക്കുന്നില്ല. ബാക്കി നമുക്ക് ഈ ഒരു വീക്കിൽ തന്നെ ഒരു സെഷൻ കൂടി വരും. അതിനകത്ത് ബാക്കിയുള്ള ഗ്രൂപ്പ്സുകളൊക്കെ വരും. ഇപ്പൊ എപ്പോഴും പറയാനുള്ളത്, ഒരു സെഷൻ പോലും നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി, മനുഷ്യന്മാരാണ്, സാമൂഹിക ജീവികളാണ്, നമുക്ക് പല പ്രോഗ്രാമിലും ഇവന്റുകളൊക്കെ വരും. പക്ഷെ റെക്കോർഡിംഗ് സെഷൻസ് പൂർണ്ണമായിട്ട് കണ്ട് കൃത്യമായിട്ട് നിങ്ങൾ അതിന്റെ ലേണിങ്സും കാര്യങ്ങളും എഴുതിയിട്ട് വേണം നിങ്ങൾ മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ കൃത്യമായിട്ട് ഒന്നിച്ച് നമുക്ക് അടിച്ചു പൊളിച്ച് മുന്നേറാം. അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മുടെ സെഷനൊക്കെ പോകുന്നത്. ഇങ്ങനെയുള്ള 260 hours ആണ് നമ്മളെ ലൈവ് സെഷൻ ഉണ്ടാവുക. ബാക്കി 260ന്റെ അടുത്തുള്ള സംഭവം ഓൺലൈനിലകത്ത് ക്ലാസ്സുകളും പ്രോബ്ലംസ് ആയിട്ട് ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 550 hours ആണ് നമ്മുടെ എൻഡർ സെഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. അപ്പം ഇതേപോലെ വീണ്ടും നമുക്ക് അടുത്ത ഒരു സെഷനും ഇതേപോലെ സന്തോഷത്തോടു കൂടി ഇരിക്കാനും സംസാരിക്കാനും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഒട്ടും അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഇങ്ങനെ തന്നെ എൻജോയ് ചെയ്തിട്ട് ക്ലാസ്സിൽ ഇരിക്കാനും അത് മനസ്സിലാക്കി എനിക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും ആ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ശക്തിയും ദൈവം എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യണം. നമുക്ക് മറ്റൊരു ദിവസം കാണാം. ബാക്കി നമുക്ക് ഗ്രൂപ്പിനകത്ത് പൊളിക്കാം. ഇന്ന് നമുക്ക് പിരിയാം. ബൈ.